ഹലോ ആൻഡ് വെൽക്കം ടു ഏറ്റവും കൂടുതൽ എനിക്ക് സ്വൈരം തരാത്ത വീഡിയോ കോൾഡ് Q&A. എനിക്കറിയാം ഈ വീഡിയോന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വെയിറ്റ് ചെയ്തേക്കണം. ബിക്കോസ് ഐ റിമെമ്പർ നമ്മുടെ മറ്റേ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം Q&A ചെയ്തേക്കണത് കേട്ടോ. അത് കഴിഞ്ഞ് Q&A എന്നുള്ള സംഭവം ഞാൻ ബാക്കിയുള്ളവരുടെ ഏഷ്ണി അറിയാൻ ചെല്ലുന്നല്ലാണ്ട് സ്വയമായിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ മറന്നു പോകും കൈ നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ തന്നെ. ബട്ട് സി എനിക്കില്ല ഈ കൊല്ലം തന്നെ തുടങ്ങണത് തന്നെ എനിക്ക് നിങ്ങളുടെ എന്താ പറയുക ഈ ക്യൂരിയോസിറ്റിയൊക്കെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് മേടിക്കും. അപ്പം ഞാൻ 3 എടുത്ത് ആക്ച്വലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞിട്ട്. ഒന്ന് നമ്മുടെ വ്ളോഗ് ചാനൽ, ഒന്ന് നമ്മുടെ മറ്റേ ഫസ്റ്റ് ചാനൽ ആൻഡ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചാനലിൽ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ തുടങ്ങാം. കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് ഇവിടെ തന്നെ നിങ്ങൾ കൂടുതലും പേഴ്സണലി അറിയണത്. ആൻഡ് ചിലർക്കാണെങ്കിൽ അറിയാൻ കൂടിയില്ല നമുക്ക് 2 ചാനലാണെന്നുള്ളത്. ചിലവർ ഇവിടെ വന്ന് നമുക്ക് കമൻറ്റ് ചെയ്യും, ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സ് എവിടെ പോയി. അതുപോലെ ചിലപ്പോൾ വന്ന് പറയും, അയ്യോ പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്തോണ്ടോ. നമുക്ക് 2 ചാനലുണ്ട്. ഒന്ന് ബ്യൂട്ടി ഫാഷൻ ചാനൽ, പിന്നെ ഒന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്ളോഗ് ചാനലാണ്. സോ ദാറ്റ് നമ്മൾ കുറച്ച് എന്താ പറയുക പേഴ്സണലി അറിയണം. അവിടെ ഞാൻ പേഴ്സണലി ഒക്കെ നിങ്ങളായിട്ട് നിൽക്കും, പക്ഷേ കുറച്ച് പ്രൊഫഷണൽ സൈഡാണ് ആ ഒരു ചാനൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ യുനോ എങ്ങനെയാണോ അപ്പുറത്തെ വീട്ടിൽ താമസിക്കണം അങ്ങനത്തെ ഒരു രീതിയിലാണ്. സിസ്റ്റർ വൈബ് അങ്ങനെ വൈബിലാണ്. ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കലാണ്, കാരണം എനിക്ക് ഭീഷണി വന്നിട്ടുണ്ട്, ഡോണ്ട് സ്കിപ്പ് എനി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഓ മൈ ഗോഡ് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ പിന്നെ നുണ പറഞ്ഞാലോ. നോ ഗൈസ്, പരമാവധി ഞാൻ നുണ പറയാണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഭയങ്കര വലിയതാവാൻ പോകും. അപ്പോൾ വല്ലതും കഴിക്കാനോ കുടിക്കാനോ എടുത്തോട്ടെ. ഞാനിവിടെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്, കാരണം എൻ്റെ ഉമിനീര് തീർക്കാൻ പോവാണ് ഞാൻ. ബിക്കോസ് ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി വലിയത്. ഞാൻ പരമാവധി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കാം. പക്ഷേ നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലേ ഒരു ക്വസ്റ്റ്യൻ കോമൺ ആണെങ്കിൽ പോലും അതിനകത്ത് വരെ വെറൈറ്റി എടുത്തിട്ടുണ്ട്, അതാ പ്രശ്നം. അപ്പോൾ ഞാൻ എല്ലാത്തിനും ആൻസേഴ്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഏജ് ആൻഡ് അബൌട്ട് ഫാമിലി. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് പറയാം. മമ്മിയുണ്ട്, പപ്പയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ഞാൻ. അങ്ങനെ 4 പേരാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട്, പാടു. നിങ്ങൾക്കറിയായിരിക്കും ഏജ്. ഇത് ഞാൻ പിന്നെ എന്തായാലും പറയും എൻ്റെ ഏജ് എന്താണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ഗെയിം കളിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഏജ് ഗെസ് ചെയ്യും. ഓക്കെ, ഞാനൊരു ജെൻസിയാണ് വിത്ത് മില്ലേനിയൽ മൈൻഡ്. പറ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എൻ്റെ ഏജ്. പക്ഷെ ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്രമാത്രം കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ്, ഡു യു ഹാവ് എ ജോബ് അതർ ദാൻ കോണ്ടന്റ് ക്രിയേഷൻ? ഇല്ല ഗൈസ്, ആക്ച്വലി കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ദാറ്റ് ഞാൻ ഗുജറാത്തിൽ വന്നത് എന്തോ ജോബ് കിട്ടിയിട്ടാണെന്നുള്ളത്. ബട്ട് അല്ല, ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇറ്റ്സ് ദാറ്റ് ഞാൻ ഫുൾ ടൈം ഫോക്കസ് ചെയ്യണില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് തോന്നിയത്. അത് നിങ്ങളുടെ കുറ്റമല്ല, ആർക്കായാലും തോന്നിപ്പോവും പെട്ടെന്ന് ഒരു ഗുജറാത്തിലിട്ടുള്ളൊരു ഷിഫ്റ്റ് ആൻഡ് വീഡിയോസ് റെഗുലർലി ഞാൻ ഇടുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം. അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ബിക്കോസ് ആ ക്വസ്റ്റ്യൻസ് വരും, ഓൺ ദ വേ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് യു ബിക്കം വെജിറ്റേറിയൻ? ഇത് ഷെയർ ചെയ്യണം ആസ് എ ഫ്രണ്ട്ലി തിങ്. ഞാൻ ആരെ ഒന്നും പോയിന്റ് ചെയ്ത് പറയല്ല. പ്ലീസ് വി ആർ ഫ്രീ ആൻഡ് എനിക്ക് ആ ഒരു ഫ്രീ സോൺ വേണം. എന്നാൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒറ്റ റീസണൊക്കെ എനിക്ക് ഇവന്നെ ചെയ്യാൻ മടിച്ചത്. ബിക്കോസ് ഐ വോണ്ടഡ് ടു ഗീവ് യു ദ ഹോൾ സ്റ്റോറി. അല്ലാണ്ട് ഈ പകുതി മുറിച്ച് പെട്ടെന്ന് കൂടെ ഒരു ദിവസം പൊട്ടിമുളച്ച് ഞാൻ വെജിറ്റേറിയൻ അങ്ങനെയല്ല എനിക്ക് പറയേണ്ടത്. സോ ഐ വോണ്ടഡ് ടു ടെൽ യു അബൌട്ട് ദ ഫൗണ്ടേഷൻ ഓർ ബേസ്. ഞാൻ വെജിറ്റേറിയൻ ആയത് സഡൻലി ആയിരുന്നു. ബട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ എൻ്റെ മൈൻഡിൽ കൊല്ലങ്ങൾ മുമ്പേ ഉണ്ട് ഗൈസ്. സോ ഐ റിമെമ്പർ, ഒന്ന് നമ്മൾ ഈ നവരാത്രി സമയത്ത് 9 ദിവസം ഈ സംഭവങ്ങളൊന്നും കഴിക്കില്ല, മനസ്സിലായി? നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് സാത്വികമായിട്ടുള്ള ഫുഡാണ് കഴിക്കണത്. ആൻഡ് അതിനുശേഷം ഐ റിമെമ്പർ മമ്മി എന്തെങ്കിലുമൊക്കെ ആയുർവേദിക് മെഡിസിൻ ഉണ്ടാവില്ല, നമ്മൾ ഈ പിള്ളേരാകുമ്പോൾ ബ്രഹ്മി അതൊക്കെ കഴിക്കുമ്പോൾ മമ്മി എന്നോട് പറയുമായിരുന്നു ദാറ്റ് ഈ സമയത്ത് മോനൊന്നും ഇങ്ങനെ നോൺ വെജിറ്റേറിയൻ ആയിട്ടൊന്നും കഴിക്കാൻ പാടില്ല, പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം. എന്നെ ചേച്ചിയോട് പറയുന്നു. പക്ഷേ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല, എന്ന് വെച്ചാൽ മനസ്സിലായി, ആൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂലായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഐ ഗെസ് ചിക്കൻ കഴിക്കണ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. നമ്മൾ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെങ്ങാനും ആയിരുന്നു എന്ന് എനിക്ക് തോന്നണേ. സോ ആ സമയത്ത് പപ്പ കൊണ്ടുവന്നിരുന്നിട്ട് അപ്പോൾ എനിക്ക് കറിയൊക്കെ മമ്മി ഉണ്ടാക്കി വെച്ചപ്പോൾ ചേച്ചി വാസ് ഹാവിങ് എന്ന് വെച്ചാൽ ചേച്ചി നല്ല സന്തോഷത്തോടെ അത് കഴിക്കണം. എനിക്കെന്തോ ഒരു ഇത് വന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചെറുതാണ്, നമുക്ക് ഒന്നാമത് ഈ നൂഡിൽസൊക്കെ എല്ലാ സമയത്ത് അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടാം. ഇതാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ ഒരു ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ പപ്പ ചേച്ചിയെ കണ്ട് ഹാപ്പി ആവണം, ചേച്ചി കഴിക്കണം കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ നല്ല ഹാപ്പി ആവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ റെഗുലർലി ഒന്നും ഇവിടെ അല്ലെങ്കിലും കഴിക്കില്ലായിരുന്നു, കാരണം മോസ്റ്റ്ലി ഇവിടുത്തെ ആൾക്കാർ വെജിറ്റേറിയൻസ് ആണ്. നാട്ടിൽ ഇങ്ങനെ വെക്കേഷന് പോകില്ലേ, സമ്മർ വെക്കേഷനിൽ. അപ്പോൾ പപ്പ ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ
ട്രെയിനിൽ കഴിക്കാനായിട്ട് നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ നിന്ന് പപ്പ ഇത് മേടിക്കുമായിരുന്നു, ബീഫും പൊറോട്ടയും. എനിക്ക് ആ സമയത്ത് അറിഞ്ഞുകൂടായിരുന്നു ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, ബീഫ്, പിന്നെ മട്ടൺ ഇത് വേറെ വേറെ ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗൈസ്. എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ പേരാണ്. ഇപ്പം നമ്മൾ പറയില്ലേ പനീർ ടിക്ക അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല, അതുപോലെ ഒരു പേരാണെന്നാണ് എൻ്റെ വിചാരം. ഷവർമയിൽ യൂസ് ചെയ്യുന്ന ചിക്കനാണ്, പക്ഷേ അതിനെ എടുത്ത് പറയില്ലല്ലോ, പറയോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യെസ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടായിരുന്നു അതിൻ്റെ ഡിഫറൻസ്. ഇവിടെ നമ്മൾ സ്കൂൾ കോളേജസിൽ നോൺ വെജ് കഴിക്കണ കണ്ടിട്ടില്ല, ആക്ച്വലി ഇല്ല അങ്ങനെ ഒരു സംഭവം. പക്ഷെ നാട്ടിൽ ചെന്നപ്പോൾ കോളേജ് ആയിരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോഴേ ക്ലാസ്സിലെ പിള്ളേർ ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ട് വന്നേക്കണം. ഞാൻ ഷോക്ക് ആൻഡ് ഐ വാസ് ഫീലിംഗ് ഇല്ലീഗൽ. ഐ ഡോണ്ട് നോ വൈ. എനിക്കതൊക്കെ വളരെ പുതുമയായിരുന്നു. ബിക്കോസ് ഞാൻ ആ കാര്യങ്ങളോട് ഒട്ടുമേ പ്രിപ്പയർഡ് അല്ലായിരുന്നു ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ എനിക്ക് പിന്നെ നോർമലായിട്ട് തുടങ്ങി എന്ന് വെച്ചാൽ പതുക്കെ കുറച്ച് നമുക്ക് ഇതായിട്ട് തോന്നും. പിന്നെ അങ്ങോട്ട് ശീലം. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ലോണം കഴിക്കും, സോ ഞാനും അങ്ങനെ കഴിച്ചു തുടങ്ങി. അപ്പോഴാണ് ഒരു സംഭവം, ഞാൻ NCC ക്യാമ്പിന് പോയ സമയത്ത് എൻ്റെ ചേച്ചി കൺസീവ് ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടു ചേച്ചിയുടെ വയറ്റിലായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചേച്ചി എങ്ങാണ്ടോ കണ്ടു, എന്തോ ഒരു മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യണ ഒരു സംഭവം കണ്ടു. ദാറ്റ് പശുവിനെ, ഞാൻ ക്യാമ്പിലായിരുന്ന സമയത്ത് ചേച്ചി എന്നെ ഫോൺ ചെയ്തു, മേഘു നിനക്കറിയാമോ, ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കുറച്ച് ഷോക്കായി. ഇതൊക്കെ നമുക്കറിയാം, പക്ഷേ കൺമുമ്പിൽ നടക്കുമ്പോൾ ഉള്ള ഒരു കാര്യമേ കുറച്ച് ഡിസ്റ്റർബിങ് ആയി. അന്നോടെ ചേച്ചിയും ഞാനും ബീഫ് കഴിക്കൽ കംപ്ലീറ്റ്ലി നിർത്തി. ബിക്കോസ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ ഗുജറാത്തിൽ ഗൗമാത എന്ന് പറഞ്ഞാൽ പൂജിക്കണം നമുക്ക് എപ്പോഴും മാതാവ് പോലെ. സോ ബീഫ് ആസ് എ ബഫേലോ പിന്നെ ഒരു വേർഡ് പറയും അതിനെ, പോത്ത്. അത് പോത്ത് മീൻസ് ഐ ഗെസ് ബഫേലോൻ്റെ മെയിൽ വെർഷൻ ആണല്ലേ. മറ്റേ എന്തോ ഞാൻ ആരോ പറയണ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, യമരാജൻ്റെ ഇതാണെന്ന് വാഹനം. അത് നമുക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയി. സോ ബീഫ് നിർത്തി. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു നാട്ടിൽ ചെന്നു ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് റാണി വരാണ്ട നമ്മുടെ വീട്ടിൽ. സോ യെസ്, അത് കഴിഞ്ഞ് റാണിയുടെ കൂടെയൊക്കെ നമ്മുടെ ഓരോ ലൈഫ് നല്ല ബ്യൂട്ടിഫുൾ സ്മൂത്തായിട്ട് നടക്കുമ്പോഴാണ് ന്യൂസ് വന്നത് ചില ലോക്കൽ റെസ്റ്റോറൻറ്റ്സിൽ യുനോ മട്ടൻ്റെ ഇത് പകരം പട്ടിയുടെ ഇതാണ് വെക്കണമെന്നുള്ളത്. ഓ മൈ ഗോഡ്, അതോടെ ഞാൻ മട്ടൻ നിർത്തി. ആ സമയത്ത് ചേച്ചി അവിടെ ഇല്ലായിരുന്നു, പക്ഷെ അത് ഞാൻ നിർത്തി. എനിക്ക് അതിനോടുള്ള ഇത് കംപ്ലീറ്റ്ലി പോയി. അങ്ങനെ ബീഫ് ആദ്യം എലിമിനേറ്റ് ആയി, പിന്നെ മട്ടൻ എലിമിനേറ്റ് ആയി. ഞാൻ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ മമ്മി ഉണ്ടാക്കിയൊക്കെ തരും, പക്ഷെ എല്ലാ ആഴ്ചയും എനിക്ക് വേണം എന്നായിട്ട്. മമ്മിക്ക് കഴിക്കണേന് പ്രശ്നമില്ല, എന്നാൽ പിന്നെ ഒരു ഹിപ്പോക്രസി ചില സമയത്ത് മമ്മിക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അതിനോടുള്ള ആർത്തി മമ്മിക്ക് കണ്ടുകൂടാം. എനിക്ക് സത്യം ഒരു കാര്യം നിങ്ങൾ പറയട്ടെ ഗൈസ്, പണ്ട് മുതലേ എപ്പോഴെങ്കിലും ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടോ, ഫിഷ് ആണോ ചിക്കൻ ആണോ, അത് കഴിച്ചതിന് ശേഷം ഒരു സംഭവം ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഐ സ്റ്റാർട്ട് ടു ക്രൈ. യെസ്, ദിസ് ഇസ് വെരി വെരി വിയർഡ്. പണ്ട് മുതലേ അത് എൻ്റെ ഫാമിലി മെമ്പേഴ്സും എന്ന് വെച്ചാൽ മമ്മിയും പപ്പ അവരൊക്കെ, പക്ഷേ ഞാൻ അങ്ങനെ പുറത്തുള്ളവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. ഐ സ്റ്റാർട്ട് ടു ക്രൈ, ഐ ഫീൽ വെരി ഗിൽട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിക്കനൊക്കെ മേടിക്കാൻ പോയിട്ട് എൻ്റെ മുമ്പിൽ കോഴിയെ ഇത് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ ഫീൽ വെരി ക്രൂവൽ അബൌട്ട് മീ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്തോ പാപം ചെയ്യണം, എനിക്കറിയാം മനസ്സും കൊണ്ട്, പക്ഷേ അത് അക്സെപ്റ്റ് ഞാൻ ചെയ്യണില്ല. ബിക്കോസ് അതൊക്കെ നമ്മുടെ ചുറ്റും വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇത് കഴിച്ചതിന് ശേഷം കുറ്റബോധം മനസ്സിൽ വരുമായിരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഗൈസ്, ഒരു പ്രാവശ്യം മമ്മി ചിക്കൻ കറിയും എനിക്ക് പറാഠ, ഇത് രണ്ടിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഞാൻ എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തോ ബ്രാൻഡ് അപ്രൂവലിന് കൊടുത്തതിന് ശേഷം താഴത്ത് വന്നു. അപ്പോഴത്തേക്കും മമ്മി പപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഞാൻ മാത്രമേ കഴിക്കണേ. എനിക്ക് തോന്നുന്നു പപ്പ ആ സമയത്ത് കിടന്ന് ഉറങ്ങാൻ പോയി, പക്ഷെ മമ്മി എനിക്കിങ്ങനെ കമ്പനി തരുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട്. ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ എന്തോ വന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞേ, എനിക്ക് തോന്നണ മമ്മി ബീഫ് പോയി അതുപോലെ മട്ടൻ പോയി, മിക്കവാറും ഞാൻ ചിക്കനും വിടും തോന്നുന്നുണ്ട്. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് വെറുതെ അങ്ങോട്ട് തോന്നി ഗൈസ് മനസ്സിൽ. ഞാൻ മമ്മിയോട് വെറുതെ അങ്ങോട്ട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എനിക്ക് തോന്നുന്നു ഗുജറാത്തിലേക്ക് ഷിഫ്റ്റ് ആവണതിന് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഏപ്രിലാണ് ഷിഫ്റ്റ് ആവണം. അപ്പം മാർച്ച് എൻഡിങ് മിഡ് മാർച്ച് ആയ ഒരു സമയത്തില്ലേ ഗുരുവായൂർ ഇത് നടക്കാണ് ഉത്സവം. അങ്ങനെ ആ ഒരു ഗുരുവായൂർ ഉത്സവം എന്നുള്ള സംഭവത്തിൽ മിക്ക നമ്മളെ ആൾക്കാർക്ക് വെജിറ്റേറിയൻ ആണ്. നമ്മൾ ആ സംഭവത്തിൽ ആ ദിവസങ്ങൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ അവോയ്ഡ് ചെയ്യും. സോ അത് ഓൾറെഡി ഞാൻ അവോയ്ഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഗുജറാത്തിലേക്ക് വന്ന് ആദ്യത്തെ നമ്മുടെ വീട് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, 1 BHK. സോ ഞാനത് നാട്ടിൽ വെച്ചിട്ട് ഈ വീട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻസ് ആർ അലൗഡ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ വന്നാൽ തന്നെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. ബിക്കോസ് അവർ അങ്ങനത്തെ പ്യുവർ വെജിറ്റേറിയൻ ഫാമിലി ആയിരുന്നു.
സോ ഞാൻ ഓൾറെഡി റെഡി ആയിരുന്നു. ബിക്കോസ് എൻ്റെ മൈൻഡിൽ എങ്ങനെയാണ്, ഈ വീട് എനിക്ക് എങ്ങനെയെങ്കിലും ഗുജറാത്തിലെത്തണം, ആ ഒരു രീതിയിലായിട്ടുള്ളൊരു ഇതായിരുന്നു. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ നാട്ടിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി നാട്ടിലേക്ക് തിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് ആലോചിക്കാൻ എന്തോരം സമയമുണ്ട്. സോ ഞാനിങ്ങനെ അവിടെ ഇരുന്നും കൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു ദാറ്റ് ഇനി ഞാൻ ഇത് കഴിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വേണ്ട, എന്തിനാണ് ഞാനിങ്ങനെ കഴിച്ചിട്ട് ഗിൽട്ട് ഫീൽ ചെയ്യണം. സോ ഇതിൻ്റെ ആ സമയത്ത് ഈ റൂട്ട് കാര്യം വന്നതെന്ന് ഞാൻ ഒരു റീൽ കണ്ടു ഗൈസ്. അതെന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും എൻ്റെ ഫോണിൽ സേവ് ആയിട്ടിരിപ്പുണ്ട്. ബിക്കോസ് എനിക്കിങ്ങനെയായിരുന്നു, ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കാണിച്ചപ്പോൾ ഇത് കണ്ടോ, ഇതാണ് എന്നെ ഇൻസ്പയർ ചെയ്തതെന്നുള്ളത്. സോ അതിനകത്ത് എന്താണെന്ന് പറയുമ്പോൾ ഒരു കാര്യം, ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇങ്ങനെ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പട്ടി ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സോ ബോയ് ഫ്രണ്ട് എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് അവനെ എറിഞ്ഞു. അപ്പോൾ ഗേൾ ഫ്രണ്ട് പറഞ്ഞു, നീ എന്തേ കാണിക്കണേ, ഹിന്ദി വീഡിയോ ആണ് കേട്ടോ. സോ തും ക്യാ കർ രഹേ ഹോ എന്ന് വെച്ചാൽ, നീ എന്തേ കാണിക്കണേ, അതിന് ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞാൽ ഇവരൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകണം. അവിടെ ചെന്നപ്പോൾ ഉണ്ടടേ ഇയാൾ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത്, പെണ്ണ് എന്ന് വെച്ചാൽ ഗേൾ ഫ്രണ്ട് എന്തെന്ന് ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അങ്ങനെ എന്തോ ഒരു നോൺ വെജ് ഐറ്റം ഓർഡർ ചെയ്ത്. അപ്പോൾ ഇവനൊരു ഡയലോഗ് പറഞ്ഞ്, മൃഗസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിയണ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, ഈ കഴിച്ചുകൊണ്ടിരിക്കണേലും കൂടെ ഉണ്ടാവും. ഓ മൈ ഗോഡ്, ഇത് കേട്ടും കൊണ്ട് ഗൈസ് പ്ലീസ് ആരും ഓഫൻഡ് ആവരുത്. ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസ്ക്ലെയിമർ തറഞ്ഞു വരണത് കുന്താം. ബട്ട് യാ യു ഗോട്ട് മൈ പോയിന്റ് റൈറ്റ്. സോ അത് കണ്ട് ഞാൻ ഡിപ്രഷനിൽ പോയി ഗൈസ്, മിനി ഡിപ്രഷൻ വെക്കേഷനിൽ ഞാൻ പോയി. ആൻഡ് ഞാനൊരു ഡീപ്പ് തിങ്കിങ്ങിലായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. കഴിച്ചതിന് ശേഷം ഞാൻ ഗിൽട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നത്, ഓരോരോ ഐറ്റം എൻ്റെ ലൈഫിൽ നിന്ന് എലിമിനേറ്റ് ആയിക്കോട്ടെ ഒക്കെ. ആ സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു, ഇനി ഞാൻ ജന്മം പോയാൽ കഴിക്കില്ല. വേറെ ഒരു റെൻറ്റ് റൂമിൽ പോയില്ലായിരുന്നു, വേറെ 2 BHKയിലേക്ക്. അതിൽ പോയപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ദാറ്റ് ഞാൻ എന്താ പറയുക, എന്തായാലും ഒന്നും കഴിക്കണില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും മുട്ട അടങ്ങിയിട്ടുള്ളതും കഴിക്കില്ല. ബിക്കോസ് ഞാൻ വേറൊരു വീഡിയോ കണ്ട്, ഈ വീഡിയോനെ കൊണ്ട് ഗുഡ്. എനിക്ക് ആക്ച്വലി ഞാൻ നല്ല ഹാപ്പിയാണ് ഗൈസ്. എല്ലാ ഒരു സമയം എന്ന് വെച്ചാൽ എഴുതിയിട്ടുണ്ട് ആ സമയത്ത് നടക്കുമെന്നുള്ളത്. ആ സമയത്ത് ഞാൻ വേറൊരു വീഡിയോ കണ്ടിരുന്നു ദാറ്റ് എത്ര ഈ എന്താ പറയുക, കോഴികളെയൊക്കെ എത്ര ടോർച്ചർ ചെയ്തിട്ടാണ് എന്താ പറയുക, മുട്ട ഇങ്ങനെ ഇഞ്ചക്ഷൻ കുത്തി കുറേ ഉണ്ടാക്കണം. ഓ മൈ ഗോഡ്, എനിക്ക് ഈ എനർജി 1 മിനിറ്റ്, എനിക്ക് ഈ എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ കഴിക്കുന്ന ഒരു സംഭവമെന്ന് വെച്ചാൽ എൻ്റെ അകത്തോട്ട് ഇടുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ദാറ്റ് അതൊരു പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളത് ലേറ്റ് റിയലൈസേഷൻ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ആം ഹാപ്പി ദാറ്റ് ഞാൻ ആ ഒരു സ്റ്റാൻഡ് എടുത്തു എനിക്ക് വേണ്ടി, ഫോർ മൈ പീസ്, ഫോർ മൈ പോസിറ്റിവിറ്റി. ദാറ്റ് ഒരു ഉപദ്രവം, ഒരു വേദന ഒരു പ്രാണിക്ക് കൊടുത്തിട്ട് എനിക്ക് എൻ്റെ വയറ് നിറയ്ക്കേണ്ട, എനിക്ക് എൻ്റെ ക്രേവിങ്സ് നിറയ്ക്കേണ്ട. മാർച്ചിൽ എനിക്ക് 3 കൊല്ലം വെജിറ്റേറിയൻ ആയിട്ട്. ഇപ്പോഴും നിങ്ങൾക്കറിയാമോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഞാൻ വെറുത്തിട്ടോ അറപ്പ് കൊണ്ടാണോ വിട്ടത്. നോ, ഞാൻ എന്തോരം കഴിക്കുമായിരുന്നു, രസത്തോടെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇറ്റ്സ് സിമ്പത്തി, എമ്പത്തി, അങ്ങനെയൊക്കെ ഒരു കാര്യം വേണമെങ്കിൽ പറയാം. എനിക്ക് പറ്റില്ല ഗൈസ്. കാരണം എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, ഇഷ്ടമാണ് ആനിമൽസ്. മുത്തുമണിയല്ലേ, മനുഷ്യർ പിന്നെയാണ് നമുക്ക് ആക്ച്വലി വരേണ്ടത്. ആനിമൽസ് ആർ സോ ക്യൂട്ട്. അവർക്ക് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട, സ്നേഹം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതുപോലത്തെ എന്താ പറയുക, അൺകണ്ടീഷണൽ ലവ് ചെയ്യണ ക്രിയേച്ചേഴ്സിനാണെങ്കിൽ ഒട്ടും നമ്മൾ, അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഫീലായിട്ടാണ്. പിന്നെ അങ്ങനെ ഞാൻ വിട്ടു. ആൻഡ് ഇപ്പം 3 കൊല്ലമായിട്ട് ഞാൻ എത്ര സമാധാനത്തിലാണ് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സമാധാനമാണ്. എൻ്റെ പുറകെ മമ്മിയും വെജിറ്റേറിയൻ ആയി. പപ്പ ആയിട്ടില്ല കംപ്ലീറ്റ്ലി, പക്ഷെ പപ്പ ഇപ്പോൾ ഭയങ്കര റെഗുലർലി കഴിക്കില്ല. മമ്മിക്കും ആക്ച്വലി 2.5 കൊല്ലമായി. യെസ്, ആൻഡ് ഷീ ഈസ് വെരി ഹാപ്പി. കുറേ പേര് ആക്ച്വലി മമ്മി ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കഴിക്കണം ഇതാണ്. പക്ഷെ നോ, മമ്മിക്ക് മനസ്സിലായി. മമ്മി പറയുന്നുണ്ട് ദാറ്റ് മമ്മിയുടെ ലൈഫ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുണ്ട്. ആ എഗ്രഷൻ, ദേഷ്യം അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അങ്ങനത്തെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അതെനിക്ക് എൻ്റെ ലൈഫിൽ തോന്നിയിട്ടുണ്ട് ഗൈസ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ട്രൂ. ഹിന്ദിയിലൊരു സംഭവം ഉണ്ട് കേട്ടോ ഗൈസ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എൻ്റെ എന്താ പറയുക, എനർജി നല്ല ഒരു ഇതായി എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു എന്താ പറയുക ദേവി നഹി. ഇറ്റ്സ് ദാറ്റ് ഐ ആം ഹാപ്പി ബീങ് ലൈക്ക് ദിസ്. എനിക്ക് ഒരു കുഴപ്പമില്ല. പലവരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, കഴിക്കണം അതായതെന്നൊക്കെ പറയുന്നത്. ബട്ട് നോ, നടക്കാൻ മാട്ടെ. ആൻഡ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സോ ലക്കി ഗൈസ്. എൻ്റെ ഫാമിലി എന്തൊരു സപ്പോർട്ടീവായി ഒരു കാര്യത്തിലൊക്കെ. എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ അവിടെ പോവുകയാണെങ്കിൽ ചേച്ചി മേടിക്കില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഒരു 10-15 ദിവസം നിൽക്കുമ്പോൾ അവിടെ പപ്പയും മേടിക്കില്ല. ഫ്രിഡ്ജിൽ മുട്ട പോലും ഉണ്ടാവില്ല ഗൈസ്.
ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ശരി, ഞാൻ ക്ഷീണിച്ചു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. എൻ്റെ തൊണ്ട പോയി ഗൈസ് ഇതോടെ. ഇനി അതിനപ്പുറം ഞാൻ എങ്ങനെ നടക്കും? ചീകി മുഴുവൻ മുടി ഇതുമ്പോ ആയാലെൻ്റെ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. വൈ യു ആർ ലിവിങ് ഇൻ ഗുജറാത്ത്? ഞാൻ ഒരിക്കലും ഗുജറാത്തിനെ വേർപിരിഞ്ഞ് നിന്നിട്ടേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ പോകുമ്പോഴും യുനോ എൻ്റെ മൈൻഡ് ഫുൾ ഇവിടെ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ ഇവിടെ വന്നതിന് മുമ്പ്, ഇവിടെ വരുന്നു ഡിസൈഡ് ഇവൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്തോരം നിങ്ങളോട് ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഞാൻ ആസ് എ ബോഡി ശരീരം അവിടെ ആയിരുന്നു, എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെയായിരുന്നു ഗൈസ്. ഇറ്റ്സ് ദാറ്റ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഡെവലപ്പ് ആയാൻ കുറേ കാര്യങ്ങളും മാറി. ബട്ട് യാ, എനിക്ക് ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. പെട്ടെന്ന് ഒരു നാൾ കൊണ്ട് ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് അവിടെ കൊണ്ടിട്ട് നടക്ക മാട്ടെ, പൊങ്ക വിട മാട്ടെ, ദുർഗാഷ്ടമി. ഇവിടുത്തെ ആ കൾച്ചർ അതൊക്കെ പണ്ട് മുതലേ യൂസ് ടു ആ. സോ യെസ്, ഐ ലവ് ഗുജറാത്ത്. ഈ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫർഹ ചോദിച്ചേക്കാട്ടെ, ഗിവ് മി എ ഹൈ. ഹായ് ഫർഹ, ആക്ച്വലി റൈറ്റ് ഹാൻഡ്. ഹായ് ഫർഹ. ഓക്കെ, അപ്പോൾ വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? അറിഞ്ഞൂടാ ഗൈസ്, എനിക്കിങ്ങനെ ഫ്യൂച്ചർ ഭയങ്കര പ്ലാൻ ചെയ്യണം സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. കാരണം എൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് ഒരിക്കലും പാലിക്കാറില്ല, എന്ന് വെച്ചാൽ ഞാൻ നടക്കാറില്ല. ലിവ് ഇൻ പ്രസൻറ്റ്, ഫീൽ യുവർ പ്രസൻറ്റ് ആൻഡ് ദെൻ കോൺഷ്യസ് ആയിരിക്കണം എന്തായിരിക്കണം എന്നുള്ളത് ഫ്യൂച്ചറിൻ്റെ കാര്യം. പക്ഷെ അങ്ങോട്ട് ഭയങ്കര അങ്ങോട്ട് ഫ്യൂച്ചറിൽ നിൽക്കരുത്. നിങ്ങൾ ഇച്ചിരി കാര്യമല്ലേ ചോദിച്ചോളൂ, അതിനാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ ഒന്നുമില്ല. ഞാനിപ്പോൾ എന്താണോ ചെയ്യണത്, വീഡിയോസ് ഉണ്ടാക്കണു, ഇടണു, എൻ്റെ അലോൺ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യണു, പീസ്ഫുള്ളി ആൻഡ് ഹാപ്പി. ഡു യു ഹാവ് എ ജോബ് അതർ ദാൻ യൂട്യൂബ്? ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാനൊരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഹൂ പോസ്റ്റ് വീഡിയോ വെരി മടിച്ചി വേസ്. ഓക്കെ, അത് ഞാൻ കാരണം പറയാം ഗൈസ് എന്താണെന്നുള്ളത്. മാരേജ് പ്ലാൻ ഇപ്പോൾ ഒട്ടുമേ ഇല്ല. വൈ യു ആർ ലിവിങ് ഇൻ ഗുജറാത്ത്? ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ. യെസ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. ഐ ഗസ് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോയില്ല ഗൈസ്. എനിക്കിങ്ങനെ എന്താ പറയുക, ലൈവായിട്ട് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ആൻസർ തന്നെ. ചേച്ചി മാരേജ് പ്ലാൻസ് ഉണ്ട്? നോ ബേബ്സ്. ഇപ്പം എൻ്റെ കരിയർ ഓറിയൻറ്റേഷൻ, എനിക്ക് എൻ്റെ കരിയർ ഉണ്ടാക്കണം. ഞാൻ ആക്ച്വലി കുറച്ച് ഞാൻ ബ്രേക്ക് എടുക്കണതിൻ്റെ അർത്ഥം ഞാൻ കരിയർ ഓറിയൻറ്റഡ് അല്ല എന്നല്ല ഗൈസ്. ഈ ബ്രേക്ക് ആക്ച്വലി എനിക്ക് വളരെ ആവശ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. സോ ഇപ്പം എന്തായാലും മാരേജ് പ്ലാൻസ് നഹി. എനിക്ക് ഇൻഫാക്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ അത് മറന്നിട്ടില്ല. അതിനകത്ത് പറയണമെന്നറിയാമോ, മേഘന് എന്നാണ് ഇംഗ്ലീഷിലാണ് പറഞ്ഞിരുന്നത്, ഐ കാൺട്ട് ഈവൻ ഇമാജിൻ യു ബീങ് മാരീഡ് എന്ന്. മനസ്സിലാവണ്ടോ ഗൈസ്? ചേച്ചി യുവർ ഏജ് ഒന്ന് പറയാമോ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ എന്നിട്ട് എൻ്റെ ഏജ്. നെക്സ്റ്റ്, ചേച്ചി ആർ യു കമ്മിറ്റഡ്? ഇതൊക്കെ ഇവിടെ ചോദിക്കാമോ ഗൈസ്? നിങ്ങൾക്ക് എന്താണ്? മമ്മി ഇവിടെ വന്ന് എന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. ബട്ട് നോ, ഐ ആം നോട്ട് കമ്മിറ്റഡ്. ഹെയർ ഗ്രോത്ത് ജേർണി പറയും. ഡോണ്ട് വരി, ഹെയർ കെയർ വീഡിയോ എന്തായാലും മറ്റേ ചാനലിൽ കൊണ്ടുവരും. കാരണം അതിനെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് തുടങ്ങി തല മൊട്ട ആവണതിന് മുമ്പ് ദയവേത് ഹെയർ കെയർ റൂട്ടീൻ ചെയ്യും, ഞാൻ ചെയ്യാം. ഓക്കെ, ഞാൻ ക്ഷീണിച്ചു ഗൈസ്. ബിഗ്ഗസ്റ്റ് ലെസൺ യു ലേൺഡ് 2025? ബിക്കം ഡിറ്റാച്ചബിൾ. ഇത് കൂടുതലും ഞാൻ പഠിക്കാൻ കാരണം വൃന്ദാവൻ യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കാരണം വൃന്ദാവൻ യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭഗവാൻ കൃഷ്ണനോട് കൂടുതൽ അടുക്കാനായിട്ട് നോക്കണത്. മനസ്സിലായോ? ഞാൻ ഭഗവത്ഗീത കൂടുതൽ വായിച്ചു തുടങ്ങണത്, കൃഷ്ണ റിലേറ്റഡ് മഹാഭാരതം സീരിയൽ ഞാൻ ഫുൾ കണ്ടു തീർത്തു ജൂൺ ജൂലൈയിൽ തന്നെ. ആൻഡ് ദെൻ ഞാനിപ്പോൾ കുരുക്ഷേത്ര കണ്ടു തീർത്തു, വീണ്ടും കണ്ടു. എനിക്ക് ഇനി ആ പഴയ വെർഷൻ ഉണ്ട് മഹാഭാരത യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ, എനിക്ക് അതും കാണുന്നുണ്ട്. കാരണം പലതിലും എന്തോ പുതിയതൊക്കെ പഠിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറിൽ എഴുതിയിട്ടില്ല ഗൈസ്. ടു ബി ഓണസ്റ്റ്, നമ്മൾ വിചാരിക്കില്ല അത് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ഒരു മണ്ണാങ്കട്ടയും കൈ കിട്ടില്ല, വെറുതെ ഈ നല്ല ജീവിതം കൈവിട്ട് പോകും. ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്, ജസ്റ്റ് ലീവ് ഇൻ യുവർ പ്രസൻറ്റ്. ആൻഡ് എന്തൊക്കെയാണോ നിങ്ങളുടെ കർമ്മ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. ജസ്റ്റ് ഒരിക്കലും അതിൻ്റെ വരാൻ പോണ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കരുത്. ജസ്റ്റ് ഡു ഇറ്റ് പീസ്ഫുള്ളി, ഹാപ്പിലി, പോസിറ്റീവ്ലി, വിത്ത് ഓൾ ബ്ലെസ്സിങ്സ് ഫ്രം ഓൾമൈറ്റി. ഓക്കെ, വൺ മെയിൻ തിങ് യു ഡു വെൻ യു ഫീൽ വെരി ലോ? എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്നുള്ളതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ഡയറ്റ് കോൺഷ്യസ് ആണ്. പിന്നെ ചില സമയത്ത് ഗൈസ് നല്ല ഫുഡ് കഴിച്ചാലും ഷിൻചാൻ കണ്ടാൽ പോലും മനസ്സ് നിയന്ത്രണത്തിൽ നിൽക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ പോയിരുന്ന് കരയും. എനിക്കത് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് സത്യം പറഞ്ഞാൽ. എനിക്ക് അതാണ് ഒന്നും കൂടി ഇഷ്ടം. ഒരാളോട് കിടന്ന് നമ്മളുടെ എന്താ പറയുക കാര്യങ്ങൾ വെട്ടി വിളമ്പണേക്കാട്ടും നല്ലത്, ഏറ്റവും നല്ല കാര്യം അതാണ്.
it's not that God is going to change your situation. It's that he will hear you. At least he will give you courage to handle your situation. അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. കാരണം കുറച്ച് നമുക്കൊരു സ്ട്രെങ്ത് തരും. ആൻഡ് ഹി വിൽ ടീച്ച് യു വൈ ദിസ് ഇസ് ഹാപ്പനിങ്. ബിക്കോസ് എന്തൊക്കെ പോയാലും അത് നമ്മുടെ ഫ്യൂച്ചറിൽ എന്തോ ഒരു മാറ്റം വരുത്തണം. ചൈൽഡ്ഹുഡ് ക്രഷ്. ആക്ച്വലി എനിക്ക് റിയൽ ആയിട്ടൊരു മനുഷ്യനോട് ക്രഷ് തോന്നണേക്കാട്ടും മുമ്പ് ക്രഷ് തോന്നിയത് എന്താ പറയുക, സെലിബ്രിറ്റിയോടാണ്. ഹിന്ദിയിൽ എനിക്ക് അന്നും ഇന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇമ്രാൻ ഹാഷ്മി. യെസ്, ഹീ ഈസ് സോ റൊമാൻറ്റിക്. നോട്ട് ഇൻ എ മറ്റേ വേ. ഏത് സിനിമയും ഇമ്രാൻ ഹാഷ്മിയുടെ എടുത്ത് നോക്കിക്കോ, ഹീ ഈസ് സോ ഡെഡിക്കേറ്റഡ് ടു ഹിസ് ഗേൾ ഇൻ ദാറ്റ് മൂവി. എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ഹീസ് എ ഗ്രീൻ ഫ്ലാഗ് ഫോർ ഹിസ് പാർട്ട്ണർ ഇൻ ഈച്ച് മൂവി. കെ എന്താ പറയുക, പാടിയ സോങ്സാണ് മിക്കതും. ആൻഡ് ഇമ്രാൻ ഹാഷ്മിയുടെ മൂവീസിലുള്ള പാട്ട് ക്രേസിയാണ് ബ്രോ. ഇപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റ് ഫുൾ ഇമ്രാൻ ഹാഷ്മിയുടെ മൂവീസിലെ തന്നെയായിരിക്കും മിക്കതും. അതിൽ കുറച്ച് മാത്രം അവിടുത്തെ ഇവിടുത്തെ നടുക്കി കിടപ്പുണ്ടെന്നല്ലാണ്ട് എനിക്ക് എപ്പോഴും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്കത് തന്നെ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമ്രാൻ ഹാഷ്മിയുടെ ഏത് മൂവി വന്നാലും ഞാൻ കാണാറുണ്ട് കേട്ടോ. അത് ഫ്ലോപ്പ് ആവോ എന്താവോ ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില പാട്ട് ഞാൻ എന്താ പറയുക നല്ല കുട്ടിയായിട്ട് സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്. ചില ഞാൻ കാണാറുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ. 10th ആൻഡ് +2 റിസൾട്ട് പറയും. ഓക്കെ, 10th എനിക്ക് 90% ഉണ്ടായിരുന്നു. 12th ചോദിക്കണ്ട ഗൈസ്. ദാറ്റ് ഇയർ വാസ് ട്രോമ ഫോർ മീ. എനിക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും പറയണ്ട. ബട്ട് യെസ്, എനിക്ക് ആക്ച്വലി ഞാൻ പണ്ട് മുതലില്ലേ പഠിക്കാറുണ്ടായിരുന്നത് മമ്മിയെ ഇമ്പ്രസ് ചെയ്യാനായിട്ടായിരുന്നു. ആൻഡ് എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവുമായിരുന്നു ഗൈസ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് റിസൾട്ടിനൊക്കെ പോകുമ്പോൾ ടീച്ചർമാരൊക്കെ മമ്മിയോട് പറയണതൊക്കെ നല്ല സ്റ്റുഡൻ്റാണ്. ഞാൻ ബ്രാഗ് ചെയ്യല്ല, ബട്ട് യെസ്, അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആൻഡ് ഒരു അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ആയിരുന്നല്ല, ആയിരുന്നു, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ പറയുക, ഞാൻ കാരണമല്ല, വല്ലവരോ കാരണം എനിക്ക് തലവിരിപ്പ് വന്ന്. ആൻഡ് എൻ്റെ പ്രായം തന്നെ ഒരു ടീനേജറാണ് ഗൈസ്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട്. എൻ്റെ 12ലെ മാർക്ക് നല്ലോണം കുറഞ്ഞു പോയി. ഇപ്പം ഞാനത് ഇരുന്ന് ആലോചിക്കും, എനിക്ക് നല്ലോണം പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈശ്വര. ആസ് ആൻ എൽഡർ സിസ്റ്റർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടീനേജേഴ്സിന് എന്ത് ഞാൻ പറഞ്ഞു കൊടുക്കണം എന്നാണ്. കാരണം അവർ ചെയ്യാൻ പോണത് അവർക്ക് തോന്നിയത് തന്നെയായിരിക്കും, ഒരു കാര്യവുമില്ല. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കൊടുങ്കാറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ. ബിക്കോസ് 10 years later ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോണ പഠിത്തവും ഇപ്പം നിങ്ങൾ ചെയ്യണ സ്ട്രഗിൾ ഫോർ യുവർ സ്റ്റഡീസ് വിൽ ഗീവ് യു എ ബ്യൂട്ടിഫുൾ ലൈഫ് ആൻഡ് സിക്യോർ ലൈഫ് ഫോർ ഷുവർ. നമ്മളെ ചിലപ്പോൾ ഫ്രണ്ട്സ് കഴിയൊഴിയും, നമ്മളെ ചിലപ്പോൾ സിബ്ലിങ്സ് കഴിയൊഴിയും, എന്തിന് നമ്മളെ ചിലപ്പോൾ പാരൻസ് വരെ നമ്മുടെ കൈയൊഴിഞ്ഞിരിക്കും. ബട്ട് യുവർ കരിയർ വിൽ ബി യുവർ ബെസ്റ്റ് സ്ട്രെങ്ത്. ദാറ്റ് വിൽ ഹാവ് യുവർ ബാക്ക് ഫോർ എവർ. ദാറ്റ്സ് ഫോർ ഷുവർ. എൻ്റെ എക്സ്പീരിയൻസ് ഗൈസ് ഞാൻ പറയാം. ഒബ്വിയസ്ലി നമുക്ക് വിവരമില്ലെങ്കിൽ ഏത് ഫീൽഡിലും നമ്മൾ എന്ത് ചെയ്യും. സോ വി ഷുഡ് ഹാവ് വിവരം, മനസ്സിലായാം. സോ യെസ്, നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് അടിച്ചു പൊളിച്ചോ, എൻജോയ് ചെയ്തോ. പക്ഷെ പഠിത്തം അത് പ്രയോറിറ്റി ആയിരിക്കണം ഗൈസ്. അത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കണതിൻ്റെ ഒപ്പമല്ലേ ബാക്കി ചെയ്യണം, അതുപോലെ തന്നെ ശ്വാസം വലിക്കണ പോലെ തന്നെ ഇമ്പോർട്ടൻസ് പഠിത്തത്തിന് കൊടുക്കണം. അത് കഴിഞ്ഞ് സൈഡ് ബൈ സൈഡ് നിങ്ങൾ എന്തും ചെയ്തു, ബട്ട് ഡെയിലി അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിത്തത്തിലേക്ക് മാത്രം കൊടുക്കുക. എക്സെപ്റ്റ് യുവർ ട്യൂഷൻ ആൻഡ് സ്കൂൾ. എന്ത് വിചാരിച്ച് സ്കൂളിൽ പോയി 2 മണിക്കൂർ പഠിക്കാനാണെന്ന് ഞാൻ പറഞ്ഞത്? നോ, ടീച്ചർമാരെ കൊണ്ട് തന്നെ അടുപ്പിക്കുക നിങ്ങൾ. പക്ഷേ യെസ്, വീട്ടിലായാലും നിങ്ങൾ സിൻസിയർലി 1 മണിക്കൂറെങ്കിലും പറ്റുമോ, നിങ്ങളും പഠിത്തവും മാത്രം. വേറെ ആരും പഠിപ്പിക്കണതോ ടീച്ചർ പഠിപ്പിക്കണതല്ല ഞാൻ പറയണത്. നിങ്ങളും നിങ്ങളുടെ ബുക്സും മാത്രമായിട്ടുള്ളത്. അതായത് നോവൽ അല്ല, പഠിത്തം മീൻസ് പഠിത്തം, നോളജ് കിട്ടണ പോലത്തെ ബുക്സ്. ഓക്കെ, വൺ തിങ് ദാറ്റ് മേഡ് യു എംബാരസ്ഡ് ഇൻ 2025. എംബാരസ്ഡ് അല്ല, പക്ഷേ എനിക്ക് എപ്പോഴും ഗിൽട്ട് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഗൈസ് വരുത്തിയേക്കണം. വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ പറഞ്ഞു. അൺപെയ്ഡ് തെറാപ്പിസ്റ്റാണ് പോലും. എന്നാൽ പേ ചെയ്ത് തുടങ്ങി എനിക്ക് കുറച്ച് വരുമാനം കിട്ടട്ടെ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷം നന്നായിട്ട് തോന്നും. പക്ഷേ ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആയിക്കോ. മൈ ഗോഡ്, ഞാൻ എന്താ ഇങ്ങനെ കാണിക്കണേ. എംബാരസ്ഡ് ആയിട്ടില്ല, ഞാൻ ഗിൽട്ടിൽ കുറേ പ്രാവശ്യം മുങ്ങിയിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി, ഹാപ്പി ന്യൂ ഇയർ. ജനുവരി പകുതിയായി, ഇപ്പോഴെനിക്ക് ന്യൂ ഇയർ. എന്തുകൊണ്ടാണ് യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആവാത്തേ? വി മിസ് യുവർ വ്ളോഗ്സ് ആൻഡ് ഗ്ലോ അപ്പ് റൂട്ടീൻ. കൺസിസ്റ്റൻ്റ് ആവാത്ത എന്തെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ നാട്ടിലായിരുന്ന സമയത്തില്ലേ, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുമായിരുന്നു. അത് നിങ്ങൾക്കറിയാം. എന്നെ ഒരു 4-4.5 കൊല്ലം എൻ്റെ അയൽവക്കക്കാരെന്നെ കണ്ടിട്ടില്ല ഗൈസ്. ആൻഡ് ഇൻഫാക്ട് അവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നവർക്ക് അവരുടെ വിചാരം മമ്മിയും പപ്പ ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടേ ആ വീട്ടിലുള്ളൂ. മോളുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് അവർ കണ്ടിട്ടില്ല.
അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ഹാർട്ട് അങ്ങോട്ട് ഇങ്ങനെ വച്ച് എൻ്റെ മനസ്സ് ഫുൾ ഇങ്ങനെ കൊടുത്തും കൊണ്ടാണ് ഗൈസ് ഞാൻ ജോലി ചെയ്തിരുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് വെരി വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എനിക്ക് ആ സമയത്ത് എന്താ പറയുക പൈസ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആയിട്ടുള്ളതിലായിരുന്നു. എനിക്ക് ജോലി ഭയങ്കര ഇഷ്ടവുമായിരുന്നു. ഞാനൊരു ജോലിയെ പോലെ തന്നെ അത് നന്നായിട്ട് ചെയ്യുമായിരുന്നു. ഞാൻ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുമായിരുന്നു. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് റെഗുലർലി. സോ എൻ്റെ അയൽവക്കക്കാർക്ക് കാണാനേ കിട്ടിയിട്ടില്ല. അവരിങ്ങനെ മമ്മിയും പപ്പയും കാണുമ്പോൾ ചോദിക്കുകയും ചെയ്യും, മോളെ കാണാറേ ഇല്ലല്ലോ. അവർക്ക് വീഡിയോസ് വഴിയാണ് മനസ്സിലാവണം എൻ്റെ മുഖം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായി മാറിയതായിരുന്നു. സോ ഇവിടെ വന്നിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ചേഞ്ച് ആയിപ്പോയി ഗൈസ്. ഞാൻ ഒരു ആവേശത്തിൽ ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഗിൽട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല, നെവർ നഹി. പക്ഷേ എനിക്ക് അറിയായിരുന്നു ദാറ്റ് ഐ ഹാവ് ടു മാനേജ്, ഐ വിൽ ബി അലോൺ ടു മാനേജ് എവറിഥിങ്. റെസ്പോൺസിബിലിറ്റി എല്ലാം എൻ്റെ ആയിരിക്കും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി ഗൈസ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് പീസ്ഫുൾ ഫീൽ ചെയ്യായിരുന്നു. ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആദ്യം എനിക്ക് തന്നെ കുറച്ച് മാസം എനിക്ക് പിടിച്ചു റിയലൈസ് ചെയ്യാനായിട്ട് ദാറ്റ് ഞാൻ ശരിക്കും ഗുജറാത്തിൽ വന്നു എന്നുള്ളത്. കംപ്ലീറ്റ് ഒരു പെട്ടെന്നൊരു എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുന്നു ഗൈസ്. നാട്ടിൽ ഇത്രയും കൊല്ലം നിന്ന്, അതുപോലെ ചെറുപ്പം മുതലേ എന്താ പറയുക വീട്ടുകാർ വച്ചുവിളമ്പി തീറ്റയ്ക്ക് തന്നും എല്ലാം മിക്ക കാര്യങ്ങളൊക്കെ അവരെന്നെ നോക്കുമായിരുന്നു. എനിക്കൊന്നും നോക്കണ്ടായിരുന്നു. സോ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നണേ, ഭയങ്കര പാടായിരുന്നു കേട്ടോ. സോ ഞാൻ എൻ്റെ പീസ്ഫുൾ മോഡിൽ പോകും ഗൈസ്. എനിക്ക് കുറച്ച് ടെൻഷൻ വരും, കാരണം ഇതൊന്നും ഈസി അല്ല. ഒരു എന്താ പറയുക റെൻറ്റിൽ താമസിക്കുക എന്നുള്ളതും അത് ഒറ്റയ്ക്കെല്ലാം നോക്കുക എന്നുള്ളത്. ബിക്കോസ് എല്ലാം എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, മനസ്സിലായ? അപ്പോൾ എന്താ പറയുക റെൻറ്റിലെ റെൻറ്റൽ ഹൗസിൻ്റെ ഓണേഴ്സായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമൊക്കെ അതൊക്കെ എൻ്റെയാണ്. സോ ഞാൻ ഒരു എന്താ പറയുക ഇടയ്ക്ക് ഒരു ടെൻഷൻ മോഡിലോട്ട് പോകും. ദെൻ വാട്ട് ഐ വാസ് ഡൂയിങ് ദാറ്റ് ഐ വാസ് ഫോക്കസിങ് എൻ്റെ വീടിനെ നന്നായിട്ട് വയ്ക്കുക, എൻ്റെ 3 നേരത്തെ ഫുഡ് നോക്കുക. വളരെ എക്സ്ട്രീം ലെവലിലെ മീ ടൈം മോഡിലോട്ട് ഞാൻ പോയി ഗൈസ്. എനിക്ക് വീഡിയോസ് ഇടണം എന്നുണ്ട്, പക്ഷേ ആ സമയം എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന് ഒരു 6 months ആയപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക വീട് ആക്ച്വലി പുതിയ വീട് മേടിച്ചു. നമ്മൾ താമസിക്കണത് വളരെ ലേറ്റായി. കാരണം ഇവിടെ വീട് മേടിച്ചു, പക്ഷെ കുറേ കാര്യങ്ങൾ എൻ്റെ നാട്ടിലായിരുന്നു ഇപ്പോഴും. അതൊക്കെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കിയാലേ നമുക്ക് നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നണേ ഗൈസ്? അതിനൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നേക്കാൻ പറയുമ്പോൾ ഓരോരോ കാര്യത്തിന് സാധാരണ എന്താ പറയുക വലിയ ആൾക്കാർ നടക്കേണ്ടതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒട്ടും പ്രഷർ എൻ്റെ പാരൻസിന് കൊടുത്തിട്ടില്ല, ഒരു കാര്യത്തിനും ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ വന്നപ്പോൾ എന്താ പറയുക റെൻറ്റൽ ഓണറായിട്ടുള്ള അഗ്രിമെൻറ്റ് ഇതൊക്കെ ഒറ്റയ്ക്ക് ഞാനായിരുന്നു. പിന്നെ ഞാൻ വേറെ റെൻറ്റ് ഹൗസിലേക്ക് പോയി, അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട് ചെക്ക് ചെയ്യാൻ വരും. അവരുടെ വൈഫാണ് വന്നത്, അതൊന്നും സീനില്ല. ഇവിടെ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല നമുക്കങ്ങനെ പേടിക്കണം, അങ്ങനെ പ്രശ്നം. പക്ഷെ അവർ നോക്കാൻ വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എന്താ പറയുക ഇങ്ങനെ റിംഗ് ലൈറ്റൊക്കെ ഇരിക്കുക. അപ്പോൾ അവരിങ്ങനെ കൂടുതൽ ചോദിച്ചു തരും. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കിങ്ങനെ കൂടുതൽ ഒരാളുടെ പ്രൈവസിയിലോട്ട് ഇൻവേഡ് ചെയ്യണ കാര്യം എനിക്ക് കണ്ണെടുത്താൽ കാര്യം. സോ യെസ്, അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ദാറ്റ് വീട് മേടിക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ മമ്മിയോട് പറഞ്ഞത്. അപ്പോൾ മമ്മി പറയുകയും ചെയ്തു ദാറ്റ് മമ്മി സ്വയം എന്നോട് പറയാതിരിക്കായിരുന്നു, ഈ വാടക കൊടുക്കണതിന് വീട് മേടിക്കുക, അതായിരിക്കും ബെറ്റർ. ആൻഡ് ആക്ച്വലി ഞാൻ അത്യാവശ്യം നല്ലോണം സേവിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ആൻഡ് ദാറ്റ് വാസ് റിയലി ഇനഫ് ഫോർ മീ ഈ ഒരു വീട് മേടിക്കാനായിട്ട്. ഞാൻ കാരണം എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ചിലവും ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലക്ഷറി ആയിട്ടോ ലാവിഷായിട്ട് കറക്കവും ഇതൊന്നുമില്ല. അതൊക്കെ എൻ്റെ സേവിങ്സ് ലെവൽ. എൻ്റെ ലൈഫേ അങ്ങനെ ഭയങ്കര മതിമറന്നിട്ട് അങ്ങനെ ആയിട്ടുള്ളതല്ല. ഞാൻ ശരിക്കും ചെയ്യും. ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കംഫർട്ട് ലൈഫ് എനിക്ക് വേണം. ദാറ്റ് ഡസൻറ്റ് മീൻ ഐ വോണ്ട് ലക്ഷറിയസ് ലൈഫ്. യെസ്, ലക്ഷറി കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് ദാറ്റ് എൻ്റെ ഓരോ സെക്കൻഡും കംഫർട്ടബിൾ ആയിരിക്കണം. അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാണ് വീട് മേടിക്കണ കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. ആ സമയത്ത് വീട് നോക്കണ കാര്യത്തിൽ മമ്മിയും പപ്പയും വന്നിട്ടുണ്ടായിരുന്നു, ഏത് വീട് നോക്കണം എന്നുള്ളത്. പക്ഷേ വീട് നോക്കി നമ്മൾ ആദ്യം കുറച്ച് അഡ്വാൻസ് പേ ചെയ്യണം. ആ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ മമ്മിയും പപ്പയും നാട്ടിലേക്ക് പോയി. കാരണം അവരുടെ ടിക്കറ്റ് ആയി, അവരാകെ ഒരു 15 ദിവസത്തേക്കേ വന്നോളൂ. അപ്പോൾ ലാസ്റ്റ് 3 daysലെങ്ങാണ് നമ്മൾ വീട് ഉറപ്പിക്കണം, മനസ്സിലായ? അപ്പോഴാണ് എനിക്ക് ഈ വീട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും ബിൽഡർ ഇങ്ങോട്ട് വരണം നമുക്ക് ആ ഒരു എന്താ പറയുക അഡ്വാൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക അതിന് ഞാൻ നടക്കണം. അത് കഴിഞ്ഞ് ഓരോ പേപ്പർ റിലേറ്റഡ് കാര്യങ്ങളൊന്നും നിസ്സാരമല്ല ഗൈസ്. നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുമ്പോൾ അറിയാം എൻ്റെ അമ്മോ എന്തോരം അതിന് വേണ്ടി നടക്കണം എന്നറിയാമോ.
ഒരു ദിവസം പോലും കിട്ടില്ല. എനിക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നാളെ ഇനി എന്താണ്, നാളെ ഞാൻ എക്സൈറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഒരുമാതിരി പോളന്നു ഓക്കെ എക്സൈറ്റിംഗ് ആയിരുന്നു ആക്ച്വലി. ഞാൻ ഒരുമാതിരി ഇതൊക്കെ നല്ലൊരു എന്താ പറയുക മെച്യൂർഡ് വേയിലാണ് എടുത്തത്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഞാൻ ശരിക്കും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അഡൾട്ടിങ് ഞാൻ ശരിക്കും ഫീൽ ചെയ്തുകൊണ്ടായിരുന്നു എന്താ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ സമയം പോയി ഗൈസ്. നമുക്കറിയാം പുറകയിൽ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുറ്റവുമില്ല. എനിക്കിങ്ങനെ കമൻറ്റിൽ വന്ന് പറയാൻ താല്പര്യമില്ലായിരുന്നു ഗൈസ് ദാറ്റ് ഐ ആം ഡൂയിങ് ദിസ്, ഐ ആം ഡൂയിങ് ദാറ്റ്. അതിനകത്തൊരു സെൻസ് ഇല്ല. അതിലും വന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയണമായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിനെ ഒന്ന് പുട്ട് ടുഗെദർ ആക്കുകയായിരുന്നു. ബിക്കോസ് ഐ വാസ് ലൂസിങ് മൈ സെൽഫ് വൈൽ ഐ വാസ് ഡൂയിങ് മൈ വർക്ക് ടു ബി ഓണസ്റ്റ്. പക്ഷേ ഇപ്പോൾ ആൻഡ് ഇവിടെ വന്നതിന് ശേഷം ഐ വാസ് ലൂസിങ് മൈ വർക്ക് വൈൽ ഐ വാസ് എന്താ പറയുക എന്നെ പുട്ട് ടുഗെദർ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വർക്കിനെ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ദാറ്റ് ഈതർ ഐ ക്യാൻ ഫോക്കസ് ഓൺ മൈ സെൽഫ് ഓർ മൈ വർക്ക്. പക്ഷേ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് പണ്ടത്തെക്കാട്ടും ബെറ്ററായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക റെഗുലറായിട്ട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. സോ ഇപ്പം ഞാൻ പതുക്കെ പഠിച്ചു വന്നിട്ടുണ്ട് ദാറ്റ് ഹൗ ടു മാനേജ് ബോത്ത് ആൻഡ് ഐ ആം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഗൈസ്. അതുകൊണ്ടായിരുന്നു വീഡിയോസ് റെഗുലർലി ആയിട്ട് വരാണ്ടിരുന്നത്. ബിക്കോസ് ഓരോ ടെൻഷൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മീ ടൈം വേണം. ബിക്കോസ് എനിക്ക് എന്താ പറയുക ഇതിൻ്റെ ഇടയ്ക്ക് സ്ട്രെസ്സ് കൂട്ടി എൻ്റെ ഹെൽത്ത് കളയാൻ ഒരു താല്പര്യവുമില്ല. യുനോ എല്ലാം ഡിസിഷൻ എൻ്റെ ലൈഫിലെ ഞാൻ എൻ്റെ കയ്യിലെടുത്തു തുടങ്ങി. സോ നമ്മൾ എന്താ പറയുക ബാക്കിയുള്ളവരുടെ തലയിലേക്ക് നമ്മളുടെ ലൈഫിന് റെസ്പോൺസിബിലിറ്റി ഇടൽ നിർത്തുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് കുറച്ച് ഹെവി ആവും. ബട്ട് ദാറ്റ്സ് റിയലി ഗുഡ് ഫോർ യു. ട്രസ്റ്റ് മീ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴേ കുഞ്ഞിടാവാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാൻ പോവല്ലേ. എന്നെ കണ്ട് വീടൊന്നും മാറി നിൽക്കല്ലേ കേട്ടോ. നോ, ഡോണ്ട് ഡു ദാറ്റ്. കുറച്ച് നിങ്ങൾ വലുതാവും എന്നിട്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ഇപ്പോൾ ഫോർ നൗ ഐ ക്യാൻ സീ ദാറ്റ് ഫൈനലി ഞാൻ രണ്ടും മാനേജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ് ലൈഫ് ഗൈസ്. ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് വെച്ചിട്ട് ഐ എം റിയലി ഹാപ്പി. വി മിസ് യുവർ വ്ളോഗ്സ് ആൻഡ് ഗ്ലോ അപ്പ് റൂട്ടീൻസ്. ഐ നോ ഗ്ലോ അപ്പ് റൂട്ടീൻ എന്ന് പറയാൻ ഞാൻ ശരിക്കും ഗ്ലോ അപ്പേ ചെയ്യാറുണ്ടായിരുന്നില്ല ഗൈസ്. എനിക്ക് എത്ര നാളായെന്നറിയാമോ ഫേസ് മാസ്ക്. ഇപ്പം ഞാൻ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യണം. നിങ്ങൾ കണ്ടില്ലേ ന്യൂ ഇയറിൽ മറ്റേ ചാനലിൽ ഷോർട്ട് വീഡിയോയിൽ. ഞാൻ അതിന് മുമ്പൊക്കെ ഞാൻ ഹെയർ മാസ്ക് സമയത്തിന് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര കൂടെ ഹെയർ മാസ്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഹെയർ ഒന്നും അല്ലാട്ട് ഇത്. എല്ലാ കാലത്ത് ഞാൻ ചെയ്യും ഹെയറിൻ്റെ ക്വാളിറ്റി നന്നായിട്ടിരിക്കാൻ. പക്ഷേ എനിക്ക് അതിനൊന്നും സമയം കിട്ടില്ല. ഭയങ്കര മീ ടൈം സമയം കിട്ടില്ല. സ്കിന്നിൻ്റെ ഹെയറിൻ്റെ കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെയിലി കുറച്ച് നേരത്തെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കെയർ ചെയ്യുന്നല്ലാണ്ട് ഭയങ്കര എക്സ്ട്രീം ലെവലിൽ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോഴായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇടാറുണ്ടായിരുന്നത്. ആക്ച്വലി വേണമെങ്കിൽ പറയാം വീഡിയോന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. ബിക്കോസ് ഒബ്വിയസ്ലി എൻ്റെ ജോലി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഐ കാൺ ലിവ് ഇറ്റ്. നെവർ. നോ, എനിക്കത് പറ്റില്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളായിട്ടുള്ള കണക്ഷൻ വളരെ ജെന്യൂനാണ് എനിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പോൾ വി ആർ ഗെറ്റിംഗ് മോർ ക്ലോസ് ടു ഈച്ച് അതർ. ഐ ഫീൽ ലൈക്ക് നമ്മളിപ്പോൾ ഞാൻ നിങ്ങളൊരു ഓഡിയൻസ് ആയിട്ടല്ലേ കാണുന്നത്. സത്യം എനിക്ക് അങ്ങനെ പറയണത് കൂടി ഇഷ്ടമല്ല. ഗൈസ് മമ്മിയോട് ഞാൻ എപ്പോഴും പറയും, മമ്മി അറിയാം ഗൈസ് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ഗൈസ് ഇങ്ങനെ കമൻറ്റ് അങ്ങനെ മമ്മിയാണ് ഗൈസ് എന്നാണ് നിങ്ങളെ പറയണത്. അതുപോലെ നിങ്ങൾക്ക് എന്നോടുള്ള കണക്ഷനും അങ്ങനെയാണ്. സോ അത് എനിക്ക് എന്താ പറയുക മിസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം എനിക്കത് പറ്റില്ല. എനിക്കിനി നിങ്ങളെ വിട്ടൊരു കളിയില്ല. ഇനി അനുഭവിച്ചു. അപ്പം ഡോണ്ട് വറി, ഇനി ബാക്ക് ടു ബാക്ക് റൂട്ടീനായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എം ബി എ വരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് MBA ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കമൻ്റ് ആണ് ഹേ പ്രിറ്റി ഹായ്. നെക്സ്റ്റ് ആണ് നാട്ടിലെ റാണി ഡോഗ് എന്തിയെ അവിടെ ഉണ്ടോ മിസ് ചെയ്യുന്നു. അതാ ഓക്കെ, ഇത് ഭയങ്കര ഒരു ഹാർഡ് ക്വസ്റ്റ്യനാണ് ഗൈസ്. റാണി ഇപ്പോഴും ഉണ്ട്. ഹാർഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് മീൻസ് ലൈക്ക് ഞാൻ ഭയങ്കര മിസ് ചെയ്യാൻ. ഞാൻ നിങ്ങളുടെ എപ്പോൾ കമൻറ്റ് വരില്ല അവളുടെ റിലേറ്റഡ് എൻ്റെ കണ്ണ് നിറയും കേസ്. ഓരോ കമൻറ്റ് വരുംതോറും നിങ്ങൾ വിചാരിച്ചു അതെന്താ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാലേ, ഞാനിവിടെ വന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് റാണിയെ ഒരു സ്ഥലത്താക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ മമ്മിയും പപ്പയും വീണ്ടും വന്നിരുന്നു. റാണി ആ സമയത്ത് ആ അങ്കിളുടെ വീട്ടിലായിരുന്നു കേട്ടോ. നമുക്ക് പരിചയമുള്ള ഒരു അങ്കിളാണ്. അവിടെ ആക്ച്വലി ഒരു റാണിയുടെ ചെറിയ വെർഷൻ ഉണ്ട് അവിടെ ഓൾറെഡി. റാണി ഭയങ്കരമായിട്ട് അതിൻ്റെ കൂടെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താ അവൾ ഭയങ്കര സൈലൻ്റ് ആയി പോണു. മനസ്സിലായ? മേ ബി അവൾ മറ്റേ ഡോഗിനോട് ഭയങ്കര അറ്റാച്ചായി
മീൻസ് ദാറ്റ്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ മമ്മിക്കും പപ്പയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. സോ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ എപ്പോഴും അവിടെ കൊണ്ടുപോയി വയ്ക്കുക തിരിച്ചു കൊണ്ടുവരിക. സോ റാണിയുടെ കൂടില്ലേ അത് സഹിതം നിന്നെ കൊടുത്തു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദാറ്റ് റാണിയെ കൊടുത്തു എന്നുള്ളത്. ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് ഗൈസ് അറിയണേ. എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി, ഞാൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് റാണി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ നമ്മുടെ റാണി എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനത്തെ ഒരു ഹോംലി എന്ന് പറഞ്ഞാൽ അവൾ ഫ്രണ്ട്ലി ഒക്കെയാണ്, പക്ഷെ അവൾ ഹോംലി അല്ല. ഹോംലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം അങ്ങനത്തെ ഒരു പട്ടിയല്ല നമ്മുടെ റാണി. നമ്മുടെ റാണി എങ്ങനെയാണ് വീടിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടണ കൈൻഡാണ്, മനസ്സിലായ? പക്ഷെ എനിക്കിതാണ് ഇഷ്ടമില്ലാത്തത്. അപ്പം നമ്മുടെ റാണി എങ്ങനെയാണ് വീടിൻ്റെ ചുറ്റും ഓടി ചാടി അങ്ങനെ കളിക്കണ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. സോ അവളെ ഇങ്ങോട്ട് കൊണ്ട് നമുക്ക് ഫ്ലാറ്റിലിടാൻ പറ്റില്ല ഗൈസ്. ആൻഡ് ഇവിടെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി അവൾക്ക് ഓടാൻ ചാടാൻ പറ്റും അങ്ങനത്തെ ഒരു പരിസരം നഹി. നമ്മൾ ഇൻഫാക്ട് അവളുടെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമല്ലോ 6 months എങ്ങാണ്ട് കൂടുമ്പോൾ. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട, അവൾക്ക് ചിലപ്പോൾ ഇവിടുത്തെ ഗുജറാത്തിലെ കാലാവസ്ഥ പെട്ടെന്ന് പറ്റില്ലെന്ന്. സോ കോൺക്ലൂഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവളുടെ നല്ലതിനാണ്. ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടിരുന്നതും അവളെ വേറൊരു വീട്ടിലേക്ക് ആക്കിയത്. കാരണം പപ്പയ്ക്കും മമ്മിക്കും ഇപ്പോൾ ഏജ് ആയി തുടങ്ങി ഗൈസ്. അവർക്ക് റാണിയുടെ ഇതും പറഞ്ഞുകൊണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അവർക്ക് അവരുടെ ലൈഫേ നോക്കാൻ പറ്റണില്ല. ഞാനുണ്ടായിരുന്നപ്പോൾ ഞാനൊരു ഇതായിരുന്നു. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ആൻഡ് റാണിയും മറ്റങ്കിളുടെ വീട്ടിലായപ്പോൾ ഇപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം കിട്ടി. പ്ലീസ് ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ദാറ്റ് വി ആർ ബീങ് സെൽഫിഷ് വിത്ത് ദിസ്. അങ്ങനെയല്ല, എല്ലാവരുടെയും ഒരു നല്ല ഒരു ഇത് നോക്കിയിട്ടാണ് ഇത് ഡിസൈഡ് ചെയ്തത്. ആക്ച്വലി അത് കഴിഞ്ഞപ്പോൾ മമ്മിയും പപ്പയും ഒരു ഡോഗിനെ മേടിക്കാൻ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സമ്മതിച്ചില്ല ഗൈസ്. നമ്മൾ നോ, ഇനി വരില്ല ആരും. വേണമെങ്കിൽ നമ്മുടെ റാണിയെ തിരിച്ചു കൊണ്ടുവന്നോ, പക്ഷേ ഇനി ആരെയും ഞാൻ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ബിക്കോസ് ഭയങ്കര പാടാണ് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കാനായിട്ട് ദാറ്റ് എന്താ പറയുക, അവരായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുക എന്നുള്ളത് നിസ്സാരമുള്ള കാര്യമല്ല. എൻ്റെ വീട്ടിൽ എനിക്കറിയാം ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിച്ചിരുന്നത് ഞാനാണോ? അതെ. പപ്പ ഭയങ്കരമായിട്ട് കെയർ ചെയ്യായിരുന്നെങ്കിൽ പോലും ഭയങ്കര വിഷമമുണ്ട് ഗൈസ് ഇപ്പോഴും. അവളെ ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കള്ളി അവളുടെ പുതിയ ഫ്രണ്ടിനെ ചൂസ് ചെയ്തു ഗൈസ്, നമ്മളെ വേണ്ടെന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ ആയിട്ട് ഷീ ഈസ് ഹാപ്പി ആൻഡ് ഷീ ഈസ് ഹാവിങ് എന്താ പറയുക അവളെ പോലത്തെ തന്നെ ഒരു ഫ്രണ്ട്. രണ്ടുപേരും ഒരേപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണാൻ പോയിട്ടില്ല ഗൈസ്. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. കാരണം അവളെ കണ്ടെന്ന് വെച്ചോ എനിക്ക് പിന്നെ അവിടെ നിന്ന് വരാൻ പറ്റില്ല, ഭയങ്കര പാടായിരിക്കും. പിന്നെ അവൾ നമ്മളെ കണ്ടതിന് ശേഷം വിഷമിക്കും. എന്തിനാണ് നമ്മൾ നമ്മുടെ സെൽഫിഷ്നെസ്സിന് നമ്മുടെ ആ കുറച്ച് നേരത്തെ സന്തോഷത്തിന് അതിനെ ഉപദ്രവിക്കണം? മമ്മിയും പപ്പയും പല പ്രാവശ്യം പറഞ്ഞ്, പക്ഷേ എനിക്കതിനുള്ള ധൈര്യമില്ല. ഇപ്പോൾ റാണിയുടെ കാര്യം മനസ്സിലായി, എന്നെ കരയിപ്പിച്ച ഭയങ്കര തോന്നണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ഐ എം ദ ഗേൾ ഹു മീറ്റ് യു. ഓക്കെ ആക്ച്വലി ഗൈസ് ഒരു കുട്ടിയെ കണ്ടിരുന്നു കേട്ടോ. ഞാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഏത് സിനിമയായിരുന്നു അത്? 1 minute ഞാൻ ആലോചിക്കട്ടെ. അയ്യോ, ഇപ്പോൾ നിവിൻ പോളിയുടെ ഒരു സിനിമ വന്നിട്ടില്ലേ, ഞാൻ മറന്നു. ഇതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നില്ല ഗൈസ്. ഞാൻ ആ റാണിയുടെ ഷോക്കിലോട്ട് പോയി, എൻ്റെ മൈൻഡ് അടിച്ചു പോയി. സോ യെസ്, അത് കാണാൻ പോയപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരുന്നു. ആൻഡ് ആൾ എൻ്റെ മുമ്പിലായിട്ട് ഇരുന്നിരുന്നത്. പെട്ടെന്ന് തിരയലും അയ്യോ ചേച്ചി പർപ്പിൾ ഞാൻ ഇപ്പുറത്തുള്ളവരൊക്കെ നോക്കി ഞാൻ എംബാരസ്ഡ്. വേണമെങ്കിൽ ഇത് പറയാം, 2025 എംബാരസ്മെൻറ്റ് മൂമെൻറ്റ് ഇതായിരുന്നു. നോട്ട് ഇൻ ദാറ്റ് വേ. ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തന്നെ സത്യം പറയാമോ, അപ്പോൾ പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് റിലീവ്ഡ്. എനിക്കെന്തോ എൻ്റെ തന്നെ ഒരു ക്ലോസ് ആളെ കണ്ട പോലെ ഒരു ഫീലാണ് കൊടുത്തത്. ഞാൻ കവളിൽ ഉമ്മയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. വാസ് നൈസ് മൂമെൻറ്റ്. കീർത്തന നാട്ടെ പേര്. ഹായ് കീർത്തന, എനിക്ക് ഓർമ്മയുണ്ട്. എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? സമാധാനത്തിന് വേണ്ടി. അപ്പം എനിക്കറിയാമായിരുന്നു ഞാനൊരു അമുൽ ബേബി എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ മൈ ഫാമിലി. ആൻഡ് എൻ്റെ ഏജ് കൂടുന്തോറും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. ആൻഡ് എനിക്ക് ഒട്ടുമേ ഒരു ഇതില്ല, എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, എൻ്റെ ലൈഫിലൊരു എയിം ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. പല കാരണങ്ങളുണ്ട്. ആ കൂടുതൽ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോവില്ല കേട്ടോ ഗൈസ്. ബിക്കോസ് സർഫേസ് ലെവലിൽ ഞാൻ പറയാം, ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് എനിക്ക് എന്ത് അച്ചീവ് ആയെന്ന് ഞാൻ പറയാം. ഒന്ന്, ഞാൻ റെസ്പോൺസിബിൾ ആവാൻ പഠിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ A to Z റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കണം. യെസ്, മമ്മി ചില കാര്യങ്ങളൊക്കെ എന്നെ ഓർമ്മിപ്പിക്കും, ദാറ്റ്സ് ഫോർ ഷുവർ. മമ്മി നന്നായിട്ട് എന്നെ എന്താ പറയുക ഫിനാൻസ് കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മമ്മി കോമേഴ്സ് ആയിരുന്നു. സോ ഞാൻ സയൻസ്. മമ്മി ഇവിടെ വന്ന് എൻ്റെ കൂടെയൊക്കെ നിൽക്കൂലായിരുന്നു. മമ്മി എനിക്ക് നല്ലോണം പറഞ്ഞു തന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളതൊക്കെ നന്നായിട്ട് എനിക്ക് മമ്മി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ യെസ്, ഞാൻ നന്നായിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പഠിച്ചു. നന്നായിട്ട് എൻ്റെ ഹെൽത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ എടുത്തു തുടങ്ങി. ദാറ്റ്
എൻ്റെ ഹെൽത്ത് നന്നായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഫുഡ് നോക്കണം എന്നുള്ളത്. സോ ആ ഒരു നമുക്ക് എന്താ പറയുക ഫ്രീഡം കിട്ടും. ഫോർ മീ പണ്ട് മുതലേ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേവറേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. എല്ലാവർക്കും ചിലപ്പോൾ എന്താ പറയുക വേണ്ട കാര്യം ആൻഡ് അവരുടെ റൈറ്റാണ് ഫ്രീഡം അല്ലേ. പക്ഷേ എനിക്ക് ഫ്രീഡം മീൻസ് എന്ന് പറഞ്ഞാൽ തോന്നിയാസം പോലെ നടക്കാന്നുള്ളതല്ല. ഫ്രീഡം ടു തിങ്ക്, ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻ, ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പണ്ട് മുതലേ എനിക്ക് എന്താ പറയുക ഭയങ്കര ബുദ്ധിയും വെളിവൊന്നും ഇല്ലാത്തപ്പോൾ മുതലേ എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. അതിൻ്റെ അർത്ഥവും ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ പോലും അങ്ങനെയായിരുന്നു. സോ ഇപ്പം അതുണ്ട്. പിന്നെ എന്താ പറയുക ഒറ്റയ്ക്ക് ലൈഫ് സുഖമാണ് ഗൈസ്. ആരും നമ്മളോടൊന്നും ചോദിക്കാൻ വരില്ല അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ അവർക്ക് പെർമിഷൻ കൊടുത്തില്ല. ആൻഡ് ഐ ആം വെരി സ്ട്രിക്റ്റ് അബൌട്ട് ദിസ് ദാറ്റ് അലോൺ ലൈഫിൽ ഞാൻ വളരെ ഡിസിപ്ലിനായിട്ട് സത്യം പറഞ്ഞാൽ കാലത്ത് 4 മണിക്ക് എണീറ്റിട്ട് പ്രൊഡക്റ്റീവായിട്ട് അങ്ങനെയൊക്കെ രാത്രി സമയത്തിന് കിടന്നുറങ്ങുക, ഇതൊക്കെ വളരെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നല്ല ഫ്രീലി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള നല്ല ഫുഡ് എനിക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വേണ്ട കാര്യങ്ങൾ എൻ്റെ എസെൻഷ്യൽസൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അവനവന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ബിൽസൊക്കെ നമ്മൾ പേ ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് ഗൈസ് ടു ബി ഓണസ്റ്റ്. So I will suggest you at some point of your life, when you will get adult, try to take your responsibility in your hands. You will be thankful to yourself, at least to your future self. പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ആടണ്ട, അത് പറയില്ല. ബി മെൻ്റലി പ്രിപ്പയർഡ് എന്തൊക്കെ സർക്കംസ്റ്റാൻസസാണ് വരാൻ പോണെന്നുള്ളത്. ബിക്കോസ് യെസ് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. ബട്ട് യെസ് എനിക്ക് സോളിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് ഇതാണ് എന്നെ കൂടുതലും ഗ്രോ ചെയ്യാനായിട്ട് ആക്ച്വലി ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ബാക്കി ആരുടെയും എന്താ പറയുക എൻ്റെ ഒരു ഡിസിഷനിൽ വേറെ ഒരാളുടെ ഇൻഫ്ലുവൻസ് ഇൻ്റർഫിയർ ചെയ്യില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജോബ് എന്താണെന്നുള്ളത് ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ, പക്ഷേ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ. അബൌട്ട് മാരേജ് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഗൈസ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ പറ്റി വീഡിയോ. ഓ മൈ ഗോഡ് യെസ്, മാനിഫെസ്റ്റേഷൻ അതിപ്പോഴൊന്നും അല്ല, പണ്ട് മുതൽ ഞാൻ വീഡിയോ ചെയ്യണം അതിനെക്കുറിച്ച്. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം അതിനെക്കുറിച്ച്. ഓക്കെ, എന്താ റെഗുലർ വീഡിയോ ചെയ്യാത്ത? പറഞ്ഞില്ലേ എന്താ ചെയ്യാത്തതെന്ന്. മഹതി മീ ടൈം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ ഓരോ സേഫ്റ്റി പിൻ മുതൽ ഒരു ഫ്രിഡ്ജ് വരെ സാധനങ്ങൾ മേടിക്കുക, അത് കഴിഞ്ഞിട്ട് 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അത് മാത്രമല്ല ലൈഫ് ആക്ച്വലി കുറേ കാര്യങ്ങളുണ്ട്. വി ഹാവ് ടു എന്താ പറയുക എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കുക. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ പറയണില്ല, ഇപ്പോൾ മനസ്സിലായില്ലേ ഏകദേശം. ഓക്കെ, നെക്സ്റ്റ് വൈ യു ആർ ലിവിങ് അലോൺ? ബിക്കോസ് ലിവിങ് അലോൺ ഈസ് ഗിവിങ് മീ പീസ്, സെൻസ് ഓഫ് mind, helps me stay positive, helps me to think with my own buddhi and വേറെ ഒരാളുടെ എന്താ പറയുക കൂടുതൽ ഇൻ്റർഫിയറൻസ് ഇല്ലാണ്ട് എനിക്ക് ഡിസിഷൻ എടുക്കാം. എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായത് എന്താണെന്നറിയോ ഗൈസ്, നമ്മൾ ഡിസിഷൻ അങ്ങോട്ട് എടുക്കുക, വല്ല തെറ്റ് വരികയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക, അത്രേ ഉള്ളൂ കാര്യം. കൂടുതൽ നമ്മൾ പേടിച്ച് എല്ലാവരോടും കിടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാം കിടന്ന് കുഴയും. ഫ്യൂച്ചർ പ്ലാൻ നോ, ഞാനൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാക്കുന്ന ആളല്ല. ഞാൻ പ്രസൻറ്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു, നോട്ട് എനി മോർ. കാരണം ഈ ഫ്യൂച്ചർ എന്നുള്ള സംഭവം ഞാൻ ഇങ്ങനെ ഭയങ്കര ഫ്യൂച്ചർ ആലോചിച്ച് വയറ്റിൽ ബട്ടർഫ്ലൈസ് കൊണ്ട് നടക്കും. അർത്ഥമില്ല ഇതിനകത്ത്. ഞാൻ വിചാരിക്കണത് പോലെയല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം എന്താണെന്നുള്ളത്. മേ ബി ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നോ. മാരേജ് ഓർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? സിംഗിളാണ്. ചേച്ചി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടോ? ഇസ് ഇറ്റ് വർക്ക്? യെസ് മാനിഫെസ്റ്റേഷൻ ഞാൻ ചെയ്യുന്നുണ്ട് ആൻഡ് വർക്കും ചെയ്യാനുണ്ട്. നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയ ബൈ ദ വേ ഇത്തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിക്കില്ല, വർക്കൊക്കെ അതിന് ശേഷം ഞാൻ എൻഡ് ഓഫ് ദ ഇയർ കാണിച്ചു തരാം കേട്ടോ. വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. ബിക്കോസ് ഇറ്റ് വിൽ ഗീവ് യു ക്ലാരിറ്റി അബൌട്ട് എന്ത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത്, നിങ്ങൾ ഏത് അച്ചീവ്മെൻറ്റ് വരെ എത്തണം എന്നുള്ളത്. വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു സംഭവം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ. വിഷൻ ബോർഡ് വർക്കാണെങ്കിൽ വിഷൻ ബോർഡ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ തന്നെ പറയാം. ആ സംഭവം കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് നടക്കുമോ അങ്ങനെ പേടിക്കരുത്. മറിച്ചും നിങ്ങൾ അതാണെന്നുള്ളത് ചിന്തിച്ചും കൊണ്ട് വേണം ജീവിക്കാൻ. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കണു ഇത്രയും മാർക്ക് എനിക്ക് അല്ലെങ്കിൽ സ്കോളർ ആവണം, എനിക്ക്
എൻ്റെ സ്കൂളിൽ. അപ്പം നിങ്ങൾ ഓൾറെഡി സ്കോളറായിട്ട് ബിഹേവ് ചെയ്യണം. നിങ്ങൾ ഫുൾ പഠിക്കാത്ത ഇതാണെങ്കിൽ പോലും നിങ്ങൾ സ്കോളറാണെന്ന് ചിന്തിച്ചുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. ആൻഡ് ശരിക്കും നോക്കിക്കോ, അത് വർക്കാവും. തന്നെത്താൻ പഠിക്കണം, നിങ്ങളെ തലയിൽ കയറി തുടങ്ങും. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ശരിക്കും വർക്ക് ചെയ്യണതാണ്. മാനിഫെസ്റ്റേഷൻ സംഭവമേ അതാണ്. സബ് കോൺഷ്യസ്ലി നമ്മൾ എന്താ പറയുക, ബിലീവ് ചെയ്യണതാണ് മാനിഫെസ്റ്റേഷൻ. അത് ശരിക്കും വർക്ക് ആവണതാണ്. ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഡെയിലി വ്ളോഗ് ചാനലായിട്ടായിരുന്നു. ഞാൻ ഡെയിലി ഇടുമായിരുന്നു. പക്ഷെ അതിനകത്ത് എന്താ പറയുക, ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി എന്ന് പറയൂലേ, അതായിരിക്കും വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ ലൈഫിൽ മിക്ക ദിവസങ്ങളും സെയിമാണ് ഗൈസ്. പക്ഷേ ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഫുഡ് ചാലഞ്ചസ് അതൊക്കെ എന്തായാലും റെഗുലർ ചെയ്യാനായിട്ടുള്ള എനിക്ക് നല്ല പ്ലാൻ ഉണ്ട്. ആൻഡ് ഐ വിൽ ഡൂ ദാറ്റ്. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഹൗസ് ഹോൾഡ് വർക്ക് ആൻഡ് എൻ്റെ പ്രൊഫഷണൽ വർക്ക് രണ്ടും ബാലൻസ് ചെയ്യാൻ ഞാൻ പഠിച്ചു. ചേച്ചിയുടെ റെഗുലർ സ്കിൻ കെയർ ഷെയർ ചെയ്യും. ഞാൻ ഷെയർ ചെയ്യണമെന്ന് കുറച്ച് നാളായി ഞാൻ വിചാരിക്കണം. അത് ഇപ്പോൾ റെഗുലർലി ഇപ്പോൾ എന്താ പറയുക, കോൺസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് അത് തന്നെ റെഗുലർലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇൻഫാക്ട് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എക്സ്പെരിമെൻ്റൽ ആവണില്ല. അൺടിൽ ആൻഡ് അൺലെസ് എന്താ പറയുക, ഭയങ്കര അങ്ങോട്ട് ഹൈപ്ഡ് ആൻഡ് അങ്ങോട്ട് തലകുത്തി മറക്കണ ഒരു പ്രൊഡക്റ്റ് ആവണ വരെ ഞാൻ ഒന്നും അങ്ങനെ കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാറില്ല, ടു ബി ഓണസ്റ്റ്. ആൻഡ് റിയലി മിസ്സിങ് യുവർ ഓൾഡ് വ്ളോഗ്സ് ഡിയർ. ശരിക്കും ഞാൻ തന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി റാണിയുടെ കൂടെയുള്ള വ്ളോഗ്സ് ഞാൻ സ്വയം ഇരുന്ന് കാണാറുണ്ട് ഗൈസ്. അതും ടി വിയിലിട്ട് ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടം. നെയിം ഏജ് അബൌട്ട് ഫാമിലി. എൻ്റെ പേരാണ് മേഘ. പർപ്പിൾ കോൾ മേഘ എന്ന് പറയണതിൽ മേഘയിൽ പിന്നെ ആരാ ഗൈസ്? ഞാൻ തന്നെ. ഫേവറേറ്റ് ഫുഡ് പാവ് ഭാജി. ഒരു രക്ഷയില്ല. യമ്മി യമ്മി. എനിക്ക് എത്ര ആണെങ്കിലും തന്നെ ഞാൻ കഴിച്ചോളാം. പാവ് ഭാജി ഹെൽത്തിയാണ്. പക്ഷേ അതിനകത്ത് കുറേ ബട്ടർ ഇടും, അതാ പ്രശ്നം. കുറച്ച് ഫാറ്റ് സംഭവം. പക്ഷേ ഹെൽത്തിയാണ് കാര്യം. പക്ഷേ ഹെൽത്തി വേലി ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് ഈ ഗോക്കമോല സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്ക് മസാല ചായ. മസാല ചായയും പറാഠയും ഇപ്പോൾ ഓരോ ഇഷ്ടം. എനിക്ക് വിശക്കണു ഗൈസ്. വെള്ളം കുടിച്ച് ഞാൻ അടക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് കൂടുതലാണല്ലോ. ഞാൻ വ്ളോഗ് ഫാനാണ്. താങ്ക് യു. ഓക്കെ, ക്വസ്റ്റ്യൻസ്. ചേച്ചി എന്തുകൊണ്ടാണ് കേരളയിൽ നിന്ന് ഗുജറാത്തേക്ക് മൂവ് ചെയ്തത്? കേരളത്തിലോട്ട് പോയതേ ട്രോമയായിരുന്നു എനിക്ക്. എനിക്ക് ട്രോമ മാത്രം കിട്ടിയിട്ടുള്ളൂ ഗൈസ്. എൻ്റെ ലൈഫ് ഒരു ഇതായി സത്യം. ഒരു പറയില്ലേ, കംപ്ലീറ്റ്ലി മറഞ്ഞു പോയി സംഭവം. എന്താ, നാട്ടിലേക്ക് പോകുമ്പോഴേ പപ്പ റിട്ടയർ ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനും മമ്മിയേ ഉള്ളൂ നാട്ടിൽ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോണ സമയത്ത് ആക്ച്വലി നാട്ടിൽ അഡ്മിഷനൊക്കെ ചെയ്യുമ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കണ ഒരു കുട്ടിയാണ്. ആൻഡ് ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകണം ആ ഒരു ശ്രദ്ധയിലാണ് ഞാൻ ഒട്ടുമേ ബോധത്തിലേ അല്ല ദാറ്റ് ഞാൻ നാട്ടിൽ സെറ്റിലാവാൻ പോകണമെന്നുള്ളത്. നാട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയണത് ദാറ്റ് എപ്പോഴും നമ്മൾ നാട്ടിൽ പോകും എല്ലാം കൊല്ലം മെയ് സമയത്ത് വെക്കേഷൻ കൂടാനായിട്ട്. പക്ഷേ ഇത്തവണ നമ്മൾ ഈ നാട്ടിൽ പോണത് അതിനകത്ത് തിരിച്ച് ഗുജറാത്തിലേക്ക് പോകാൻ റിട്ടേൺ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി പോയി ഗൈസ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ദ ഡേറ്റ്. മെയ് 11 ഞാൻ നാട്ടിൽ പോണത്. ആൻഡ് ജൂൺ 11 എൻ്റെ ക്ലാസ് സ്റ്റാർട്ടാവണേ. ആ ഒരു മാസം ഞാൻ മമ്മിയോട് മിണ്ടിയിട്ടില്ല. കറണ്ട് പോയേക്കായിരുന്നു. അല്ല, കറണ്ട് ഇപ്പോൾ പോയി, ചൂടെടുക്കും. ഓക്കെ, ആ ഒരു മാസം ഞാൻ മമ്മിയോട് മര്യാദയ്ക്ക് മിണ്ടിയിട്ടില്ല ഗൈസ്. ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. ആൻഡ് ഐ വാസ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് ഫീലായി പോയത്. ബിക്കോസ് ചേച്ചിക്ക് ഓൾറെഡി ഗുജറാത്തിലായിരുന്നു, ഞാൻ കംപ്ലീറ്റ്ലി ഒരു വേറെ ലോകത്തായിരുന്നു. ഇറ്റ് വാസ് ഓ മൈ ഗോഡ്. അതും പോരാണ്ട് എന്നെ ഒരു കോൺവെൻറ്റ് ഓൺലി വുമൺ കോളേജിലാക്കി ഗൈസ്. ഇനി ഇതിക്കുള്ളത് അതിനകത്തും കൂടുതൽ ചെന്നപ്പോൾ തന്നെ സീനിയേഴ്സ് വരി റാഗിങ്. എനിക്ക് വേറെ എന്തെങ്കിലും വേണം ഇനിയിപ്പോൾ. ബിക്കോസ് ഈ റാഗിങ് സംഭവം നമ്മൾ ഗുജറാത്തിലോട്ടും കണ്ടിട്ടില്ല കേട്ടോ, എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ആ വേർഡ് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം നാട്ടിൽ പോയിട്ടാണ്. ഇറ്റ് വാസ് നോട്ട് എ റാഗിങ് ബട്ട് ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടോർച്ചർ. ആ സമയത്ത് ആക്ച്വലി നിങ്ങൾക്കറിയാമോ ഞാൻ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. ടു ബി ഓണസ്റ്റ്, ക്ലാസ്സിൽ ഒരൊറ്റ എണ്ണം പോലും എനിക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നില്ല. യെസ്, ഒരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ലൈക്ക് അമന്ന് കൊടുത്ത ബട്ട് നോ, ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു. സീനിയറിൻ്റെ മുമ്പിൽ നിന്നു. നമ്മൾ റെസ്പെക്ട്ഫുൾ ആവണം. പക്ഷെ അവർ റെസ്പെക്ട് തന്നാലേ നമ്മൾ കൊടുക്കുള്ളൂ, മനസ്സിലായ? ചെന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ആയി. പിന്നെ എങ്ങനെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നു? എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മുട്ടിക്കൊണ്ട് ഞാൻ ഗുജറാത്തിനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ പെട്ടു ഗൈസ്. ഞാൻ പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചെന്താ കുറച്ച് മൈൻഡ് ഡൈവേർട്ട് ആക്കാം. എന്നാൽ ആ സമയത്ത് എനിക്ക് IPS ആവണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ദിയ ഓർ ബാത്തി ഹം എന്ന് പറഞ്ഞൊരു സീരിയൽ വരുമായിരുന്നു കേട്ടോ. അതിനകത്ത്
സോ യെസ്, അത് കണ്ട് എനിക്ക് IPS ആവണമെന്ന് ഭയങ്കര പൂതി, അതിനെക്കുറിച്ച് പഠിക്കുകയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇൻഫാക്ട് എനിക്ക് ഇന്നും ഓർമ്മയാണ്, എൻ്റെ വാൾപേപ്പറിൽ IPSൻ്റെ ക്യാപ്പില്ല, IPS അതെൻ്റെ വാൾപേപ്പറായിരുന്നു. എൻ്റെ ഫോണിലല്ല, സോറി ലാപ്ടോപ്പിൽ. ആ സമയത്ത് ഫോണുണ്ട് എനിക്ക്, പക്ഷേ ആ ഡബ്ബ ഫോണായിരുന്നു, ഇങ്ങനെ ഫോട്ടോ ഒന്നും ഇടാൻ പറ്റില്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ക്രേസായിരുന്നു. അങ്ങനെ ഒരു ക്രേസിലാണ് ഞാൻ NCC ജോയിൻ ചെയ്തത്. 7:30 ശനിയായിരുന്നു തോന്നുന്നുണ്ട്. യെസ്, അതൊക്കെ ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. കാരണം ഞാൻ പറയണ മലയാളമേ അല്ല നാട്ടിൽ ഞാൻ കേൾക്കണത്. എൻ്റെ മലയാളം എൻ്റെ പിള്ളേർക്ക്, എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലാവില്ല. എൻ്റെ ക്ലാസ് അടിപൊളിയായിരുന്നു, ടു ബി ഓണസ്റ്റ്. എനിക്ക് കുറച്ച് പിള്ളേരായിരുന്നു, 20-22 പിള്ളേരായിരുന്നു എനിക്ക് തോന്നണം, പക്ഷേ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല ഗൈസ്. ഒരുമാതിരി എനിക്കെന്തോ ഇഷ്ടപ്പെടണില്ല, എനിക്ക് അവിടെ ശരിയാവണേ ഇല്ല. കാരണം നമ്മൾ ജനിച്ച് വളർന്ന ആ ഒരു ഇതല്ല അവിടെ. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല അവിടെ. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ഒരു മനുഷ്യ കുഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. എൻ്റെ പാരൻസ് എന്നെ മനസ്സിലാക്കണില്ല, ആരും എന്നെ മനസ്സിലാക്കണില്ല. അങ്ങനെയാണ് ഞാൻ ഒളിച്ചും കണ്ട് എൻ്റെ പാരൻസിനോട് പറയാണ്ട് പോലും ഞാൻ നമ്മുടെ യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 4 കൊല്ലം പണിയെടുത്തു തന്നെ പറയാം ഗൈസ്. ഞാൻ ഉറക്കം എൻ്റെ ഏതോ സമയമായിരുന്നു. കാരണം നിങ്ങൾ ഒരിക്കലും നാട്ടിൽ എൻ്റെ 4 AM പ്രൊഡക്റ്റീവ് റൂട്ടീൻ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു റൂട്ടീൻ ഇല്ലായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങണത് തന്നെ എൻ്റെ ബ്രെയിൻ വർക്കാക്കാനായിരുന്നു. അതർവൈസ് എനിക്ക് ജോലി ചെയ്യേണ്ടേ, കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കേണ്ട മുഖം, അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി ഞാനിങ്ങോട്ട് പോന്നു ഗൈസ്. സോ യെസ്, അപ്പോൾ അതായിരുന്നു ആക്ച്വലി സ്റ്റോറി. ഞാൻ ശരിക്കും മിസ് ചെയ്യാൻ, ഞാൻ കൂടുതൽ ഗുജറാത്തിനെ മിസ് ചെയ്യാറുണ്ടായിരുന്നത് നവരാത്രി സമയത്തായിരുന്നു. എനിക്ക് അവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഗൈസ്, ഒറ്റപ്പെട്ട്. ഇവിടെ ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിനോട് ഭയങ്കര റിലൈ ആയിട്ട് നിൽക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ, ബട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്ലേസ് യൂസ്ഡ് ടു ആണ്. എനിക്ക് അറിയാം, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാ, എനിക്ക് പറ്റും ഇവിടെ താമസിക്കാൻ, എനിക്ക് ജീവിക്കാൻ ഇഷ്ടമാണ് ഇവിടെ. എല്ലാം എനിക്കിഷ്ടം, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ആൾക്കാർ എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ ഇവിടെ ആയിരുന്നു. ഇപ്പം മമ്മിക്ക് എങ്ങനെ, മമ്മി നാട്ടിലായിരുന്നു, അപ്പോൾ മമ്മിക്ക് അത് ഇഷ്ടപ്പെടും, അത് ഓബ്വിയസ് ആണ്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ എനിക്കും അത് ഇഷ്ടപ്പെടണം എന്നുള്ളത്. സോ യെസ്, അപ്പോൾ എനിക്ക് 8 കൊല്ലം ഞാൻ നാട്ടിൽ നിന്നു. ഞാൻ നാടിനെ മോശം പറയില്ല, പക്ഷെ നാടിനോടൊപ്പം എനിക്ക് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ ആരും അങ്ങനെ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഗുജറാത്തിൽ നിന്ന് നാട്ടിൽ പോയപ്പോൾ തന്നെ എന്നെ ഒരുമാതിരി ഏലിയൻ പോലെയായിരുന്നു അവിടെ ആൾക്കാർ ട്രീറ്റ് ചെയ്യാറുണ്ടായിരുന്നത് ഗൈസ്. ഇറ്റ് വാസ് സോ ഡിസ്ഹാർട്ടനിങ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വേറെ ഡ്രാമ ഉണ്ടായിരുന്നു, അത് ഞാൻ കൂടുതൽ പറയണില്ല. നോട്ട് അബൌട്ട് മീ, ബിക്കോസ് ഓഫ് സം എന്താ പറയുക, വാഴക്ക. അത് കാരണം ഞാൻ ഓൾറെഡി ട്രോമ എന്ന് തന്നെ പറയാം ഗൈസ്. ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് ട്രോമ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ തുടങ്ങിയിരുന്നത് എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആക്കാനായിട്ട്. കാരണം എനിക്ക് ഉറപ്പാണ് കുറച്ച് ആളുകൾ കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കിട്ടിപ്പോയാൽ. ഇൻഡിപെൻഡൻറ്റ് ലൈഫ് എങ്ങനെയുണ്ട്? ഐ മീൻ ചില ദിവസങ്ങളിൽ ചേച്ചി ഒറ്റയ്ക്കല്ലേ താമസിക്കാറ്? നോ ബേബി, ചില ദിവസങ്ങളിലാണ് മമ്മി പാപ്പയുടെ കൂടെ താമസിക്കാറ്. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഒറ്റയ്ക്ക് ജീവിക്കണം ഗൈസ്. ഇറ്റ്സ് സോ പീസ്ഫുൾ ആൻഡ് യെസ്, നല്ല അടിപൊളിയായിട്ട് പോകണം. ആദ്യം രസമായിരുന്നു, എനിക്ക് ജീവിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ഒരു പാടായിരുന്നു. പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊഡക്റ്റീവ് എന്നുമാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഞാൻ വർക്കിൽ തന്നെ പ്രൊഡക്റ്റീവാണ്. ഇൻഡിപെൻഡൻറ്റ് ലൈഫിൽ ഇപ്പോൾ എനിക്ക് ശരിക്കും തോന്നിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആവണുണ്ട്, നന്നായിട്ട് എൻ്റെ ഫിറ്റ്നസ്സിൽ നന്നായിട്ട് ഞാൻ നോക്കണുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. 10 ദിവസമായിട്ടുള്ളൂ, പക്ഷെ എന്നാലും. മമ്മിക്ക് സുഖമാണോ? ബിഗ് ഫാൻ. എനിക്കറിയാം അമ്മൻ്റെ ഫാൻ ഉണ്ടെന്നുള്ളത്. യെസ്, മമ്മിക്ക് പരമാനന്ദമാണ്. എനിവേ, ലോട്ട്സ് ഓഫ് ലവ് യു. വാട്ട് ഈസ് യുവർ 2026 പ്ലാൻ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പ്ലാൻ ചെയ്യില്ല. ഇപ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് റെഗുലർ ആവാന്നുള്ളതാണ്. കാരണം എനിക്ക് ഭയങ്കര വിഷമമായി ഗൈസ്, നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതൊക്കെ പറയുമ്പോൾ നോ, നിങ്ങൾ നല്ലതാണ് ഡിസേർവ് ചെയ്യണം. അപ്പോൾ ഞാൻ റെഗുലർലി വീഡിയോസ് ഇടും. ഓക്കെ. യുവർ ബക്കറ്റ് ലിസ്റ്റ് പ്ലേസ്? എനിക്ക് അവിടെ പോകണമെന്നായിരുന്നു ആഗ്രഹം. എവിടെയും കണ്ടു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, മറന്നുപോയി. യുവർ ഏജ് ആൻഡ് ആർ യു വെജിറ്റേറിയൻ? യെസ്, ഞാൻ ഭയങ്കര വെജിറ്റേറിയൻ ആണ്. ആൻഡ് എൻ്റെ വെജിറ്റേറിയൻ്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കണം. ഞാൻ ഈ വീട്ടിൽ നോൺ വെജിറ്റേറിയൻ അടുപ്പിക്കുകയും കൂടി ഇല്ല. എന്ന് വെച്ചാൽ മമ്മിയും പപ്പയും വരില്ലേ, അപ്പോൾ പപ്പയ്ക്ക് അങ്ങനെ അല്ലെങ്കിൽ നിർബന്ധമില്ല. പക്ഷെ ഞാൻ മുട്ട അടങ്ങിയിട്ടുള്ള കേക്ക് പോലും കഴിക്കില്ല ഗൈസ്. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയി ഇപ്പോൾ. എന്തിനാ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ജോബ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലേ? ആക്ച്വലി നാട്ടിൽ നിൽക്കാൻ എനിക്കിഷ്ടമാണ്. കാരണം അവിടെ ഒച്ചയും ബഹളവും ഇല്ല, നല്ല ഗ്രീനറി ആൻഡ് നല്ല പീസ്ഫുൾ ഒരു വെക്കേഷൻ കൈൻഡ് ഓഫ് രീതിയിലൊക്കെ എനിക്ക് ഡീറ്റോക്സ് ആവാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്ന് അറിയുക ഗൈസ്, എന്നാൽ പോലും എനിക്ക് അവിടുത്തെ ക്ലൈമറ്റിനെക്കാട്ടും കൂടുതൽ പറ്റണം ഇവിടുത്തെ ഈ പൊല്യൂഷൻ ക്ലൈമറ്റ്. ഇറ്റ്സ്
വിയർഡ് ബട്ട് ഇറ്റ്സ് ട്രൂ. മമ്മി തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് രോഗമൊഴിഞ്ഞ് നേരം ഉണ്ടാവും. വൺ ഓഫ് ദ റീസൺ എനിക്ക് കേരളത്തിൽ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് വരുമായിരുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. എനിക്ക് അവിടുത്തെ ക്ലൈമറ്റേ പറ്റണമുണ്ടായില്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെ പറ്റുന്നുണ്ട്. മേ ബി എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. ഞാൻ ജനിച്ച് വളർന്നുകൊണ്ടാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കിവിടെ നല്ലോണം പറ്റുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ കൂടെ പറ്റുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും ടു ബി ഓണസ്റ്റ് ഐ എം ഹാപ്പി ഇയർ. ബട്ട് സംടൈം ഐ റിയലി മിസ് കേരള സോ മച്ച്, എസ്പെഷ്യലി ഗുരുവായൂർ അമ്പലം ഞാൻ നല്ലോണം മിസ് ചെയ്യാറുണ്ട്. നത്തിങ് അറ്റ് ഓൾ ടു ആസ്ക്. ഐ ജസ്റ്റ് ലവ് യു ആൻഡ് യുവർ വീഡിയോസ്. ഗിവ് പോസിറ്റീവ് വൈബ്സ്, ബീങ് ജെന്യുവൻ ആൻഡ് റോ. നോ ഷോയിങ് ഓഫ് ഫോർ ഡ്രാമ. ഹാപ്പി ന്യൂ ഇയർ. മേ ദിസ് ഇയർ ബ്രിങ്സ് യു വാട്ട് എവർ യു വിഷ്. എൻ്റെ ലൈഫിൽ തന്നെ അത്യാവശ്യം ഡ്രാമകൾ ബാക്കിയുള്ളവരിൽ നിന്ന് എനിക്ക് ട്രോമകളും കിട്ടിയിട്ടുണ്ട്. അത് കാരണം നമുക്ക് നമ്മുടെ ലൈഫ് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം. ആൻഡ് താങ്ക് യു സോ മച്ച്. ലവ് യു സോ മച്ച്. ലവ് യു. റാണി മിസ് ചെയ്യണ്ടോന്നാ എൻ്റെ മോള്. പ്ലീസ് ഗൈസ്. ഏജ് എത്രയുണ്ട് പറയൂലേ ഇപ്പോൾ. ഗുജറാത്തിൽ നിന്ന് കേരളയ്ക്ക് തിരിച്ച് വരുന്നില്ലേ? ഞാൻ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ ക്വിക്കാണ്, പോയി തിരിച്ചു പോരും. അങ്ങനെ പെട്ടെന്ന് പോകും. 2-3 ദിവസം നിൽക്കും, പിന്നെ പോരും. വെച്ചാൽ മെയിൻലി എന്താ പറയുക ഗൈസ്, മമ്മിയും പപ്പയും അവർക്കും വയസ്സായി. എനിക്ക് അവരുടെ എന്ത് കാര്യങ്ങളിലും എത്തിയേ പറ്റില്ല. അപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഞാൻ എത്താറുണ്ട്. എൻ്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ അപ്പോഴും ഞാൻ പോകാറുണ്ട്, പെട്ടെന്ന് പോരാറുണ്ട്. അതിൻ്റെയൊക്കെയാണ് 1-2 ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കാണാറുള്ളത്. അങ്ങനെ ചെന്ന് വ്ളോഗ് എടുക്കാനുള്ള മെൻ്റൽ സ്റ്റേറ്റ് ആകില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പോണത്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കമ്മിറ്റഡ് ആണ്. ഇതുവരെ അല്ല, മുന്നോട്ട് അറിയില്ല. മമ്മിക്ക് ഷോക്ക് കൊടുക്കാനാ. ഓക്കെ, ഇപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. ഐ ആം കംപ്ലീറ്റ്ലി മൈൻഡിങ് മൈ ഓൺ ബിസിനസ്. ഐ ആം കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ മൈ സെൽഫ്, മൈ ഹെൽത്ത്, മൈ ഗ്രോത്ത്, എവറിത്തിങ്. കാരണം ഒക്കെ ഞാൻ ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് പൈസ ഉണ്ടാക്കണം എനിക്ക് വേണ്ടിയിട്ട്. ആൻഡ് യെസ്, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്താ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ആക്ച്വലി ഗൈസ് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ കല്യാണം കഴിക്കോ ഇല്ലേ. ഞാൻ മേ ബി ഇനി ഒറ്റയ്ക്കാണ് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് ഇത് നടക്കണമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ റെഡി ആവണം, നിങ്ങളുടെ സാഹചര്യങ്ങൾ റെഡി ആവണം, റെസിപ്രൊക്കേഷൻ ഉണ്ടാവണം. അതല്ലാണ്ടൊന്നും കല്യാണം നടക്കൂല. സ്ഥലം എവിടെയാണ്? ഞാൻ ഇപ്പോൾ ഗുജറാത്ത് അഹമ്മദാബാദിലാണ്. ഇറ്റ്സ് കോൾഡ് അഹമ്മദാബാദ്. വാട്ട് ഈസ് യുവർ മെയിൻ ഹോബീസാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ ഒരു ബോറിംഗ് പേഴ്സൺ ആകുന്നത്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ പാട്ട് പാടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഹോൾ ടൈം എനിക്ക് എന്തെങ്കിലുമൊക്കെ സിനിമയോ അല്ലെങ്കിൽ സീരിയലോ ഷിൻചാനോ അങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം. ഇങ്ങനെ ഹോബി എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലൊന്നുമില്ല. എനിക്ക് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോബിക്ക് സമയവും ഇല്ല. ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ ഹോബി തന്നെ എൻ്റെ ഹൗസ് ഹോൾഡാണ്. വീട് വൃത്തിയാക്കുക, വീട് എസ്തെറ്റിക് ആക്കുക, വീട് നല്ലോണം നോക്കുക, ആൻഡ് എന്താ പറയുക, നന്നായിട്ട് ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹോബി. ജിം ഹോബി എന്ന് പറയാൻ പറ്റുമോ ജിമ്മിനെ? ലൈഫ് സ്റ്റൈൽ ഹോബി, യെസ്, ജിം. എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടം. ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് എന്തായാലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അത് ഹോബിയായിട്ട് എടുത്തു പോയി. ഹായ് സിസ്റ്റർ, ഐ ആം ഫ്രം കർണാടക, മാംഗ്ലൂർ. നിങ്ങളെ എല്ലാ വീഡിയോസ് കാണാറുണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആണോ ഒന്ന് പറഞ്ഞു തരുമ്പോൾ? യെസ്, ഞാൻ പ്യോർ വെജിറ്റേറിയൻ ആണ്. ചേച്ചിയുടെ പണ്ടത്തെ കേരളയിലുള്ള വ്ളോഗ്സ് മിസ് ആവുന്നുണ്ട്. ആയിരുന്നു ഇനി അത് റെഗുലർലി അങ്ങോട്ട് കിട്ടില്ല. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ കുറച്ച് എക്സ്ട്രാ ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണം തന്നെ ഗൈസ്. ആക്ച്വലി ഞാൻ നാട്ടിൽ പോകണം തന്നെ സമാധാനം എനിക്ക് ഇവിടെ നല്ലോണം ഉണ്ട്. പക്ഷേ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ആ ഒരു റെസ്റ്റ് മോഡാണ്. കാരണം മമ്മിയും പപ്പയൊക്കെ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കഴിക്കാൻ തന്നെ എനിക്ക് ഒരു കാര്യവും നോക്കണ്ട. സോ റെസ്റ്റ് മോഡിലാണ് ഞാൻ പോകണേ. ബട്ട് എന്നാൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കും. ബിക്കോസ് എനിക്കറിയാം നിങ്ങൾ മിസ് ചെയ്യാറുണ്ടെന്നുള്ളത്. അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എത്ര ആണ് അഹമ്മദാബാദിൽ? ഒരു രക്ഷയില്ല ബ്രോ. വേഗം തന്നെ 1 crore ടച്ച് ആവും. നിങ്ങൾക്ക് ഊഹിക്കാം. നല്ല റേറ്റാണ്. പോരാണ്ട് ഇനിയിപ്പോൾ മെട്രോ ഇവിടെ വരാൻ പോവാണ്, പറയണ്ട, ഭയങ്കര ഹൈ ആവാൻ പോവാം. അവിടെ എന്ത് ജോബാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മളൊന്നും ചെയ്യില്ല. നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ അതേ കോണ്ടന്റ് ക്രിയേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോബിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല കേട്ടോ. എന്താ പഠിച്ചത്? ജോബ് നോക്കുന്നുണ്ട്. ഞാൻ 11-12 സയൻസ് ആയിരുന്നു. നാട്ടിൽ പോയപ്പോൾ BCA എടുത്തു. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് MBA എടുത്തു. ബിക്കോസ് ഞാൻ എടുത്ത കോഴ്സ് തന്നെ എന്താണ് കേരളത്തിൽ ഇല്ലാത്ത രീതിയിലായിട്ടുള്ളത്. എന്നാൽ മാത്രമേ എനിക്ക് ചാടാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എന്നിട്ടും എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല പ്രത്യേകിച്ച്. അപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ ആയി. അതാ പറയുന്നത് ഗൈസ്, ചീത്ത സമയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ. വാട്ട് അബൌട്ട് ഫ്യൂച്ചർ പ്ലാൻ? നോ ഫ്യൂച്ചർ പ്ലാൻ, ഓൺലി പ്രസൻറ്റ് പ്ലാൻ. ഗുജറാത്ത് ആണോ ബർത്ത് പ്ലേസ്? അപ്പോൾ കേരളയിൽ എങ്ങനെ എത്തിയത്? ഗുജറാത്തിലാണ് ബോൺ ആൻഡ് ബ്രോട്ട്. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കല്യാണം എന്തായാലും കഴിഞ്ഞ ആ സമയത്ത്, അത് കഴിഞ്ഞ് 6 months കഴിഞ്ഞപ്പോൾ പപ്പ റിട്ടയറായി. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് സെറ്റിലായി. ചേച്ചി, വൈ യു ചൂസ് ഗുജറാത്ത്?
എനിക്ക് ഗുജറാത്ത് ഇഷ്ടമാണ് ഗൈസ്. ഇവിടെ നിങ്ങൾ 2 മണിക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങിക്കോ, യു ആർ സേഫ്. അത് വേണമെങ്കിൽ പറയാം. ചേച്ചി ബിസിനസ് ആക്കിക്കൊണ്ട് ഉണ്ടാ പ്ലീസ് പറ. ഇല്ല അങ്ങനെ ഒന്നുമില്ല കേട്ടാ. ഗുജറാത്തിൽ എന്ത് ജോബാണ് ചെയ്യുന്നത്, എങ്ങനെ സ്പിരിച്വലി എല്ലാം ചെയ്തു തുടങ്ങിയത്, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷനെ പറ്റി പറയാം. ഞാൻ പണ്ട് മുതലേ ഗൈസ് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. മമ്മിയെ പേടിച്ചിട്ടായിരുന്നു ആക്ച്വലി. മമ്മിയുടെ കണ്ണിലുണ്ണി ആവാൻ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഫുൾ എന്താ പറയുക അച്ചീവ്മെൻറ്റ്സ് എന്നെ നേടിയത് തന്നെ മമ്മിയെ സന്തോഷിപ്പിക്കാനായിട്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ദോ ദാറ്റ് വാസ് നോട്ട് ടോട്ടലി മൈ ഹാപ്പിനെസ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് കഥക് ഡാൻസർ ആവണമെന്നായിരുന്നു. മമ്മിയുടെ സന്തോഷത്തിന് ഞാൻ പഠിച്ചു തുടങ്ങിയത് ഭരതനാട്യം. പക്ഷേ യെസ്, ഞാൻ ചെയ്യണ ഫീൽഡ് നല്ലോണം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് അതിൽ 100% കൊടുക്കണമെന്ന് ഇഷ്ടം, അല്ലെങ്കിൽ ഒരു അർത്ഥമില്ല. ഇപ്പോൾ ഈ ഇൻകൺസിസ്റ്റൻ്റ് ആവണം നിങ്ങൾ അതിനകത്ത് കൂട്ടണ്ട കേട്ടോ. സോ യെസ്, അങ്ങനെ. പിന്നെ മമ്മിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് കോമേഴ്സ് എടുക്കണമെന്നായിരുന്നു. മമ്മിക്ക് വേണ്ടി ഞാൻ സയൻസ് എടുത്തു. പക്ഷേ നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞ കോമേഴ്സ് എടുത്താലും BC എടുക്കാമെന്നുള്ളത്. എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാണ് നിങ്ങൾ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മറന്നു. പണ്ട് മുതലേ യെസ്, ഭഗവാനോട് പ്രാർത്ഥന ഇതൊക്കെ എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. നാട്ടിലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ആയിരുന്നു, പക്ഷേ റെഗുലർലി അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് കൂടി. ഒരു നേരം എന്തായാലും ഞാൻ ഭഗവാനെ ഇപ്പോൾ കൊടുക്കാറുണ്ട്. ഞാൻ വൃന്ദാവനിൽ സ്പെഷ്യലി പോയി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഞാൻ സ്പിരിച്വലായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ദാറ്റ് ഭഗവാന് വേണ്ടി സമയം കണ്ടെത്തണത് ഭഗവാന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ശ്വാസം വലിക്കണ പോലെ, ഫുഡ് കഴിക്കണ പോലെ, വെള്ളം കുടിക്കണ പോലെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കണം. എൻ്റെ മെൻ്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ. ഭഗവാന്റെ ശരിക്കും ആ ഒരു നല്ല സപ്പോർട്ട് എനിക്ക് എനർജറ്റിക്കലി ആ ഒരു എനർജി വരില്ലേ, യെസ്, അതെനിക്ക് ഫീൽ ആവാറുണ്ട് ഗൈസ്. ആൻഡ് കൂടുതൽ അങ്ങോട്ട് സ്പിരിച്വൽ ആവാൻ ഞാൻ പറയില്ല. ബിക്കോസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഏജ്, എനിക്ക് തോന്നണത് എൻ്റെ ഈ ഒരു ഏജ് അനുസരിച്ച് കർമ്മ ഈസ് ദ പ്രയോറിറ്റി. ധർമ്മ വേണം, പക്ഷേ ഭഗവാനെ പ്രാർത്ഥിക്കണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്നും 1-2 മണിക്കൂറൊന്നും കൊടുത്തിരിക്കേണ്ട കാര്യമില്ല. 15 to 20 minutes ഇനഫാണ്. പക്ഷെ ആ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി ഞാൻ ഭഗവാനിലായിരിക്കും ഫോക്കസ്. സോ ഡെയിലി ഇറ്റ്സ് നെസസറി, കമ്പൾസറി, എന്തൊക്കെ ശരിയുണ്ടോ അതൊക്കെ എനിക്കുണ്ട്. ദാറ്റ് ഞാൻ ഭഗവാനിൽ എന്തായാലും വിളക്ക് കത്തിച്ച് നാമം ചൊല്ലിയിരിക്കും. അത് കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഡിസിഷൻ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് ലെസണായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ മനുഷ്യർ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഞാൻ പണ്ട് വിഷമിച്ചിരിക്കുമായിരുന്നു, എന്താ അവർ പോയത്, എൻ്റെ ഫ്രണ്ട്സ് ഇല്ലാണ്ടായിപ്പോയത്, എന്ത് പറ്റിപ്പോയി, ഇങ്ങനെ അതൊക്കെ ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കാറില്ല, കാരണം അതിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് ഞാൻ പഠിച്ചേക്കണത്. ആൻഡ് ആ പഠിച്ചതൊക്കെ ഇപ്പോൾ ഐ ഡോണ്ട് നോ ഹൗ സർപ്രൈസിംഗ്ലി വർക്ക് ആവണുണ്ട് ഗൈസ്. മാനിഫെസ്റ്റേഷൻ, യെസ്, മാനിഫെസ്റ്റേഷൻ ശരിക്കും വർക്ക് ആവണുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. അപ്പോൾ അതിന് വേണ്ടി എക്സിസ്റ്റിംഗ് ലൈഫ് എന്താണോ അതിനകത്ത് നിങ്ങൾ കുറേ ത്യാഗം ചെയ്യേണ്ടി വരും ഗൈസ്. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കി. ബിക്കോസ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണമെങ്കിൽ ഞാൻ പറയാം, ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കറണ്ട് ഹൈറ്റ്, വെയിറ്റ്, എൻ്റെ ഹൈറ്റ് 158 ആണ്, 158 സെൻറ്റിമീറ്റർ. അത് ഫീറ്റ് ആകുമ്പോൾ എത്ര എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്ന് നോക്കി നോക്കണേ. ഞാൻ പണ്ട് NCCയിലായിരുന്നപ്പോൾ എങ്ങാണ്ട് നോക്കിയത്. അത് കഴിഞ്ഞ് ജിമ്മിൽ നോക്കിയപ്പോഴും അതെ 158 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ. സെൻറ്റിമീറ്റർ തന്നെ എഴുതുന്നില്ലേ അത്, അതെ. 2025 അച്ചീവ്മെൻറ്റ് യു ക്യാൻ സേ ഗുഡ് ഹെയർ, ഗുഡ് സ്കിൻ. അച്ചീവ്മെൻറ്റ് തന്നെ ഹെൽത്ത് വൈസ് നന്നായിട്ട്. ആൻഡ് ഞാൻ ഹെൽത്ത് പ്രയോറിറ്റി നല്ലോണം കൊടുത്തുട്ടാ. ഇറ്റ്സ് മൈ ഫസ്റ്റ് കമൻറ്റ് ദിസ് ഇയർ. ഐ ഹോപ്പ് അവർ പർപ്പിൾ ഗേൾ വിൽ ആൻസർ ഒബ്വിയസ്ലി. ഏജ്, ജോബ്, ഫ്യൂച്ചർ പ്ലാൻ. ഹായ് ചേച്ചി. ഓക്കെ, വലിയൊരു പാരഗ്രാഫാണ്. ഹായ് ചേച്ചി, ഐ ആം എ കുട്ടി ഫാൻ ഓഫ് യു ആൻഡ് ഐ വോണ്ട് നോ അബൌട്ട് ദ കോഴ്സ് യു ഹാഡ് ടേക്കൺ, BBA. How is it? Is it worth? I'm planning to take it after 12th, but I'm afraid that will it be scope less in future? Please reply, ചേച്ചി. പ്ലീസ്, ഹ്യൂജ് ഫാൻ, ലവ് യു. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് കോഴ്സും എടുത്തോ, സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും ഗൈസ്. ചില കോഴ്സ് ചിലപ്പോൾ നമ്മുടെ പാഷനായിട്ടായിരിക്കും നമ്മൾ എടുക്കണേ. ചില കോഴ്സ് നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ആയിട്ട് എടുക്കണത്. അപ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചർ സെക്യൂർ ആയിട്ട് എടുക്കുന്ന കോഴ്സിൽ പഠിക്കാനായിട്ടുള്ള എന്താ പറയുക ബുദ്ധി നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ പാഷനിൽ ചിലപ്പോൾ പാഷൻ വൈസ് നമുക്ക് അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആൻഡ് ആ ഒരു പാഷൻ തന്നെ നിങ്ങളുടെ എന്താ പറയുക ജോബായിട്ട് തന്നെ
നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പാഷൻ ആസ് എ ജോബായിട്ട് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. സോ അതെപ്പോഴും ആലോചിക്കാം, നിങ്ങൾ എന്തെന്നാണോ ചെയ്യണം അതിനകത്ത് മാസ്റ്ററി ആയിരിക്കണം. BBA എടുത്താൽ നല്ലതാണ്, നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് നല്ലോണം എന്ന് വെച്ചാൽ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ പറയണമെന്നുള്ളത്, പക്ഷേ എനിക്ക് ഫീൽ ആവുന്നത് ഫിനാൻസ് എടുത്തു കഴിഞ്ഞാൽ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ആസ് എ സ്റ്റഡി ആസ് എ കരിയർ മാത്രമല്ല നമ്മുടെ ലൈഫിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വീട് മേടിച്ചപ്പോഴും പല കാര്യങ്ങളും ഈ ഫിനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങൾ എൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ എനിക്ക് സെക്യൂർ ആക്കാനും എൻ്റെ കരിയർ സെക്യൂർ ആക്കാനും ഈ ഫിനാൻസ് സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മമ്മി എന്നെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ സ്വയം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആക്ച്വലി, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യുനോ കീപ് യു എഡ്യൂക്കേറ്റഡ് ഗൈസ്. എപ്പോഴും നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്നും 1 മണിക്കൂറെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, ലൈഫിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ BBA എടുക്കണമെങ്കിൽ നോ പ്രോബ്ലം, ധൈര്യമായിട്ട് എടുത്തു. അത് കഴിഞ്ഞ് MBA എടുത്തു, അത് കഴിഞ്ഞിട്ട് PhD എടുത്തു ബിസിനസ്സിൽ. അപ്പോൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് എടുത്തു. അതിനകത്ത് പേടിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല. എന്തൊക്കെ പോയാലും എന്താ പറയുക, ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ഹാർഡ് വർക്കിംഗ്, നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ പ്രൊഡക്ടിവിറ്റി. സ്കിൻ കെയർ ആൻഡ് എൻ്റെ തൊണ്ട പോയി തുടങ്ങി ഗൈസ്, ഇപ്പോൾ ഒച്ച കുറച്ച് വിയർഡ് ഔട്ടാ. സ്കിൻ കെയർ ആൻഡ് ഡേ ഇൻ മൈ ലൈഫ് ലൈക്ക് വർക്കൗട്ട്, ഡയറ്റ്. നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണല്ലേ, എനിക്ക് മനസ്സിലായി പ്രൊഡക്റ്റീവ് ആവണത് ഞാൻ. കാരണം ഇപ്പം ഞാൻ എക്സ്ട്രീം പ്രൊഡക്റ്റീവാണ് ഗൈസ്. ആൻഡ് എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഫൈനലി ഇത്രയും നാൾക്ക് ശേഷം എൻ്റെ ലൈഫിനൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടൊന്ന് പുട്ട് ടുഗെദർ ആക്കിയിട്ടുണ്ട്. താങ്ക് യു ഗോഡ്, ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ എന്ന് എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനിഫെസ്റ്റേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ നന്ദി ഉണ്ടാവണം ജീവിതത്തിൽ. ഒരാളെ നിങ്ങൾക്ക് നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഭയങ്കരമായിട്ട് കാല് പിടിച്ച് കരയാനോ കാല് കഴുകി കുടിക്കാനല്ല, പക്ഷെ നന്ദി ഉണ്ടാവണം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കരുത്. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിളാണ് തന്ന ആളെന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ 3 നേരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടണ്ടോ, ബി ഗ്രേറ്റ്ഫുൾ, ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഗുഡ് ഫുഡ്. ഞാനത് എപ്പോഴും ആലോചിക്കാറുണ്ട് ഗൈസ്. ഞാൻ ലക്ഷ്മി ദേവി ഇങ്ങനെ അന്നപൂർണേശ്വരി നമുക്ക് ഭക്ഷണം തരൂലേ, ആ ചിത്രം ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും കഴിക്കാറ് 3 നേരം. ആൻഡ് ഇടയ്ക്ക് സ്നാക്സ് കഴിക്കുമ്പോൾ പോലും ഞാൻ ഗ്രേറ്റ്ഫുൾ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ആ നല്ല ഫ്രൂട്ട്സ്, ഫ്രഷ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഫുഡ്, ക്ലീൻ ആൻഡ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എനിക്ക് തന്നെ എന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബിക്കോസ് മേ ബി ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫുഡ്. പണ്ട് മുതലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ മമ്മിയും പപ്പയും ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ഇപ്പോഴും ഞാൻ നല്ല ഗ്രേറ്റ്ഫുൾ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇടുന്ന വസ്ത്രങ്ങളിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ എനിക്ക് മനസ്സിലാക്കുന്ന മാനിഫെസ്റ്റേഷനിലെ കുറച്ച് സിമ്പത്തി അല്ലെങ്കിൽ എംപത്തി അതുണ്ടാവണം, മനസ്സിലായ? എന്ന് വെച്ചാൽ നമുക്ക് ഓവറായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവൂലേ. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡ്രസ്സ് എക്സ്പെരിമെൻ്റ് ചെയ്യണ ആളോ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ ഇട്ട ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പാണെങ്കിൽ പോലും ഞാൻ ഡൊണേറ്റ് ചെയ്യും ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം തന്നെ നിങ്ങൾ കുറേയൊക്കെ ഗ്രീഡി ഉണ്ടാവില്ലേ, ആക്രാന്തം, ആർത്തി, നമ്മളുടെ അടുത്തുള്ള സാധനങ്ങളോടുള്ള അത് നിങ്ങളുടെ പോയി കിട്ടും. ശരിക്കും നിങ്ങൾ ചെയ്തു നോക്കട്ടോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാം ഉടുപ്പെടുത്ത് കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷേ നമ്മളെപ്പോഴും ആലോചിക്കണം, ഈ ഒരു ഉടുപ്പ് നമ്മുടെ അടുത്ത് ഇപ്പം ഉണ്ട്, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ചിലപ്പോൾ മറന്നും പോകും. നിങ്ങൾ 1 മാസം കഴിഞ്ഞ് അത് കാണുമ്പോഴേ നിങ്ങൾ ഓർക്കോളൂ. എനിക്ക് പറ്റണ കാര്യമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇപ്പം അത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. പക്ഷേ ഗസ് ഇത് ഒട്ടും എന്താ പറയുക, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുടെ കയ്യിലെത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ സന്തോഷം. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ യു വിൽ ഫീൽ വെരി ഹാപ്പി, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഫീൽ ആവും ഗൈസ്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ നന്ദി ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ചേച്ചി കമ്മിറ്റഡ് ആണ്. ഞാൻ ഇനി നോണ പറയണില്ല, ഞാൻ കമ്മിറ്റഡ് ആണ്. ഇനി ഇതിക്കുള്ള നോണ എനിക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയുണ്ട് മമ്മി, ഷോക്ക് അടിച്ചാ? മമ്മിക്ക് ഷോക്ക് കൊടുത്തതാ ഗീസ്. ഞാൻ സിംഗിളാണ്, സിംഗിൾ ആൻഡ് നോട്ട് റെഡി ടു മിംഗിൾ. വെൻ ഈസ് യുവർ മാരേജ്? അത് എന്തായാലും നല്ലൊരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ലക്കിയാണ്. എൻ്റെ പാരൻസ് ഒട്ടുമേ എന്നെ ഫോഴ്സ്. മമ്മി ഈസ് വെരി കൂൾ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 പേരും പപ്പയ്ക്കും കുഴപ്പമില്ല, മനസ്സിലായി. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. നല്ല നല്ല ആലോചനകൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പോലും നമ്മുടെ മനസ്സ് തെന്നിയിട്ടില്ല. ബിക്കോസ് ഞാനിപ്പോൾ വളരെ കരിയർ ഓറിയൻറ്റഡ് ഗൈസ്. എനിക്കിപ്പോൾ കരിയർ തന്നെ ചിന്തിച്ചാൽ മതി. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നില്ല. എനിക്കെന്തോ ഇപ്പോൾ വൈബേ വന്നിട്ടില്ല ദാറ്റ് ഞാനൊരു എന്താ പറയുക റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ഇതിൽ
നിൽക്കാനുള്ള ഒരു ഇതിലാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. സോ യെസ്, അതുകൊണ്ടായിരിക്കാം. എക്കതിനൊരു സമയമില്ലേ ബാബു? ഡു യു ഹാവ് സിബ്ലിംഗ്? യെസ്, എനിക്ക് എന്നെക്കാട്ടും 8 വയസ്സിന് മൂത്തതായിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് എണ്ണങ്ങളില്ലാന്ന് പറയാം. ആർ യു സിംഗിൾ? യെസ്, വിത്ത് പീസ്. Why did you become a fully vegetarian? ചേച്ചി, do you have a boyfriend? I wish I. മമ്മി കേക്കണ്ട. Oh my god. ആക്ച്വലി മമ്മിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ആർക്കും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് മൈ ചോയ്സ്. ഞാൻ സിംഗിളായിട്ടിരിക്കണ, കമ്മിറ്റഡ് ഒന്നും അല്ലാത്തത്. നല്ലോണം ഏജൊക്കെ 30s അല്ലെങ്കിൽ 40s വുമൻ ഉണ്ടാവും അല്ലേ, അവരുടെയൊക്കെ റീൽസ് കണ്ട് നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കൈൻഡ് ഓഫ് അവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൊതിയാവണം ഗൈസ്. കല്യാണം മക്കളൊക്കെ ഇല്ലാണ്ട് അവരുടെ ലൈഫ് അടിപൊളിയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് വൈ യു ആർ ലിവിങ് ഇൻ ഗുജറാത്ത്? ബിക്കോസ് ഐ ലവ് ഗുജറാത്ത്. ബോൺ ആൻഡ് ബ്രോട്ട് ഇവിടെയാണ്, നവരാത്രി ഇവിടെയാണ്, എല്ലാം കൊണ്ട് ഒക്കെ ഇവിടെയാണ് നല്ലത്. ഹായ് ചേച്ചി, ഐ എം കൃഷ്ണ. ഹായ് കൃഷ്ണ, യു ആർ സോ ബ്യൂട്ടിഫുൾ. താങ്ക്സ് ബ്രോ. ചേച്ചി, ടിപ്സ് ടു ഗ്ലോ ലൈക്ക് യു ഇൻ 2026. ഓക്കെ, ഞാൻ എന്തായാലും പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റൂട്ടീൻ, ഗ്ലോ അപ്പ് റൂട്ടീൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യണത് മാത്രമല്ല, ഗ്ലോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ്, ഇതൊക്കെ ഇമ്പാക്റ്റ് ചെയ്യണത് ഗൈസ്. നമ്മുടെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ഇതൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ എന്തായാലും ആ വീഡിയോ പ്ലാൻ ചെയ്യാം. ഓക്കെ, എനിക്ക് ആഗ്രഹമുണ്ട് ബൈ എൻഡ് ഓഫ് ദിസ് ഇയർ നിങ്ങളെല്ലാവരും തിളങ്ങി അങ്ങോട്ട് മറിയണം. ആർ യു പ്ലാനിങ് ടു മാരി എ ഗുജറാത്തി ബോയ് ഓർ മല്ലു ബോയ്? വിച്ച് വൺ? MBA കഴിഞ്ഞ് ജോലിക്ക് പോയിരുന്നു. എന്തായിരുന്നു സ്പെഷ്യലൈസേഷൻ? ആക്ച്വലി എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ BCAയിൽ കിട്ടിയിരുന്നു. പക്ഷേ MBAയിൽ ഞാൻ ഓൾറെഡി എന്താ പറയുക, നമ്മുടെ ചാനലിൽ ഗ്രോ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എന്താ പറയുക, ആ സൈഡിലോട്ട് പോയില്ല. പർപ്പിൾ കളർ ഇത്രയ്ക്കും ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ആക്ച്വലി ഞാൻ എൻ്റെ പണ്ടത്തെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള Q&Aയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പെട്ടെന്ന് പറഞ്ഞേക്കാം, ഒരു പർപ്പിളിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. എനിക്ക് എന്താണ് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഒരു കളറിനോട്. ക്രേസി ആണെന്ന് പറയാം, അഡിക്റ്റഡ്. പർപ്പിൾ ഫോർ എവർ ആ ഗൈസ്. പക്ഷെ വേറെ കളറിനോട് നമുക്ക് ഇഷ്ടം തോന്നൂലേ, ഉടുപ്പിടാനോ അങ്ങനെ. സോ പിങ്ക് എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല. പിങ്ക് ആസ് എ കളറല്ലായിരുന്നു കുഴപ്പം, ഐ ഗെസ്. നമ്മൾ ഗേൾസിന് പിങ്ക് ആസ് എ കോൺസെപ്റ്റ് ആയിരുന്നു കുഴപ്പം. പിങ്ക് വാസ് റിക്കഗ്നൈസ്ഡ് ആസ് വീക്ക് ഓൺലി ഫോർ ഗേൾസ്. ആ ഒരു കോൺസെപ്റ്റ് കാരണമായിരുന്നു ഞാൻ എപ്പോഴും അതിൽ നിന്ന് ദൂരെ ഓടാറുണ്ടായിരുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഹേറ്റ് പിങ്ക്. നോ വൺ ക്യാൻ ഹേറ്റ് പിങ്ക്. ഹൂ ക്യാൻ ഹേറ്റ് പിങ്ക്? അറ്റ്ലീസ്റ്റ് someone can not like it, പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദേ ഹേറ്റ് ഇറ്റ് അങ്ങനെ. പക്ഷേ ഇപ്പം ഇല്ല, ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഇഫ് ഇറ്റ്സ് ക്യൂട്ട്, ഇറ്റ്സ് ക്യൂട്ട്, ദാറ്റ്സ് ഇറ്റ്. ചേച്ചി, ഗുജറാത്ത് പോയിട്ട് എത്ര വർഷമായി? എനിക്കിപ്പോൾ ഗുജറാത്തിൽ വന്നിട്ട് 3 കൊല്ലമാവും ഗൈസ്. ഈ ഒരു മാർച്ച് എൻഡിങ്ങിൽ 3 കൊല്ലമായി വെജിറ്റേറിയനുമായിട്ട്. നാട്ടിൽ ഓക്കെ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയിട്ടാ. ഈ നോൺ വെജ് കഴിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ ഭഗവത്ഗീത വായിച്ചു തുടങ്ങിയില്ലായിരുന്നു. ഭഗവത്ഗീതയുടെ ഒരു ലൈൻ ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യണു റീൽസിൽ, യൂട്യൂബ് ഷോർട്സിലും കണ്ടു. ദാറ്റ് ഭഗവത്ഗീതയിൽ എഴുതിയിട്ടുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ ഇൻ ജനറൽ ഡോണ്ട് അക്സെപ്റ്റ് യുവർ പ്രെയർ ബിക്കോസ് യു ആർ ഔട്ട് ഓഫ് യുവർ ക്രേവിങ്സ്, ഔട്ട് ഓഫ് യുവർ സെൽഫിഷ്നെസ്, ഗിവിങ് പെയിൻ ടു സം അതർ ക്രിയേച്ചർ. അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ പ്രെയർ അക്സെപ്റ്റ് ചെയ്യില്ല. ഓഫൻഡ് ആവരുത്, അതിനകത്ത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പക്ഷേ എനർജി വൈസ് ഞാൻ സ്വയം ഭഗവത്ഗീത വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അതിനകത്ത് വായിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അതെനിക്ക് ഒന്നും കൂടെ മോട്ടിവേഷൻ തന്നു. യെസ്, ഐ ആം ഓൺ റൈറ്റ് ട്രാക്ക്. ഹായ്, ഐ വോണ്ട് യു ടു ആസ്ക്, കോണ്ടൻറ്റ് ക്രിയേഷൻ ഫീൽഡിൽ എത്തിയത് എങ്ങനെയാണ്? ഫസ്റ്റ് വീഡിയോയെക്കുറിച്ചുള്ള മെമ്മറി. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ പോയിട്ട് ഞാൻ ഫുൾ ലെഫ്റ്റ് ഔട്ട് ആയിരുന്നു. ഞാൻ ഫുൾ ഒറ്റയ്ക്കായി ഗൈസ്. എനിക്ക് അങ്ങനെ നല്ല ഫ്രണ്ട്സ് അങ്ങനെ ഒന്നുമില്ല, ഉണ്ടാക്കാൻ എനിക്ക് അവിടെ പറ്റിയില്ല. ഭയങ്കര ലെഫ്റ്റ് ഔട്ട് ഫീലായി. എൻ്റെ പാരൻസിനോട് ഓൾറെഡി ഞാൻ കുറച്ച് ഇതായിരുന്നു, വിഷമത്തിലായിരുന്നു. അവിടെ കൊണ്ട് തന്നെ ഇട്ടില്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും എന്താ പറയുക, എസ്കേപ്പ് ആവണമെന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനാണ് ഞാൻ തുടങ്ങിയത്. ആൻഡ് പൈസ ഉണ്ടാക്കണേക്കാട്ടും ഉപരി എൻ്റെ മൈൻഡ് എനിക്ക് എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ആക്കണം. ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഓടി വന്ന്, അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ശിവദേവൻ്റെ ഞാൻ ഭക്തൻ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം പോസിറ്റീവായിട്ട് എനിക്ക് അന്ന് തന്നെ തുടങ്ങണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ കോളേജിൽ നിന്ന് വന്ന ഉടനെ യൂണിഫോമിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം എൻ്റെ ഫസ്റ്റ് വീഡിയോ.
സോ അതിനകത്ത് ഞാൻ ഇൻട്രോയിൽ യൂണിഫോം ഇട്ടേക്കണത്. സോ യൂണിഫോം ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് ഷാളുണ്ടായിരുന്നു ആക്ച്വലി, അത് ഞാൻ മാറ്റി ആസ് എ കുർത്തയായിട്ട് ഞാൻ ഇൻട്രോ പറയണത്. എനിക്ക് ഇന്നും അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിലെ ഹിന്ദിയിലാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പം എൻ്റെ നാട്ടിലത്തെ പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്ത്, ക്ലാസ്സിലെ പിള്ളേരില്ല അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്തപ്പോൾ അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ തന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്തു. അന്ന് തന്നെ ഞാൻ 12 മണിക്ക് മുമ്പ് അത് പോസ്റ്റ് ചെയ്ത്. ഇപ്പോഴുള്ള ഹാപ്പിനെസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഡു യു ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ? ഇപ്പോഴുള്ള ഹാപ്പിനെസ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല ഗൈസ്, ഇത് ഞാൻ സ്വന്തം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. മേഘ ഒരു എക്സ്ട്രോവേർട്ട് ആണ്, ബട്ട് ഫ്രണ്ട് സർക്കിൾസ് ഉള്ളതായി കണ്ടിട്ടില്ല. വൈ? അത് നിങ്ങളെ തെറ്റിദ്ധാരണ ഗൈസ്, ഞാൻ എക്സ്ട്രോവേർട്ട് ആണെന്നുള്ളത്. ഞാൻ ഒട്ടുമേ എക്സ്ട്രോവേർട്ട് അല്ല, ഞാൻ എക്സ്ട്രീം ഇൻട്രോവേർട്ടാണ്. എനിക്ക് ആംബിവേർട്ട് എന്ന് പറയാം. ഞാൻ എൻ്റെ ആൾക്കാരോട് മാത്രമേ എന്താ പറയുക ഇങ്ങനെ ഇതായിട്ട് നിൽക്കുള്ളൂ. എൻ്റെ റിയൽ സ്വഭാവം ഞാൻ കാണിക്കുള്ളൂ. ഞാൻ എല്ലാവരോടും എൻ്റെ സ്വഭാവം അങ്ങോട്ട് ഇട്ട് കൊടുക്കാറൊന്നുമില്ല ഗൈസ്. എൻ്റെ സ്വഭാവം ഞാൻ വളരെ സെക്രേറ്റായിട്ട് സൂക്ഷിക്കട്ടെ. ഇൻഫാക്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോസില്ലേ, മറ്റേ ചാനലിലെ സ്റ്റാർട്ടിങ് വീഡിയോസ് നോക്കണം കേട്ടോ. അതിനകത്ത് ഒന്നാമതേ എൻ്റെ എന്താ പറയുക ഡിപ്രഷൻ അടിച്ച സ്വഭാവം കാണാൻ പറ്റും. ദാറ്റ് ഐ വാസ് സോ സാഡ്, ഐ യൂസ് ടു ബി സോ സാഡ്. അതെൻ്റെ ശരിക്കും വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ ശോകമായ അവസ്ഥ ഇപ്പം എനിക്ക് തന്നെ എടുത്ത് കാണാനായിട്ട് പറ്റൂല കേട്ടോ. സോ അതുകൊണ്ട് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് നിങ്ങളായിട്ടൊരു കണക്ഷൻ ഇല്ല. പിന്നെ അത് പതുക്കെ ബിൽഡായപ്പോഴല്ലേ ഞാൻ എൻ്റെ തനി സ്വരൂപം നിങ്ങളെ കാണിച്ചത്. സോ യെസ്, ഞാൻ ഇങ്ങനെ അല്ല. പുറത്ത് ചിലപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ഡൗട്ട് അടിച്ചോ ഇത് അവൾ തന്നെയാണോ എന്നുള്ളത്. പക്ഷേ ഒന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ, നിങ്ങൾ പറഞ്ഞാൽ ദാറ്റ് നിങ്ങൾ എൻ്റെ ഗൈസിൽ ഒരാളാണെന്നുള്ളത്, പിന്നെ ഞാൻ നിങ്ങളെ വിടൂല. സോ യെസ്, ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഗൈസ്. ആംബിവേർട്ടാണ്. എൻ്റെ ഫ്രണ്ട്സ് ഫാമിലീസ് അവർക്കേ അറിയുള്ളൂ എൻ്റെ തനി സ്വഭാവം. ഇപ്പം നിങ്ങൾ കാണില്ല, ഇത് തന്നെയാണ് എൻ്റെ ശരിക്കുള്ള സ്വഭാവം. പക്ഷേ ഇതെല്ലാവർക്കും ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. ഓക്കെ, ഇനി കുറച്ച് മലയാളം ഉണ്ട് കേട്ടോ, അത് കുറച്ച് വായിക്കാൻ ഒരിതാവും. ഓക്കെ, എനിക്ക് മലയാളം ആക്ച്വലി വായിക്കണമെന്ന് കുഴപ്പമില്ല. നാട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ എഴുതി പിന്നെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചു. പിന്നെ നമ്മുടെ തമ്മനയിലും അങ്ങനെയൊക്കെ കുറേ ഉണ്ടാക്കി ഞാൻ മലയാളം ആക്ച്വലി പഠിച്ചത്. നമുക്ക് വായിക്കാം. ഓക്കെ, ഇറ്റ്സ് വലിയൊരു പാരഗ്രാഫാണ്. ചേച്ചി സുഖമാണോ? ഞാൻ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്. എല്ലാ വീഡിയോയിലും ഉള്ള ചേച്ചിയുടെ എനർജി കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ്നെസ് തോന്നുന്നു. തുടർന്നു ഇങ്ങനെ വീഡിയോ ഇടാൻ കഴിയട്ടെ, അത് കണ്ടു മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നും ചേച്ചിയുടെ മുഖത്ത് ചിരി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പാവം സഹോദരൻ. ഓ ബ്രോ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാൻ ബോയ്സിന് അങ്ങനെ കമൻറ്റ്സ് കാണാറേ ഇല്ല. നമ്മൾ ഫുൾ ഗേൾസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയല്ലേ. ബട്ട് യെസ് ഗൈസ്, നമ്മുടെ ഇടയിൽ നല്ല അടിപൊളി ബ്രോസും ഉണ്ട്. താങ്ക് യു സോ മച്ച് ഡിയർ. നല്ല സന്തോഷമായിട്ട് കേട്ടപ്പോൾ. കാരണം ആ കണ്ണിൽ ഇങ്ങനെ എന്താ പറയുക സങ്കടം തോന്നിക്കണ ഇമോജിയിൽ ഇങ്ങനെ അത് കാണിച്ചിട്ടുണ്ട്. സോ യെസ്, ലവ് ഇറ്റ്. പപ്പ ആൻഡ് റാണി എവിടെ ചേച്ചി? അവർ എന്താ ഇങ്ങോട്ട് വരിക? റാണി ആക്ച്വലി എൻ്റെ അങ്കിളുടെ വീട്ടിലാണ്. റാണിയുടെ പുതിയ പാർട്ട്ണറായിട്ട് നമ്മളെ തേച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് പപ്പയുടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പപ്പ അവിടെ കുറേ ഇങ്ങനെ ചെടികളൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ കണ്ണി കാണുമ്പോൾ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റാറില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആക്ച്വലി പപ്പയ്ക്ക് ഈ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് ലൈഫും ഇഷ്ടമല്ല, മമ്മിക്കും ഇഷ്ടമല്ല. പക്ഷെ മമ്മിക്ക് എന്നോടുള്ള അമിത അഡിക്ഷൻ കാരണമാണ് മമ്മി പിന്നെ വന്നെ. ചില സമയത്ത് എന്താ അവർക്കിങ്ങനെ വെക്കേഷനായിട്ടൊന്ന് പോയിട്ട് വരാൻ തോന്നുമ്പോൾ അവർ ഇങ്ങോട്ട് പോരും. മാരീഡ്, ജോബ്, വേറെ ജോബ് ഉണ്ടോ? റിസൾട്ട് ഓഫ് +2 10th. വൈ ആർ യു ഇൻ ഗുജറാത്ത്? വെജിറ്റേറിയൻ ആവാനുള്ള റീസൺ? ഡോണ്ട് സ്കിപ്പ് എനി ക്വസ്റ്റ്യൻ. ആർ യു മാരീഡ്? ആർ യു കമ്മിറ്റഡ്? ഇത് തന്നെയല്ല. ഓക്കെ, വാട്ട്സ് യുവർ സിസ്റ്റർ നെയിം? ചേച്ചിയുടെ പേരാണ് സ്നേഹ, എൻ്റെ പേരാണ് മേഘ. കൂടുതൽ പാട് വെട്ടില്ല ഗൈസ് എൻ്റെ പാരൻസ്, പെട്ടെന്ന് പേര് കിട്ടി. ഹായ് ചേച്ചി, ഐ റിയലി ലൈക്ക് യുവർ വ്ളോഗ്സ് ആൻഡ് ഓൾ ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ് ആർ യു പ്ലാനിങ് ടു ഗെറ്റ് മാരീഡ് ദിസ് ഇയർ? ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ ഇംപ്രോംപ്റ്റോ ഗൈസ്. ജസ്റ്റ് ലിവ് ഇൻ യുവർ പ്രസൻറ്റ്. ബാക്കി എന്താണ് പറയുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി സഡൻ. ലൈഫ് ഇസ് വെരി സഡൻ. ഒന്നും പറയാൻ പറ്റാത്തൊരു ലൈഫാണ് ഗൈസ്. കുന്തം. റാണിക്ക് സുഖമാണോ? റാണിക്ക് പരമാനന്ദമാണ്. ആൻഡ് താങ്ക്ഫുള്ളി അവൾക്ക് കിട്ടിയേക്കണ ആ വീട്ടിൽ അവിടുത്തെ അങ്കിളിൽ പൊന്നുപോലെ റാണി നോക്കണം. കാരണം റാണിക്ക് ആ ഒരു റാണിയുടെ അനീത്തി പട്ടിയും കൂടെ ഉണ്ടല്ലോ. സോ രണ്ടുപേരും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആക്ച്വലി എപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ, വെച്ചാൽ പപ്പ അങ്കിളിനെ വിളിക്കാറുണ്ട്. സോ യെസ്, ഷീ ഈസ് വെരി ഹാപ്പി. ആർ യു സിംഗിൾ? ഈ കുറേ പ്രാവശ്യം സിംഗിൾ ചോദിച്ച ആൾ എനിക്ക് തോന്നുന്നത് ഏതോ ബോയ് ആണെന്ന്. ഓക്കെ, ഫൈനലി ഇപ്പോഴാണ് തീർന്ന നമ്മുടെ വ്ളോഗ് ചാനലിലെ ക്വസ്റ്റ്യൻ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു നമ്മുടെ ഫസ്റ്റ് ബ്യൂട്ടി ഫാഷൻ ചാനലിൻ്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, ഹെയർ കെയർ റൂട്ടീൻ. വാട്ട്സ് യുവർ ജോബ് ഇൻ ഗുജറാത്ത്? ഏജ്. ഹെയർ കെയർ റൂട്ടീൻ ഞാൻ വേഗം തന്നെ ചെയ്യാട്ടോ. ആസ് വി ഓൾ നോ യു ലവ് ഗുജറാത്ത്. സോ ഗുജറാത്തി പയ്യനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഓർ യു ലൈക്ക് ടു മാരി എ മലയാളി? ടേക്ക് ഇറ്റ് ആസ് ഫൺ തന്നെയാണ് എടുക്കണത്. ഡോണ്ട് വറി. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു പ്രഷറും എടുക്കണ്ട. നമ്മൾ കട്ട ഫ്രണ്ട്സാണ്, നമ്മൾ കട്ട
സിബ്ലിങ്സ് ആണ്, മനസ്സിലായാലും. എനിക്ക് നിങ്ങളോട് ആ ഒരു വൈബാണ് ഇഷ്ടം, ഞാൻ പറഞ്ഞേക്കാം. ഡോണ്ട് ഗെറ്റ് ഫോർമൽ വിത്ത് മീ അറ്റ് ഓൾ. ഞാൻ ഡിസ്റ്റൻ്റ് ആവും പറഞ്ഞേക്കാം, ദൂരെയായി കളയും ഞാൻ പറഞ്ഞേക്കാം. സോ യെസ്, ചില്ലായിട്ട് സംസാരിക്കുക. ഐ ലവ് ദാറ്റ് വൈബ്. വാട്ട് ഈസ് യുവർ ഗുജറാത്ത് ആൻഡ് കേരള സ്റ്റോറി? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊല്ലം ഈ നവരാത്രി വരുമ്പോൾ എനിക്കൊരു മതം ഇളകും ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ ഗുജറാത്തിൽ. എനിക്ക് ഓർമ്മയില്ല ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടത്. യെസ്, ആ കല്യാണത്തിൽ വന്നപ്പോൾ ഐ ഡിസൈഡഡ് ദാറ്റ് യെസ്, ഞാൻ ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ യൂസ് ചെയ്യാൻ. ശരിക്കും ഞാൻ അത് തന്നെ ചെയ്തു ഗൈസ്. സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക, റെൻറ്റിന് വേണ്ടി ഇവിടെ എന്തിനാണ് റെൻറ്റിനൊക്കെ പൈസ ഭഗവതി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതും കൊടുക്കണം, എന്തുട്ടാന്ന് പറയാം, മെയിൻ്റനൻസ് അതും കൊടുക്കണം, ഒക്കെ കൂടെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ആ പൈസ ഞാൻ കഷ്ടപ്പെട്ട് 4-5 കൊല്ലം കഷ്ടപ്പെട്ട് ഗൈസ്, ഫുഡ് ഒന്നും നോക്കാണ്ട് ഉറക്കം നോക്കാണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട്, എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, എവിടെയെങ്കിലും കറങ്ങി അടിക്കണം? നോ, ഞാൻ എപ്പോഴും പൈസ സേവ് ചെയ്യും. നിങ്ങൾ എൻ്റെ ഭയങ്കര ലക്ഷറി ലൈഫും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കി, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എപ്പോഴും സേവിങ്സ് ചെയ്ത് ഗൈസ്, ജസ്റ്റ് ഫോർ ദിസ് ലൈഫ് വിച്ച് ഐ എം ലിവിങ് നൗ. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഇങ്ങോട്ട് പോന്ന് ആൻഡ് ഡിസൈഡ് ചെയ്ത് ഞാൻ തിരിച്ചു പോയി. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഗൈസ്, എൻ്റെ സ്കൂൾ ടൈം ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നത്. ഞാൻ ഇവിടെ വന്ന 3 കൊല്ലം മുമ്പ് അവളുടെ കല്യാണം കഴിഞ്ഞു ആക്ച്വലി. സോ ആ സമയത്ത് കല്യാണത്തിന് വന്ന സമയത്താണ് ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഞാൻ റെൻറ്റ് ഹൗസില്ല, അത് ഞാൻ ബുക്ക് ചെയ്ത്. ആക്ച്വലി ഇതിനകത്തൊരു ആപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്, എനിക്ക് ഓർമ്മയില്ല ഏതാന്ന്. ആ ആപ്പ് വഴി ഞാൻ ബുക്ക് ചെയ്ത് വന്നിട്ട് നമ്മൾ വീട് നോക്കാൻ പോയി. നമ്മൾ ഓണറിനെ കൊണ്ട്, നല്ല ഓണറായിരുന്നു, നല്ല വീട് നല്ലതായിരുന്നു. പക്ഷേ 1 BHK പ്ലസ് അത്യാവശ്യം ഫർണിച്ചർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഷൂട്ടൊക്കെ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അത് ആൻഡ് നല്ല റെൻ്റ് ഉണ്ടായിരുന്നു, അതാണ് പക്ഷേ. അതർവൈസ് ഓണറൊക്കെ നല്ലതായിരുന്നു, ഒരു സ്വൈരക്കേടില്ല. ഇവ സോ സപ്പോർട്ടീവ്, നല്ല ആളായിരുന്നു കേട്ടോ. സോ ആളെ കണ്ടു, നമ്മൾ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് നാട്ടിലേക്ക് പോയി. അങ്ങനെയാണ് പിന്നെ നമ്മൾ നാട്ടിൽ പോയി ഫുൾ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഗുജറാത്തിലേക്ക് ഷിഫ്റ്റ് ആയത്? ജോബ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഡ്രൈ സ്കിൻ, അയ്യോ ഒന്നും പറയണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടിലായിരുന്ന സമയത്ത് ഈ സ്കിൻ ടൈപ്പ് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ ഈ ഓയിലി സ്കിന്നിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യും, അതുകൊണ്ട് ഒന്നും കൂടെ ഓയിൽ പ്രൊഡ്യൂസ് ആവും. അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലിയാണ്, അപ്പോൾ അലോവേറ ജെൽ അതുപോലത്തെ വളരെ ലൈറ്റ് ഇതൊക്കെയായിരുന്നു ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ എന്താ പറയുക, ഞാൻ ഒരു പ്രാവശ്യം കണ്ടോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ത്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട് പാർലറിൽ, ആ സമയത്ത് ഞാൻ ഐബ്രോ ഒന്നും സ്വന്തം ചെയ്യൂലായിരുന്നു കേട്ടോ. കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കും. അപ്പോഴവിടുത്തെ ചേച്ചി ഈ മൂക്കൊക്കെ ഇങ്ങനെ ഡ്രൈ, കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ മൊരിയൊക്കെ നിൽക്കും. അപ്പോഴാണ് വിചാരിച്ചു ഈ എൻ്റെ സ്കിൻ ഡ്രൈ ആണോ ദൈവമേ. അങ്ങനെ ഞാൻ പതുക്കെ ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ട് അതേപോലെ കെയർ ചെയ്തു തുടങ്ങി. ഇപ്പോഴാണ് ആക്ച്വലി എനിക്ക് നല്ലോണം കെയർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഗ്ലോ കണ്ടാ കൊതിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളം. നിങ്ങളുടെ സ്കിൻ കെയറിങ് റൂട്ടീൻ ആൻഡ് ഹെയർ കെയർ ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടണം. ഐ ലവ് യു ചേച്ചി. ചേച്ചിയുടെ ജോബ് എന്ത് മാത്രമാണോ മീൻസ് എന്ത് മാത്രമാണോ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, എന്താണെന്നാണോ? അപ്പോൾ ഇത് തന്നെ കേട്ടോ നമ്മുടെ ജോലി. ആൻഡ് യെസ്, എനിക്ക് ഭയങ്കര സന്തോഷമായി ദാറ്റ് സ്കിൻ കെയർ വർക്ക് ആവണ്ടെന്നുള്ളത്. ഇനി ഇതിക്കുള്ള എന്ത് വേണം ഞാൻ പൊങ്ങാൻ. ഇഫ് യു ഗെറ്റ് എ ടൈം ട്രാവലർ വിൽ യു ട്രാവൽ ടു ദ പാസ്റ്റ് ഓർ ടു ദ ഫ്യൂച്ചർ? പാസ്റ്റിൽ ഞാൻ പോകില്ല, ഒരർത്ഥവുമില്ല. ഫ്യൂച്ചർ മേ ബി എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഗൈസ്, എനിക്ക് ആക്ച്വലി ഇത് 2 സംഭവം ഇഷ്ടം. എനിക്ക് പ്രസൻറ്റിൽ നിൽക്കാനും ഇഷ്ടം. എനിക്ക് ഇപ്പോഴും ലിവ് ഇൻ പ്രസൻറ്റ്, അതാണ് എൻ്റെ ആക്ച്വലി ഒരു മോട്ടോ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് വിയർഡ് കോമ്പിനേഷൻ ഇൻ ഫുഡ്? വിയർഡ് കോമ്പിനേഷനാ ഈ മാഗിയിൽ പാലൊഴിച്ച് കഴിക്കാൻ, അങ്ങനത്തെ വല്ലതും ആയിരിക്കും അല്ലേ? വിയർഡാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരെണ്ണം ഉണ്ട്, പാർലേജിയുടെ ബിസ്ക്കറ്റ് തണുത്ത വെള്ളത്തിൽ മുക്കി കഴിക്കാന്നുള്ളത്. അത് എൻ്റെയും ചേച്ചിയുടെയും ഫേവറേറ്റ് ആണ്. ചേച്ചിക്ക് പിന്നെ ചായയുടെ കൂടെ ഇഷ്ടം, എനിക്ക് പക്ഷെ അതുമില്ല. എനിക്ക് ഇത് തന്നെ വേണം, തണുത്ത വെള്ളത്തിൽ പാർലേജി ബിസ്ക്കറ്റ്. ഗുജറാത്ത് ആൻഡ് കേരള സ്റ്റോറി പറഞ്ഞു. ഈ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ എനിക്ക് ആ സിനിമ എന്തോ ഉണ്ടായിരുന്നില്ല, കേരള സ്റ്റോറി എന്ന്. അതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേച്ചി പറഞ്ഞത് എന്നോട് കാണാൻ. എനിക്ക് ചോദിക്കാൻ ഒന്നുമില്ല, എനിക്ക് ഈ പർപ്പിൾ കുട്ടീനെ ഇഷ്ടമാണ്, ഭയങ്കര രസാടോ നിങ്ങളെ വീഡിയോ. താങ്ക് യു ആൻഡ് ലവ് യു. നോ, പർപ്പിൾ യു, നമ്മൾ അത് തന്നെ പറയാം. എന്നെ പർപ്പിൾ കുട്ടി എന്നല്ല വിളിച്ചത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ചിലവർ എന്നെ പർപ്പു എന്ന് വിളിക്കും, മേഘു എന്ന് വിളിക്കും. എനിക്ക് അതൊക്കെ ഇഷ്ടം ഗൈസ്. നിങ്ങളപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ക്ലോസ്, കാരണം എൻ്റെ ക്ലോസ് ആൾക്കാർക്ക് ഞാൻ ആ പെർമിഷൻ കൊടുക്കാറില്ല എന്നെ മേഘു എന്ന് വിളിക്കാനുള്ളത്. പർപ്പു പിന്നെ നിങ്ങൾ വിളിക്കൂ, അത് നിങ്ങൾ തന്നെ ഇട്ട പേരാണ്. സോ അതും എനിക്കൊരു പേരായി. പർപ്പു മേഘു വളരെ ക്ലോസ് ആയിട്ടുള്ളവർ എന്നെ വിളിക്കും.
ഹെയർ കെയർ ആൻഡ് ആക്നെ ആൻഡ് സ്കാർ എനിക്കിപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഗൈസ്. ആക്ച്വലി ഞാനിപ്പോൾ കാലറി ഡെഫിസിറ്റിൽ പ്ലസ് എൻ്റെ പീരിയഡ്സ് വരാൻ പോകല്ലേ, എനിക്കിപ്പോൾ ഇവിടെ ആക്നെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് മാനേജബിൾ ആൻഡ് ഇറ്റ്സ് വളരെ ടെമ്പററി കൈൻഡ് ഓഫ്. എനിക്കിപ്പോൾ മാനേജ് ചെയ്യാനും അറിയാം. റിയലി ലവ് യുവർ വീഡിയോസ് ചേച്ചി, റിയലി യുവർ വീഡിയോസ് ആർ മച്ച് ഇൻട്രസ്റ്റിംഗ്. ഹെയർ കെയർ റൂട്ടീൻസ് ഒരുപാട് ചെയ്യോ? കുറേ ചെയ്യാൻ പോലെ. ആക്ച്വലി എൻ്റെ ആഗ്രഹം തന്നെ ഒറ്റ റൂട്ടീൻ അങ്ങോട്ട് ചെയ്ത് ഒതുക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യണ പുറകെയുള്ള കംപ്ലീറ്റ് ഇത് പറഞ്ഞുതരാമെന്നുള്ളത് എൻ്റെ ആഗ്രഹം. എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ വെറുതെ പറഞ്ഞു നിങ്ങളോട് ഈ എണ്ണ യൂസ് ചെയ്താൽ മതി. അതെങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ, എങ്ങനെ യൂസ് ചെയ്താലാണ് ഒന്നും കൂടെ പണി കിട്ടണേ. യെസ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻസ് ഞാൻ ഒരു ഡോക്ടർ അല്ലെങ്കിൽ എനിക്ക് ഡോക്ടറിൻ്റെ വല്ല വിവരം. നോ, അത് വേറൊരു കാര്യം, ഇത് വേറെ കാര്യം. ഞാൻ ചെയ്യണത് ഹെയർ കെയർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ബാക്കി എന്തെങ്കിലും നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ടുള്ള ഹെയർ റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ അത് നമുക്ക് ഡോക്ടർ തന്നെ വേണം ഗൈസ്. ഡോക്ടറുടെ സ്ഥാനം ആർക്കുമേ എടുക്കാൻ പറ്റമാട്ടെ. ജോബ് അതർ ദാൻ യൂട്യൂബ്? നോ, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഫുൾ ടൈം ജോബ് ഇത് തന്നെയാണ്. എനിക്കറിയാം നിങ്ങൾ എന്ത് ചോദിക്കണം എന്നുള്ളത്. പെട്ടെന്ന് ഗുജറാത്തിലേക്ക് ഷിഫ്റ്റ് ആയി. രണ്ടാമത് മേ ബി ഞാൻ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. മൂന്നാമത് ഈ മീറ്റിംഗ് ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾ. അത് മീറ്റിംഗ് ബ്രാൻഡ് മീറ്റിംഗ് ആണ് ഗൈസ്, അതുകൊണ്ടാണ്. ചേച്ചി ഇപ്പോൾ റാണി കേരളത്തിൽ വീട്ടിലാണ്. ഒരു ദിവസം കേരളത്തിൽ പോകുമ്പോൾ റാണിയെ കാണിക്കുമോ? ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, വളരെ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ആക്ച്വലി ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്തവണ പോയപ്പോൾ പോലും ഞാൻ മൈൻഡ് വിചാരിച്ചിട്ടായിരുന്നു പോയിരുന്നത് ദാറ്റ് ഇത്തവണ പോകുമ്പോൾ ഞാൻ എന്താ പറയുക, ഇറിറ്റേറ്റ് ആവണ്ട. നിങ്ങൾക്ക് ഈ മുടി ഇട്ട് ഞാൻ കളിക്കണം, സോറി ട്ടാ. ഓക്കെ, ഇറിറ്റേറ്റ് ആക്കിക്കോ. ഓക്കെ, എന്താ പറയുക, ഇത്തവണ പോകുമ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു റാണിയെ പോയി കാണാം, നിങ്ങളെ കാണിക്കും. പക്ഷെ അതെന്തെന്നാണ് ഗൈസ്, നമ്മൾ ചിലപ്പോൾ അതിനെ വിഷമിപ്പിച്ചാലോ, അത് വേണ്ട. എനിക്ക് ആഗ്രഹമുണ്ട്, നോക്കാം നമുക്ക്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. നെവർ സേ നെവർ. വെയിറ്റ് ഇപ്പം ഞാൻ പറയൂല, ഞാൻ എൻ്റെ കാലറി ഡെഫിസിറ്റില്ല. ബിഫോർ ആഫ്റ്റർ ആയിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ, പ്ലീസ് ഗൈസ്. ഞാൻ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിക്കോട്ടെ. വുമൻ ജീൻസ് ടോപ്പ് ഹോൾ ചെയ്യാം ഞാൻ ചെയ്യാം. ഇവിടെ ഒരു ആക്നെ പാച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്, അപ്പോൾ അതൊക്കെ ഇളക്കി. ചേച്ചി ഹെയർ ഗ്രോത്ത് ടിപ്സ് പ്ലീസ്. സൂൺ കമ്മിങ്. അണ്ടർ റേറ്റഡ് സൺസ്ക്രീൻ ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അണ്ടർ റേറ്റഡ് ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ആണോ അതോ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത സൺസ്ക്രീൻ ആണോ ഉദ്ദേശിച്ചത്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അബൌട്ട് യുവർ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ആൻഡ് ഒരു ഹായ് പറയാമോ? ഐ എം എ ബിഗ് ഫാൻ. മൈ നെയിം ഈസ് ഫാത്തിമ. ഹായ് ഫാത്തിമ. ആൻഡ് ഈ ഒരു പീരിയഡ്സ് എക്സ്പീരിയൻസ് ഗായ്സ് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്നെ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. കാരണം ഞാൻ ആ സമയത്ത് കൊച്ചായിരുന്നു. ഐ വാസ് ഇൻ 6th സ്റ്റാൻഡേർഡ് ആൻഡ് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഐ വാസ് സോ ഡം. ഞാൻ നിങ്ങളോട് പറയാൻ, ഇറ്റ് വാസ് എ ഷോക്കിംഗ്ലി സർപ്രൈസിങ് തിങ് ആൻഡ് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പീരിയഡ്സ് ആയ ഡേറ്റ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. September 20. എൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് 1-2 എൻ്റെ ഫ്രണ്ട്സൊക്കെ പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നു. ഐ ഗസ് അവർ എൻ്റെ ഏജിനെക്കാട്ടും ഓൾറെഡി 1 വയസ്സിന് മൂത്തതായിരുന്നു. എല്ലാവരും അവരുടെ ചുറ്റും ഇങ്ങനെ ഹൈപ്പാവും. ഓ മൈ ഗോഡ്, ടു പീരിയഡ്സ് മേ ഹോ ഗയി, ക്യാ ഹോത്താ ഹൈ ഇസ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത്. അപ്പോൾ എനിക്കൊരു അയ്യോ ഇതെന്താ ഞാൻ. കാരണം എന്നാൽ എന്നെക്കാട്ടും എനിക്ക് 2-3 മാസത്തിന് മാത്രം മൂത്തതായിട്ടുള്ള ഒരു കുട്ടി ഉണ്ട്, അവളുമായി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയാം, യാർ वो मुझसे भी क्या बोलते हैं उम्र में बड़ी है और एक तो जस्ट मुझसे 3 साल ही बड़ी है फिर भी वो तो पीरियड्स में होगा. അപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് യുനോ ഇത് തന്നതാ, എന്നാ ടിപ്പ് തന്നതാ, നീ പീരിയഡ്സ് ഫേക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. ആൻഡ് ശരിക്കും ഞാൻ ചെയ്യാൻ റെഡി ആയിരുന്നു ഗസ്. ഞാൻ വീട്ടിലേക്ക് പോയി ആൻഡ് ഗസ് വാട്ട്, ഐ ക്യാൻ ഓൾറെഡി സീ റെഡ് ഡോട്ട്. മനസ്സിലായില്ലേ? ഞാൻ പേടിച്ച് പണ്ടാറടങ്ങി. ബിക്കോസ് ഞാൻ ബാത്റൂമിലായിരുന്നു, ഉറക്കം ഒച്ചയെടുത്ത് ഞാൻ ഉച്ച സമയം ഇരുന്നിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആൻഡ് ഐ റിമെമ്പർ ആ സമയത്ത് വീട്ടിൽ ഒരൊറ്റ പാഡ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മമ്മിയും ചേച്ചിയും പീരിയഡ്സ് ആവുമായിരുന്നു, പക്ഷെ ഒരൊറ്റ പാഡ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എൻ്റെ പീരിയഡ്സിൽ മമ്മിയുടെ പഴയ ഏതോ കഴുകി ക്ലീൻ ആക്കിയ ബട്ട് പഴയ പാവാട ഉണ്ടാവില്ലേ മാക്സിയുടെ അടിയിലിടണ, യെസ്, അത് കീറിയിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പാഡ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് വെരി ക്രേസി ഗൈസ്. എനിക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് എനിക്ക് ആ ഡേറ്റും അതൊക്കെ ഇത്ര ഓർമ്മ ആട്ടെ. അത് കഴിഞ്ഞപ്പോൾ വന്ന വേദന, ഓ എനിക്ക് ആലോചിക്കാൻ വേദന. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊരു അമ്മ പോലെ. അതിപ്പോഴും അങ്ങനെയാണ്. ഷീ ഈസ് വെരി മച്ച് ഭയങ്കര കെയറിങ് ആണ്. 6th സ്റ്റാൻഡേർഡിലൊക്കെ ഞാൻ എനിക്ക് അത്ര പ്രായമില്ലല്ലോ. അപ്പം ഞാൻ ചേച്ചിയുടെ നെഞ്ചത്ത് ഇങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ട് അപ്പുറം ഇപ്പുറം കാലിടൂല നമ്മൾ, അങ്ങനെ കിടന്നു എന്നെ ചേച്ചി എന്നെ ഉറക്കിയത് ഗൈസ് ഉച്ച സമയത്ത്. ഭയങ്കര പെയിനിലായിരുന്നു ഞാൻ. അങ്ങനെ പോട്ടേട്ടാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഗൈസ്. സോ യാ, അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഈസ് യുവർ പാരൻസ് ആർ ലവ് മാൻ?
പപ്പ ഇവിടെ ഓൾറെഡി ആയിരുന്നു. പപ്പ എന്നിട്ട് നാട്ടിൽ പോയി മമ്മിയെ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അറേഞ്ച് മാരേജ് ആണ് ഗൈസ്. എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഇത്ര താല്പര്യം? തുടങ്ങി വച്ചത് സമാധാനം, എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ, പിന്നെ പൈസ കിട്ടി തുടങ്ങി. സോ മോട്ടിവേഷൻ കിട്ടി, കുറച്ച് എക്സ്ട്രാ എന്താ പറയുക കരിയർ ഓറിയൻറ്റഡായി, എൻ്റെ എന്താ പറയുക എൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ എല്ലാം കൊണ്ടുപോകണമെന്ന് പറയാം. എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. ആൻഡ് എടുത്ത് പറയാം, ഞാൻ നിങ്ങളെ സോപ്പ് ഇടല്ല ടു ബി ഓണസ്റ്റ്. പക്ഷെ നിങ്ങളോടുള്ള കണക്ഷൻ, ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഓടി ചെല്ലും, ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമൻസാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാറില്ലേ ഗൈസ്? മിക്ക എല്ലാ വീഡിയോസിലും ഞാൻ റിപ്ലൈ തരാറുണ്ട്. നിങ്ങളോടുള്ള എൻ്റെ ലബ്ബാണ്. യെസ്, അതുകൊണ്ടാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാം. ഈ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാമല്ലോ, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ആരും എന്നെ ഭരിക്കാനായിട്ട് വരുന്നില്ല, എല്ലാം എൻ്റെ കയ്യിലാണ്. ചില ബ്രാൻഡ്സ് ഭരിക്കാൻ നോക്കിയാൽ ഞാൻ അത് ചെയ്യാറുമില്ല. നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ തൃശ്ശൂർ ആൻഡ് എറണാകുളം വേണമെങ്കിൽ പറയാം. ഹായ് ചേച്ചി, ആക്നെ ക്ലിയറിംഗ് സ്കിൻ കെയർ റൂട്ടീൻ പാർട്ട് 3 എന്താ ഇതുവരെ ഇടാത്ത? വെയിറ്റിംഗ്. ഓർമ്മയുണ്ടല്ലേ, ഞാൻ മറന്നു. ഞാൻ വിടാട്ടാ. ഓക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പ്രോമിസ് ചെയ്ത് എഴുതി വെക്കണം. ചില വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ ചാനലിലെയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് കടക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ബൈ ദ വേ നമ്മുടെ 30K ആയിട്ടാ. ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ. കുറച്ച് ഞാൻ സ്റ്റോറീസിൻ്റെ കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് അല്ല, ബട്ട് അതർവൈസ് പോസ്റ്റൊക്കെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റോറീസിലും കൺസിസ്റ്റൻ്റ് ആവാം. നിങ്ങളൊക്കെ അവിടെ വരികയാണെങ്കിൽ കേട്ടോ. കാരണം എനിക്ക് എന്താ പറയുക, അവിടെ ഒരു പുതിയതായിട്ടുള്ള ഓഡിയൻസാണ് വന്നത്. അവിടത്തെക്കാട്ട് കൂടുതൽ എനിക്ക് നിങ്ങളോട് കണക്ഷൻ. നിങ്ങൾ കുറേ പേര് ഓൾറെഡി തന്നെ അവിടെ ഫോളോ ചെയ്യേണ്ട DMs നിറഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക ലൈവൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നല്ല രസം ഉണ്ടാവും. അങ്ങോട്ടേക്ക് വായോ, അപ്പം നമുക്ക് ചെയ്യാം. ഡൂയിങ് ജോബ് ഇത് തന്നെ. ചേച്ചി സൺസ്ക്രീൻ പൗഡർ എങ്ങനെയുണ്ട്? സൺസ്ക്രീൻ പൗഡർ ഏതാണ് ഉദ്ദേശിക്കുന്നത്? സൺസ്ക്രീൻ പൗഡർ ഏതാണ്? ഡെർമാക്കോയിൻ്റെ ആണോ? നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റൊക്കെ ചെയ്യാൻ നല്ലതാണ്. ഫോർ സമ്മർ ഒക്കെ അടിപൊളി തന്നെയാണ്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് വെക്കോ ചേച്ചി? ബിഗ് ഫാൻ ഓഫ് യോഴ്സ്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഞാൻ എവിടെ വെക്കണം? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല കേട്ടാ. Q&A ഇപ്പം ഇത്രയും കൊല്ലം കഴിഞ്ഞില്ല ചെയ്ത്. ഇനി മീറ്റ് ആൻഡ് ഗ്രീറ്റ് നമുക്ക് ഒരു 10 കൊല്ലം കഴിഞ്ഞ് ചെയ്യാം. ഓക്കെ, ആർ യു കമ്മിറ്റഡ്? യെസ്, ഐ ആം കമ്മിറ്റഡ് to my work, to my passion, to my career, to my productivity, to my health, to my routine. ഇനി to my consistency കൂടെ വേണം. Currently doing what? Currently sitting on this couch. Couch അല്ല, bean bag. ചേച്ചി മെഡിറ്റേഷൻ ലൈഫിൽ വരുത്തിയ ചേഞ്ചസ് ഷെയർ ചെയ്യണം. മെഡിറ്റേഷൻ ലൈഫല്ല ഗൈസ്, മേ ബി സ്പിരിച്വൽ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഞാൻ, അനിലവും വിലും അങ്ങനെ. ഇതൊക്കെ എൻ്റെ മൈൻഡിനെ ഒന്ന് കാം ഡൗൺ ആക്കാൻ. ഇപ്പം എൻ്റെ മെഡിറ്റേഷൻ ഈസ് ജപിക്കുക എന്നുള്ളതാണ്. ഒന്നും പറയാനില്ല ഗൈസ്. ജപം ഈസ് നല്ല ഒരു ഇതാണ്. മനസ്സിന് എന്തൊരു സമാധാനം തന്നെ, മെൻ്റൽ ക്ലാരിറ്റി, മെൻ്റൽ പീസ് ഒക്കെ കൊണ്ടും നല്ല സുഖമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നാമം വേണമെങ്കിലും എടുത്തോ, നാമം ചൊല്ലിക്കോ, മന്ത്രം ചൊല്ലരുതിട്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചും കൊണ്ട് കുളിച്ചോ നനച്ചോ ഇതൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ പറയില്ല. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യണത് നോർമലായിട്ടുള്ള വല്ല മുത്തുണ്ടാവില്ല, അത് ചന്ദനവും രുദ്രാക്ഷമൊന്നും യൂസ് ചെയ്യരുത്. കുളിക്കാത്തതൊക്കെ ആണെങ്കിൽ നോർമലായിട്ടുള്ളത് കിട്ടും. അത് നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ ഒരു വെള്ളമുത്ത്, അതെനിക്ക് വൃന്ദാവനിൽ വെച്ചിട്ട് കിട്ടിയതാണ്. അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് ഞാനതാണ് യൂസ് ചെയ്യണത്. രാത്രി കിടക്കണതിന് മുമ്പൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഭ്രാന്ത് പിടിക്കും, ചില സമയത്ത് മൂഡ് സ്വിങ് വരൂല ഗൈസ്. ഈ പീരിയഡ്സിന് മുമ്പ് ഒരു സോയിലില്ലാത്ത സംഭവം. അപ്പോൾ അത് എനിക്ക് പീരിയഡ്സ് ആകുമ്പോൾ പോലും ഞാൻ ഇത് ജപിക്കാറുണ്ട് കേട്ടോ. വീഡിയോ മുടങ്ങാതെ ചെയ്യാത്തത് എന്താണെന്ന് പറഞ്ഞ് എന്നെ ഇടിച്ചിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ ചെയ്യാട്ടോ. ഇപ്പം എനിക്ക് തോന്നണേ ഈ വീഡിയോ ഇടണം എന്നുള്ളത് എന്നെക്കാട്ട് കൂടുതൽ ആവശ്യം നിങ്ങൾക്കാണ്. ആൻഡ് നിങ്ങളുടെ ആവശ്യം കാരണം ആക്ച്വലി ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ. ചേച്ചി പ്ലീസ്, ഐ വോണ്ട് ടു മീറ്റ് യു ഓൾസോ. മിസ്സിങ് യുവർ ഓൾഡ് വ്ളോഗ്സ്, ഇറ്റ്സ് ജസ്റ്റ് ഓസം. താങ്ക് യു സോ മച്ച്. കാണുന്ന ടോപ്പ് ചാനൽസിൽ ഗൈസ് നമ്മുടെ ചാനൽ. അയ്യോ, ആരാണിത്? ശ്രീലക്ഷ്മി, താങ്ക് യു സോ മച്ച്. ഞാൻ അതിനുള്ള അർഹതയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കുന്നത്. താങ്ക് യു ഗൈസ്. സിബ്ലിങ്സ് ഇല്ല, ഒറ്റമോളാണ്. എന്നോ കണ്ടാൽ തോന്നും ഒറ്റമോളാണെന്നുള്ളത്. കാരണം എൻ്റെ സിബ്ലിങ് തന്നെ കല്യാണം കഴിച്ച് കൊല്ലങ്ങളാണ്. പർപ്പിൾ കളർ എന്താ ഇത്ര ഇഷ്ടം? ആദ്യം തൊട്ടേ കാണുന്നു വീഡിയോസ് സ്റ്റിൽ ഇപ്പോൾ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എനിക്ക് താങ്ക് യു എന്ന് പറയാനുണ്ട്. എനിക്കറിയാം പണ്ടത്തെ വീഡിയോ കണ്ടിട്ട് ഈ വ്യൂസ് കയറണത് തന്നെ. പക്ഷേ നോ, അങ്ങനെ ഞാൻ സെൽഫിഷ് ആവരുത്. ഞാൻ വീഡിയോസ് ഇടും ഗൈസ്.
ബിക്കോസ് നമുക്ക് രണ്ടുപേർക്കും ഗ്രോ ആവണം. മനസ്സിലായാ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടാൻ ഇഷ്ടമാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് വീഡിയോ കാണുമ്പോൾ. സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തോ വിട്ട പോലെ എനിക്ക് തോന്നി. പർപ്പിൾ കളർ എന്താ ഇഷ്ടം എന്നുള്ളത് അത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞു. എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ഗൈസ്, അതിനൊരു പ്രാന്ത്. ആക്ച്വലി പർപ്പിൾ കളറിനോട് എനിക്ക് ഇഷ്ടപ്പെടുന്നതിനും എന്ന് വെച്ചാൽ പർപ്പിൾ കളറിൻ്റെ പേര് പർപ്പിൾ ആണെന്ന് പറയുന്നതിന് മുമ്പേ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ചേച്ചി യുവർ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ പ്ലീസ് ഇടാട്ടാ. ന്യൂ വീഡിയോ ഏതാ? സോറി, എനിക്ക് ഇപ്പം എന്തായാലും ഇതാണ്. നെക്സ്റ്റ് ഇനി മിക്കവാറും കെയർ ആയിരിക്കും. ഹായ് ചേച്ചി, ഞാൻ വൈഗ. ചേച്ചി ഫസ്റ്റ് ലവ് സ്റ്റോറി പറയാം. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ റിമെമ്പർ ദിസ് ഗായ്. അവൻ്റെ ഫ്രണ്ട്സ് ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ സംസാരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് വഴി എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു. സോ ഈ പയ്യൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. സോ അവൻ കുറച്ചിങ്ങനെ പേടിച്ചു പോയി. എന്താ പറയുക, പിള്ളേരൊക്കെ കളിയാക്കി തുടങ്ങിയപ്പോഴേ അവന് എന്ന് വെച്ചാൽ ഞാൻ പാസ്സാകുമ്പോഴത്തേക്കും കളിയാക്കും. അങ്ങനെ ടീച്ചർമാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അവൻ പേടിച്ചു പോയി. എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറയാൻ പറ്റുമോ? ലവ് ആണോ അതൊക്കെ? സ്കൂൾ ടൈമിലൊക്കെ എന്ത് ലവ് ഉള്ള, അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ എന്താണെന്ന വിചാരം. എനിക്ക് അങ്ങനെ ഭയങ്കര അയ്യോ എന്ത് പറ്റിപ്പോ അങ്ങനെ ഒന്നുമില്ല. എനിക്കങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. നമ്മൾ ലവിൽ വീഴുന്നവരെ എല്ലാം ക്രിഞ്ചാവെന്ന് പറയില്ലേ? യെസ്, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ചേച്ചി ജോബ് എന്താ? എനി സീക്രട്ട് ഓൺ യുവർ ഗ്ലോയിങ് സ്കിൻ? ഡെഡിക്കേറ്റഡ് സ്കിൻ കെയർ ഗൈസ്. ഒരു ദിവസം വിട്ടാൽ കഴിഞ്ഞു കുന്തം. അപ്പോൾ എന്നെക്കാട്ടും ആവശ്യം എൻ്റെ സ്കിന്നാണ് എന്നെ പണിഷ് ചെയ്യണത്. ചെയ്തില്ലെങ്കിൽ കാണിച്ചു തന്നോ. ചില ആൾക്കാരെ ഞാൻ പൊട്ടി മുളപ്പിച്ചുകൊണ്ട് എത്തിക്കണോ? അതുകൊണ്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യും. എപ്പോൾ തുടങ്ങിയ വീഡിയോ ആണ് ഗൈസ്. ഇത് എഡിറ്റ് ചെയ്യാൻ ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. ചേച്ചി നാട്ടിൽ എവിടെ? തൃശ്ശൂർ, എറണാകുളം. ചേച്ചി ബിഗ് ഫാൻ ഓഫ് യു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പറഞ്ഞു. ഞാൻ കുറേ എൻ്റെ ഫ്രൂട്ട്സ് ടൈം കഴിഞ്ഞു പോയി ഗൈസ്. അതാ വൈകുന്നേരം 5:30 ആവാറായി. 3:30-4 മണിയാകുമ്പോൾ കഴിക്കേണ്ടതായിരുന്നു. സാറില്ല, പോട്ടെ. വേഗം ലൈക്ക് അടിച്ചോ ഗൈസ്. മാരേജ് പ്ലാൻ വല്ലതും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ് ശരിക്കും എനിക്കിപ്പോൾ എന്തോ വന്യ ഗൈസ്. അമ്മി ദേ ഇവനെ വഴി തെറ്റിക്കണോ? ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി എൻ്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി ഞാൻ പറയാം ഗൈസ്. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്ന സമയത്ത് ഐ റിമെമ്പർ എനിക്ക് സിംഗിങ്, സോളോ ഡാൻസിങ്, ഗ്രൂപ്പ് ഡാൻസിങ്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ല, ഡുവറ്റ് ഡാൻസിങ്. ഇതിനൊക്കെ എനിക്ക് ഫസ്റ്റ് അടിച്ച് എനിക്ക് ഓൾ റൗണ്ടർ ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ 8th സ്റ്റാൻഡേർഡ് വാസ് മൈ ബെസ്റ്റ്. ഹൗ ഡു യു ബിക്കം സോ സെൽഫ് ലവിങ് ആൻഡ് ബോൾഡ്? എനി ടിപ്സ്? ആർ യു മലയാളി ഓർ ഗുജറാത്തി? ആക്ച്വലി ഞാൻ ബോൺ ഗുജറാത്തി തന്നെയാണ് ഗൈസ്. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലും എൻ്റെ മദർ ടങ് ഗുജറാത്തിയാണ്. സോ ഐ ആം എ ഗുജറാത്തി വിത്ത് മലയാളി പാരൻസ്. വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓൾമോസ്റ്റ് ഗുജറാത്തി. ഞാൻ കുറച്ചൊക്കെ എവിടെയോ മലയാളിയാണ്. വേറൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, ഹൗ ഡു യു ബിക്കം സോ സെൽഫ് ലവിങ് ആൻഡ് ബോൾഡ് അല്ലേ? എപ്പോഴാണോ നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് അവനവൻ്റെ ഉത്തരവാദിത്തം എടുത്ത് തുടങ്ങണത്, ഒട്ടും ഒരു ബാക്ക് ഹാൻഡ് ഉണ്ടെന്നുള്ളൊരു ഫീൽ നിങ്ങൾ വയ്ക്കരുത്. നിങ്ങൾക്ക് പാരൻസിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. അതെല്ലാം പാരൻസും എല്ലാവരും സപ്പോർട്ട് ചെയ്യും, അതൊക്കെ ശരിയാണ്. പക്ഷെ നെവർ റിലൈ ഓൺ ദം ആഫ്റ്റർ യു അറ്റൻഡ് ഒരു സ്പെസിഫിക് ഏജ് എത്തുമ്പോൾ ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് റിലൈ ഓൺ യുവർ പാരൻസ്. അവർക്കും ഒരു ലൈഫ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അത് ഞാൻ മനസ്സിലാക്കി. ആൻഡ് ഞാനിപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ തന്നെ ദേ ആർ ലിവിങ് ദെയർ ലൈഫ് വിച്ച് ദേ ഡിഡ്ന്റ് ഗെറ്റ് അറ്റ് ദ ടൈം ഓഫ് ഞാനും ചേച്ചി ഉണ്ടായിരുന്ന സമയം. സോ മനസ്സിലായ? പക്ഷേ ഇപ്പോൾ എന്നാൽ വീണ്ടും മറന്നുപോയി. ഹൗ ഡു യു ബിക്കം സെൽഫ് ലവിങ് വരണമെങ്കിൽ സെൽഫ് വർത്ത് മനസ്സിലാക്കണം. പിന്നെ സെൽഫ് ലവിങ് വരണമെങ്കിൽ നമ്മുടെ ഇൻറ്റൻഷൻസ് പ്യുവർ ആവണം ഗൈസ്. എത്രയൊക്കെ ഒരു ആളുടെ ഇമ്പാക്റ്റ് നമ്മളിലുണ്ടോ, നമ്മൾ മാറരുത്. നമ്മളെന്താണോ അങ്ങനെ ആയിട്ട് തന്നെ ഇരിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുക, നമുക്ക് വേണ്ടി നല്ല ക്വാളിറ്റി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, നല്ല ഡ്രസ്സ് ഇടുക, നല്ലോണം അവനവന് വേണ്ടിയിട്ട് ചെയ്യുക. ആരെയും പ്രൂവ് ചെയ്യാനല്ല, ആർക്കും വേണ്ടിയിട്ടല്ല ലൈഫ്. പാരൻസ് തന്നെത്താൻ പ്രൗഡായിക്കോളും. അവരെ പ്രൗഡാക്കാനായിട്ട് ചെയ്യാൻ നിൽക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഡൂ ഇറ്റ് യുവർ സെൽഫ്. നമ്മളൊരു കോളേജ് ടൈം വരെയൊക്കെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു, എന്തിനാണ് ഞാൻ പറയണത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഐ ഡൂ ഇറ്റ് ഫോർ മൈ സെൽഫ്, ഫോർ മൈ ഗുഡ് ലൈഫ്, ഫോർ മൈ ഹാപ്പിനെസ്, ഫോർ മൈ പ്രൊഡക്ടിവിറ്റി. ഇപ്പം ഞാൻ പ്രൊഡക്റ്റീവ് ആവണത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ മമ്മിയുടെ കണ്ണിലുണ്ണി ആവാനുള്ള ഒരു മോളല്ല ഞാനിപ്പോൾ അമുൽ ബേബി അല്ല. വളരെ ഞാൻ മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ 2025 ആണെന്ന് പറയാം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻറ്റ്.
2023 ഗുജറാത്തിലേക്ക് വരുന്നത് മേ ബി ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഒറ്റപ്പെടുന്ന കൊല്ലങ്ങളായിരുന്നു ഗൈസ് ഈ 3 കൊല്ലം ബൈ മൈ ചോയ്സ്. ബിക്കോസ് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എൻ്റെ പീസ്, എൻ്റെ സമാധാനത്തിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ അറിയാം, എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ അറിയാം. ഒരാളുടെയും ആവശ്യം എനിക്ക് തോന്നണില്ല. I can make myself laugh, I can make myself happy, I can make myself, എന്താ പറയുക, I can make myself feel sufficient that എനിക്കുണ്ട്, തൃപ്തിപ്പെടാൻ എനിക്ക് പറ്റും ഇപ്പോൾ. അതുകൊണ്ട് മനസ്സിലായ ബോൾഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉത്തരവാദിത്തം എടുത്തു തുടങ്ങണം കഴിച്ച്. ഞാനിങ്ങനെ പണ്ട് പോലെ ഒന്നും ബോൾഡൊന്നും അല്ലായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ ഉത്തരവാദിത്വം എടുത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ പേടിച്ച് ഓടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് പേടിയായിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇറങ്ങുമ്പോഴേ. കാരണം എനിക്കറിയാം ഈ ലൈഫ് ഞാൻ ചൂസ് ചെയ്തതാണെന്നുള്ളത്. സോ പതുക്കെ ഞാൻ തന്നെ എൻ്റെ പാരൻസിലേക്ക് ബർഡൻ ഇടൽ നിർത്തി. ഞാൻ വിചാരിച്ചു ഇത് ഞാൻ തന്നെ ചെയ്യും, വരണേടത്ത് വെച്ച് കാണാം, അവിടെ സ്റ്റോപ്പായേക്കോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട കാര്യങ്ങൾ ചെയ്യരുതട്ടാ. നിങ്ങൾ ഒരു കാര്യം റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ മേക്ക് ഷുവർ ഒരു സൈഡ് വീൽ ഇല്ല. ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ തന്നെയായിരിക്കും, തെറ്റാൻ പോണതും നമ്മളെ തന്നെയായിരിക്കും. ഒരു കുഴപ്പമില്ല റിസ്ക് എടുക്കണേൽ. പക്ഷെ അങ്ങനെ കണ്ണി കണ്ട രീതിയിലൊന്നും റിസ്ക് എടുക്കാനൊന്നും പോരുതെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഇത് വേണ്ടേ ചെയ്യണത് എന്തെന്നാന്നുള്ളത്. സോ യെസ്, അപ്പോൾ അങ്ങനെ പതുക്കെ അവനവൻ്റെ ഉത്തരവാദിത്വം എടുത്തെടുത്ത് എക്സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കാണൂലേ ഗൈസ്, ഇതൊക്കെ ഒന്ന് തൊട്ട് ഞാനിങ്ങനെ ഫീൽ ചെയ്യും ദാറ്റ് ഇതൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ എനിക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ദൈവമേ ഞാൻ അനുഭവിച്ചിരിക്കണം എൻ്റെ ലൈഫിൽ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ അത്ര ഡീപ്പിൽ ആക്ച്വലി ഞാൻ പോകില്ല. ബിക്കോസ് ഞാനൊരു ഓപ്പൺ ബുക്ക് അല്ല. സത്യം പറയട്ടെ, എൻ്റെ ഈ ഒരു നേച്ചർ നിങ്ങൾ കാണുന്നത് അതെൻ്റെ സ്വഭാവമാണ്. ദാറ്റ് ഡസൻ മീൻ ഐ ഡോണ്ട് ഹാവ് എ പ്രൈവറ്റ് ഓർ ഡീപ്പ് പ്രൈവറ്റ് ലൈഫ്. യെസ്, കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പാരൻസിനോട് അങ്ങനെ ഡിസ്കസ്സേ ചെയ്യാറില്ല. ഞാൻ പൈസ ഉണ്ടാക്കിയത് അവരറിയാണ്ടായിരുന്നു, ഞാൻ FD ചെയ്തിരുന്നത് അവരറിയാണ്ടായിരുന്നു, ഇങ്ങോട്ടേക്ക് വരാനുള്ള പൈസ ഉണ്ടാക്കിയതൊക്കെ അവരറിയാണ്ടായിരുന്നു. ഇവിടെ വന്ന സമയത്താണ് ആക്ച്വലി മമ്മിയും പപ്പയും സർപ്രൈസ് എല്ലാം ഷോക്കായിപ്പോയി ദാറ്റ് ഞാൻ യൂട്യൂബ് ഒരു ഇങ്ങനെയായിട്ടല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഐ വാസ് റിയലി ഗിവിങ് മൈ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ടു ഇറ്റ് സോ ദാറ്റ് ഐ ക്യാൻ ഏൺ മണി ഫോർ മൈസെൽഫ്. മനസ്സിലായോ? സോ യെസ് ഗൈസ്, അങ്ങനെ ബോൾഡായി പോകണം. നമ്മൾ ആരും ആക്കണതല്ല. നമുക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ ബോൾഡാവും കേട്ടോ. എനി ടിപ്സ് ഇത് തന്നെയാണ് ഗൈസ്. ടിപ്സ് എന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ നിങ്ങളൊരു ടീനേജർ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ പറയില്ല, early 20s ആണെങ്കിലും ഞാൻ പറയില്ല. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ചിലയിടത്ത് എനിക്കറിയാം വീട്ടിൽ തന്നെ നല്ല പ്രസൻസ് അല്ല, ഫാമിലിയുടെ ആ ഒരു ഇത് എനിക്ക് മനസ്സിലാവും അതൊക്കെ. സോ നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കണം എന്നുള്ളത് തോന്നുകയാണെങ്കിൽ ഒരു ഏജ് വരെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ മാറി നിന്നോ. പക്ഷെ മാറി നിൽക്കണതും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തോന്നുന്നൊരു സ്ഥലമായിരിക്കണം. മനസ്സിലായോ? നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റും. ഞാൻ ചെയ്യാൻ പോണൊരു കാര്യം ബിക്കോസ് പാരൻസ് മേ ബി നമ്മുടെ ആഗ്രഹത്താൽ ചിലപ്പോൾ നമ്മൾ പിന്നീട് സ്വൈരം കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടെങ്കിലും അവർ മേ ബി നമുക്ക് ഇപ്പോൾ ചെയ്തോ എന്നൊക്കെ പറയും. പക്ഷെ പിന്നീട് അവരെ നമ്മൾ സ്വൈര്യം കെടുത്തരുത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലൈഫ് നമ്മളാ ചൂസ് ചെയ്തേക്കണം. അതെന്തായാൽ പോലും, ഇൻഡിപെൻഡൻ്റ് ആവണതായാൽ പോലും, റിലേഷൻഷിപ്പിൽ കിടക്കണതായാൽ പോലും, എന്തായാൽ പോലും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിലായിരിക്കണം ചെയ്യേണ്ടത്. സോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ക്ലിയർലി പറഞ്ഞേക്കാം, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് മേക്ക് ഷുവർ യുവർ ബേസ് ഇസ് ഓൾറെഡി വെരി വെരി സ്ട്രോങ്. ബേസ് ഇൻ ദ സെൻസ് നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കണം ഗൈസ്. അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്കൊരു ആഗ്രഹം തന്നെയാണ് ദാറ്റ് കല്യാണം കഴിക്കാൻ മുമ്പ് എൻ്റെ ഒരു സ്വന്തം വീടുണ്ടാവണം എന്നുള്ളത്. സോ എനിക്കിപ്പോൾ വീടുണ്ട്, പക്ഷേ കല്യാണമില്ല. അതിൻ്റെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ ആലോചിക്കണേ ഇല്ല. ഇപ്പോഴും ഞാൻ ഭയങ്കര കരിയർ ഓറിയൻറ്റഡ് ആവാണ്ടാവുമ്പോൾ, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാണ്ടാവുമ്പോഴാണ് നമ്മുടെ ബേസ് ഇളകി കിടക്കുമ്പോൾ പിന്നെ പറയണ്ട, ഉണ്ടാക്കാൻ പോണ മുഴുവൻ തകടം പറയും. സോ ആദ്യം കരിയർ ഓറിയൻറ്റഡ് ആവുക, നല്ലോണം പൈസ സമ്പാദിക്കുക, നല്ലോണം കാശ് ഉണ്ടാക്കുക ഗൈസ്. അത് കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കെട്ടിക്കും, കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പാരൻസ് നിങ്ങളൊന്നും പറയില്ല. കല്യാണം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ആ ഒരു ബേസ് ഇളകരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ തന്നെ നിങ്ങൾ കണ്ടെത്തുക. ഹൗ കം യു നോ മലയാളം? എൻ്റെ മലയാളമേ മലയാളം അല്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്ന സമയത്തുള്ള എൻ്റെ മലയാളം നാട്ടിൽ ചെന്നപ്പോഴേക്കും മനസ്സിലായത് അത് മലയാളം അതെന്തോ ആയിരുന്നു. മമ്മി മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്, ഏകദേശം മനുഷ്യന് മനസ്സിലാവണത്. പിന്നെ അങ്ങോട്ട് പഠിച്ച് പിന്നെ മലയാളം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് മലയാളം അറിഞ്ഞുകൊണ്ടാണ്ട് ഞാൻ കോളേജിൽ പോകുമ്പോൾ
ബസ് വരെ തെറ്റി കയറിയിട്ടുണ്ട് ഗൈസ്. ഒന്ന് ആലോചിക്കുക, എൻ്റെ കയ്യിൽ ഫോൺ പോലില്ല, കാരണം കോളേജിൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. എൻ്റെ അമ്മയെ ആദ്യം പിടിച്ചു. പിന്നെ ഞാൻ പതുക്കെ മമ്മി എന്നെ പഠിപ്പിച്ചു തുടങ്ങി. ആക്ച്വലി ഞാൻ മലയാളം പഠിക്കണത് നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം. നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അച്ചടി മലയാളം അതിനകത്ത് പറയുന്നത്. ഞാനത് എഴുതുമായിരുന്നു, ആദ്യം സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു, എന്നിട്ട് അത് പറയുമായിരുന്നു. എന്തോരം എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് തന്നെ നിങ്ങളോട് സംസാരിച്ച് എൻ്റെ മലയാളം ഫ്ലുവൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയിട്ടുണ്ടോ? ചേച്ചി റാണിക്ക് എന്ത് പറ്റി? ഞാൻ ചേച്ചിയുടെ പണ്ടത്തെ സബ്സ്ക്രൈബറാണ്, പക്ഷെ ഇടയ്ക്ക് വെച്ച് എന്തോ പറ്റി. ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ റാണി അവിടെ നല്ല ഹാപ്പി ആയിട്ട് കളിച്ച് ഓടി നടക്കുന്നുണ്ട്. നമ്മളിവിടെ റാണി മിസ് ചെയ്തുകൊണ്ടിരിക്കണം. റാണി നമ്മളെ ഒരു പുല്ലിൻ്റെ വില പോലും വെക്കണില്ല. ഹേ സുന്ദരിയേ, ഹായ്. ചേച്ചി ഒരു 16 ഏജ് ആയ കുട്ടിക്ക് ഡാർക്ക് സ്പോട്ട്സ് മാറാൻ യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് പറയോ? ഓയിലി സ്കിന്നാണ്. നയസിനമൈഡ് സിറം നന്നായിട്ട് വർക്ക് ആവും, പക്ഷെ അതിനകത്ത് 2 വേരിയേഷൻ ഉണ്ട്. മേ ബി അതിനെക്കാട്ട് കൂടുതലുണ്ടാവും അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ. 10% യൂസ് ചെയ്യേണ്ട, 5% യൂസ് ചെയ്ത്. 2018-19 കാലഘട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും? ആ സമയത്ത് ഞാൻ കോളേജിലായിരുന്നു, ഒന്നും പറയാനില്ല. എങ്ങനെയെങ്കിലും എൻ്റെ കോളേജ് കഴിഞ്ഞ് ഞാനൊന്ന് കേരളം വിട്ടോട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസം കഴിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏജ് എത്രയാണ്? ഐ ഗെസ് ഈ ഒരു പോയിന്റിൽ ഐ ഷുഡ് ടെൽ യു മൈ ഏജ്, കാരണം കുറേ പ്രാവശ്യം ഇപ്പം ചോദിക്കുന്നത്. ഓക്കെ ഗൈസ്, നൗ ദ ഏറ്റവും വലിയ അൺടോൾഡ് പാർട്ട് ഓഫ് മൈ ലൈഫ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. സോ എൻ്റെ ഏജ് ആണ് 28. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയണമെന്ന് അറിയാമോ? എനിക്ക് 28 വയസ്സായെന്നുള്ളത് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് എൻ്റെ ഈ ഒരു 28 ഇയേഴ്സിൻ്റെ പുറകയിൽ. ഒന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോളേജ് ടൈമിലായിരുന്ന സമയത്ത് അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയും എന്താണ് എപ്പോഴാണ് കല്യാണം. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്യണം, ബിക്കോസ് ഗുജറാത്തി റിലേറ്റഡ് ആയിട്ടുള്ള റിച്വൽസ് ഫോളോ ചെയ്യില്ല, ഹൽദി മെഹന്തി സംഗീത്. അവരുടെ വിചാരം ഇങ്ങനെ സീരിയലിലൊക്കെ കാണുന്ന പോലെ തന്നെ എൻ്റെ കല്യാണം ആവുമെന്നുള്ളത്. അന്ന് ഞാൻ പറയുമായിരുന്നു എന്തെന്നാ, നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളാക്കിക്കോ, എനിക്കൊക്കെ 28 വയസ്സാകുമ്പോഴായിരിക്കും കല്യാണം, ആ സമയത്ത് മക്കളെയൊക്കെ ആയിട്ട് നിങ്ങൾ കല്യാണത്തിന് പോലെ. മനസ്സിലാവുണ്ടോ ഗൈസ്? എനിക്കിപ്പോൾ 28 വയസ്സ് കഴിഞ്ഞു, പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ early 20s ആൻഡ് ഇപ്പോൾ ഉള്ള എൻ്റെ late 20s തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. early 20s ഞാൻ വളരെ അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്കങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പാരൻസ് എവിടെയും കണ്ടൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കണം, അതിനനുസരിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണു. ആൻഡ് early 20s എനിക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു. 20 കയറിയല്ലോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടീനേജ് എറ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല, അതുകൊണ്ട്. സോ അങ്ങനെ. പക്ഷേ ഇപ്പോൾ late 20s ആയപ്പോൾ ഐ ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞുകൂടാ എന്താന്ന്, ഞാൻ സഡൻലി കോൺഫിഡൻ്റ് ആയി നിങ്ങളോട് എൻ്റെ ഏജ് പറയാൻ. ബിക്കോസ് ഐ ഡോണ്ട് നോ വൈ, ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് സോ പീസ്ഫുൾ ഗൈസ്, ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ഫോർ മൈ 30s. എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ early 20s ഞാൻ എൻ്റെ late 20 ആയിട്ടാണ് ഞാൻ ജീവിച്ചത്. ലൈക്ക് കൈൻഡ് ഓഫ് ബോറിങ് മെച്യൂർഡായിട്ടുള്ള തിങ്കിങ് വെക്കണമായിരുന്നു ആ സമയത്ത് എനിക്ക്. അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു എൻ്റെ. ബട്ട് നൗ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. ഞാൻ എൻ്റെ early 20s എങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റാണ്ടായത്. നൗ ഐ ആം ലിവിങ് ദ ലൈഫ്. ആൻഡ് ഈ വീഡിയോ ഇവിടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ തരുന്നുണ്ട് ഗൈസ്, ബിക്കോസ് ഇത് ഞാൻ സ്വയം എൻ്റെ ലൈഫിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഗോ മേക്ക് യുവർ ഓൺ കിങ്ഡം ആൻഡ് ലിവ് ഇൻ ദാറ്റ് കിങ്ഡം ലൈക്ക് എ ക്വീൻ ഹൂ ഈസ് അൺബ്രേക്കബിൾ, അൺസ്റ്റോപ്പബിൾ, സെൽഫ് ലവിങ്, സെൽഫ് കെയറിങ്, സെൽഫ് കൺട്രോളിങ്. യെസ്, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ നല്ലോണം അറിയണം. വേറെ ഒരാളുടെ കയ്യിൽ റിമോട്ട് കൊടുത്തു പോയത്. ഇൻഡിപെൻഡൻറ്റ് ഇൻ ഓൾ ഫോംസ്, മെൻ്റലി ഇൻഡിപെൻഡൻറ്റ്, ഫിസിക്കലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ആൻഡ് യെസ്, നല്ലോണം പീസ്ഫുൾ ആയിട്ട് വരണത് എന്താണെന്ന് വെച്ചതൊന്നും ആലോചിക്കാണ്ട് ജസ്റ്റ് ലിവ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് ലിവ് യുവർ ലൈഫ് ലൈക്ക് എ ക്വീൻ വിത്ത് ലോട്ട്സ് ഓഫ് മണി, പീസ് ആൻഡ് യുനോ എല്ലാം നമുക്ക് സ്വന്തം അവനോന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റണ ഒരു അടിപൊളി ലൈഫ് ഉണ്ടാക്കും ഗൈസ്. യു വിൽ ലവ് ഇറ്റ് ആൻഡ് യു വിൽ ഗോണ എൻജോയ് യുവർ ലൈഫ് ആൻഡ് യു വിൽ ഗോയിങ് ടു ബി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ യു ഡിഡ് ഫോർ യുവർ സെൽഫ്. അപ്പം ശരി, എൻ്റെ നടു ഒടിച്ചിട്ട് എങ്ങനെ തോന്നണം. അപ്പം ശരി, നമുക്കിനി നെക്സ്റ്റ് വ്ളോഗ് അല്ലെങ്കിൽ ഫുഡ് ചാലഞ്ച് വെച്ച് കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ. എവിടെ പോയ ആള്? ചൂ.